ഗുഡ് മോർണിംഗ് എവരിവൺ, കേൾക്കാമോ? യെസ്, എൻ്റെ മൈക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊന്നൊരു കൺഫർമേഷൻ കിട്ടണം. എല്ലാവരും ഓക്കെ ആണോ? സൗണ്ടൊക്കെ ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ? യെസ്, ഓൾറൈറ്റ്, എല്ലാവരും കേൾക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം, കുറച്ച് ഉഷാറായിട്ട് തന്നെ ഇരിക്കുക, വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക. കാരണം നമ്മൾ വലിയൊരു ജേർണി പോവുകയാണ്. ഓൾമോസ്റ്റ് വിൽ ബി ഡിസ്കസിങ് 150+ ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ചിലപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപരിചയം ഉണ്ടാവും, കാണാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ ഇതെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? യെസ്. നേരത്തെ മഷൂദ് സാറിൻ്റെ ഒരു ഫുൾ സെഷൻ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പം നമ്മൾ ഇനി അടുത്തൊരു സെഷനിലോട്ട് കിടക്കുകയാണ്, ലീഗലിൻ്റെ ഭാഗം. അപ്പോൾ എല്ലാവരും റെഡിയാണ്. യെസ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ത്രൂ ഔട്ട് ഉണ്ടാവണം. നിങ്ങളാണ് നമ്മളുടെ എനർജി എന്ന് പറയുന്നത്. സോ നല്ല ആക്റ്റീവായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്, മെഗാ പവർ അവർ ആണ് റിറ്റ്സിൻ്റെ നമ്മളുടെ അവസാനത്തെ, നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും പലരും എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിറ്റ്സ് ഈ ഒരു പവർ അവറിലൂടെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മളുടെ പ്രോഗ്രാമിലോട്ട് നേരെ കടക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എല്ലാ ചോദ്യവും എല്ലാ ക്ലാസ്സും ഈ ഒരു ക്വസ്റ്റ്യനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുമായിരിക്കും എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. സോ വാട്ട് ഈസ് ദ LLB സ്റ്റാൻഡ്സ് ഫോർ എന്നുള്ളതാണ്. എന്താണ് LLBയുടെ ഫുൾ ഫോം എന്നുള്ളതാണ് ചോദ്യം. സോ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് LLB? എന്താണ് ഫുൾ ഫോം ഓഫ് LLB? യെസ്, എന്താണ് ഫുൾ ഫോം ഓഫ് LLB? എല്ലാവരും ആൻസർ ചെയ്യുക. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് LLB? ലീഗം ബക്കലോറിയസ്. സ്ലൈഡ് കാണുന്നുണ്ടോ എല്ലാവർക്കും? സ്ലൈഡ് കാണുന്നുണ്ടോ എല്ലാവർക്കും? സ്ലൈഡ് വിസിബിൾ ആണോ? സ്ലൈഡ് വിസിബിൾ ആണോ എല്ലാവർക്കും? നോ. ഓക്കെ, സോ റൈറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. യെസ്, ഹൗ അബൌട്ട് നൗ? ക്ലിയർ? പെർഫെക്റ്റ്? വിസിബിൾ ആണോ ഇപ്പോൾ? യെസ്, ഓക്കെ, താങ്ക് യു, താങ്ക് യു. റൈറ്റ്, സോ LLBയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം. LLB മീൻസ് ലെഗും ബെക്കലോറിയസ്. ഓക്കെ, ലെഗും ബെക്കലോറിയസ് എന്നുള്ളതാണ് LLBയുടെ ഫുൾ ഫോം. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് LLB. ബിക്കോസ് ദർ ഇസ് എ ലാറ്റിൻ കൺവെൻഷൻ ദാറ്റ് ലെഗും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ലോസ്. സോ ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എബ്രിവേറ്റ് ചെയ്യുന്നു. ലാറ്റിൻ്റെ അകത്ത് ഒരു പ്ലൂറൽ വേർബിനെ എബ്രിവേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ 2 തവണ എഴുതും. അതുകൊണ്ടാണ് ഈ LLB എന്ന് വരുന്നത്. സോ ദ ഫുൾ ഫോം ഓഫ് LLB ഇസ് ലെഗും ബെക്കലോറിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസോണർ ഓഫ് എ ചെക്ക് ഇസ് ആൻ ഒഫൻസ് അണ്ടർ. ഡിസോണർ ഓഫ് എ ചെക്ക് ഇസ് ആൻ ഒഫൻസ് അണ്ടർ. എല്ലാവർക്കും അറിയേണ്ടതാണ് ഏത് ആക്ട് പ്രകാരമാണ് ഡിസോണർ, ഒരു ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ആക്ട് പ്രകാരമാണ് ഒരാളെ ശിക്ഷിക്കുക. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 138. സെക്ഷൻ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ് 1881. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമാണ് നമ്മൾ ചെക്കൊക്കെ ബൗൺസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആളുകളെ നമുക്ക് ശിക്ഷിക്കാൻ വേണ്ടി കഴിയുക. ഇതിന്റെ പെനാൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൈ ആണ്. പെനാൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ദി എമൗണ്ട് റിട്ടേൺ ഓൺ ദി ചെക്ക് ആണ്. ഡബിൾ ദി എമൗണ്ട് റിട്ടേൺ ഓൺ ദി ചെക്ക് ആണ് പെനാൽറ്റി വരിക. ഓക്കെ, സോ സെക്ഷൻ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. മൂവിങ് ഓൺ, വാട്ട് ഡു യു മീൻ ബൈ കോഗ്നൈസബിൾ ഒഫൻസ്? കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇത് CRPC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിനേഴ്സിന് വളരെ ഇടാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. യെസ്, സോ ദ കോഗ്നൈസബിൾ ഒഫൻസ് മീൻസ് എ പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്. വാറന്റ് ഇല്ലാതെ ഒരു പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒഫൻസുകളെയാണ് നമ്മൾ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. കോഗ്നൈസബിൾ ഒഫൻസ് മീൻസ് എന്താണ്, ഒരു സീരിയസ് നേച്ചറിലുള്ള ഒരു ഒഫൻസ് ആണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. കോഗ്നൈസബിൾ ഒഫൻസ്. സോ സെക്ഷൻ 154, എന്താണ് ഈ സെക്ഷൻ 154 പ്രത്യേകത എന്താണ്? CRPC സെക്ഷൻ 154യുടെ പ്രത്യേകത എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ക്ലാരിറ്റി ഇല്ല, സ്ക്രീൻ ക്ലാരിറ്റി ഇല്ല. എല്ലാവർക്കും സ്ക്രീനിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? FIR, യെസ്, FIR, ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്. സെക്ഷൻ 154 ആണ് ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ഉള്ളത്. സ്ക്രീനിന്റെ ക്ലാരിറ്റി ചിലപ്പം ഒരു എന്താ പറയുക, നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കാം,
നെറ്റ്വർക്ക് ഒന്ന് നിങ്ങളൊന്ന് ഹയർ റെസൊല്യൂഷനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റെഡി ആയിരിക്കും. ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്യൂ കാണുന്നില്ല. ഓക്കെ, സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉടനെ പറയണം, കാരണം നമ്മൾ വലിയൊരു ലൈവ് ആണ്. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. ക്ലാരിറ്റി ഇല്ലാത്തവർ വീഡിയോ ക്വാളിറ്റി കൂട്ടി നോക്കുക. യെസ്, എക്സാക്ട്ലി റൈറ്റ്. സോ സെക്ഷൻ 154 എന്ന് പറയുന്നത് FIR ആണ്, ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്. സോ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ആൻ ഇൻഫോർമേഷൻ റിസീവ്ഡ്, അല്ലെ? ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സസ്പീഷൻ ഉണ്ടാവുന്നു. ഓൺ ബേസ് ഓഫ് വാട്ട്? ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടുന്ന സമയത്താണ് നമ്മൾ സെക്ഷൻ 154 ഇവിടെ അപ്ലൈ ചെയ്യുക. നോൺ കോഗ്നൈസബിൾ ഒഫൻസുകൾ ആണെങ്കിൽ അത് എങ്ങോട്ടാ പോവുക? അതൊരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് മജിസ്ട്രേറ്റിന്റെ അടുത്തോട്ടാണ് പോവുക. സോ ഇത് ആലോചിക്കുക. കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത് ഈ സെക്ഷൻ 154 കോഗ്നൈസബിൾ ഒഫൻസസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് എന്നുള്ളതാണ്. യെസ്, എക്സാമ്പിൾസ് എല്ലാവരും തരുന്നുണ്ട്. മർഡർ ഉണ്ട്, വളരെ സീരിയസ് നേച്ചറിലുള്ള ഒഫൻസസ്. യെസ്, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ക്യാമറ റെഫേഴ്സ് ടു, ഇൻ ക്യാമറയായിട്ട് ഒരു ബന്ധവുമില്ല. ക്യാമറ എന്ന് പറയുന്നത്, ഇൻ ക്യാമറ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ദ കറക്റ്റ് ആൻസർ ഇസ് പ്രൈവറ്റ്. ഇൻ പ്രൈവറ്റ് എന്നുള്ളതാണ് ഇൻ ക്യാമറയുടെ അർത്ഥം വരുന്നത്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 327 ഓഫ് ദി CRPC, all courts in India shall be open courts. ഓക്കെ, ഓപ്പൺ കോർട്സ് ആണ്. നിങ്ങൾക്ക് കോടതികളെല്ലാം തുറന്ന കോടതികൾ, അതായത് പബ്ലിക്കിന് ആക്സസ് ഉണ്ടാവണം. പബ്ലിക് ക്യാൻ എന്ത് ചെയ്യുക? കോടതിയിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാദവും കാര്യങ്ങളെല്ലാം കേൾക്കണം. കാരണം എന്താ? ബിക്കോസ് ആ ഒരു ലെവൽ ഓഫ് ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 327 അകത്ത് ഈ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകൾ, ഫോർ എക്സാമ്പിൾ റേപ്പ് കേസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വിക്ടിംസിന് മൊഴിയെടുക്കുന്ന കേസുകൾ ഉണ്ടാവും, പോക്സോ കേസുകളാവാം. അങ്ങനെ പല തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള, പ്രൈവസി വളരെ അനിവാര്യമായിട്ടുള്ള കേസുകളിൽ എന്ത് ചെയ്യും? കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനിക്കാൻ പറ്റും ഇൻ പ്രൈവറ്റ് ആയിട്ട് കേൾക്കാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യും? പാർട്ടീസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സും മാത്രമേ ഈ ഒരു സെഷൻ്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ. സോ ഇൻ ക്യാമറ റെഫേഴ്സ് ടു ഇൻ പ്രൈവറ്റ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ what is the meaning of capital punishment? എല്ലാവർക്കും അറിയാം. എത്ര തരത്തിലുള്ള പണിഷ്മെന്റ്സ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്? നമ്മളുടെ IPC-യിൽ എത്ര തരത്തിലുള്ള പണിഷ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്? How many punishments are provided under the Indian Penal Code? Very important question. There are 5 punishments and അതിൻ്റെ അകത്തുള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പണിഷ്മെന്റിനെയാണ് നമ്മൾ ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത്. ഓർ അതർ നെയിം ഇസ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്. സോ സെക്ഷൻ 53-ലാണ് നമ്മുടെ പണിഷ്മെന്റ്സിനെ കുറിച്ചിട്ട് പറയുന്നത്, ഡെത്ത് പെനാൽറ്റി ഓർ ക്യാപിറ്റൽ പണിഷ്മെന്റ്. മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ഫുൾ മിക്സ്ചർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. യെസ്, സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ആർ മേക്സ് എൻ അറ്റംപ്റ്റ് ടു സ്റ്റീൽ സം ജ്വൽസ് ബൈ ബ്രേക്കിംഗ് ഓപ്പൺ എ ബോക്സ്. ഒരു ബോക്സ് തുറന്നിട്ട് ജ്വൽ എടുക്കാൻ വേണ്ടിയുള്ള ജ്വൽ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. സോ എന്ത് ചെയ്തു? ബോക്സ് എടുത്തു കൊണ്ടുവന്നു, പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. ബോക്സ് തുറന്നു നോക്കി, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജ്വല്ലൊന്നും കാണുന്നില്ല. സോ ഇദ്ദേഹം ഇവിടെ ചെയ്ത കുറ്റം എന്താണ്? എന്ത് ഒഫൻസ് ആണ് ഇദ്ദേഹം ഇവിടെ ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഇസ്, എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഗിൽറ്റി ഓഫ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് തെഫ്റ്റ് ആണ്. ഇവിടെ തെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഒഫൻസ് ഇവിടെ നടന്നിട്ടില്ല. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് തെഫ്റ്റ് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, റൈറ്റ്. സോ ഈ തെഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ സെക്ഷൻ 378-ലാണ് തെഫ്റ്റിനെ കുറിച്ച് പറയുന്നത്. തെഫ്റ്റ് റിക്വയർസ് 5 എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ്. 5 ഇൻഗ്രീഡിയൻസ് തെഫ്റ്റിന്റെ അകത്ത് വേണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, യു നീഡ് ടു ഹാവ് എ ഡിസോണസ്റ്റ് ഇന്റൻഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഇല്ലെങ്കിൽ അവിടെ തെഫ്റ്റ് ഇല്ല. അവിടെ എന്താണ്? ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഇസ് ദ മെൻസ് റിയ വിച്ച് ഇസ് റിക്വയർഡ് ഫോർ തെഫ്റ്റ്. അപ്പം ഡിസോണസ്റ്റ് ഇന്റൻഷൻ വേണം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് ഇന്റൻഷനോട് കൂടി ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ പൊസഷനിൽ നിന്ന്, സോ ഔട്ട് ഓഫ് ദി പൊസഷൻ ഓഫ് എ പേഴ്സൺ, ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആ വ്യക്തിയുടെ കൺസെന്റ് ഇല്ലാതെ മൂവ് ചെയ്യുന്നു. സോ ഡിസോണസ്റ്റ് ഇന്റൻഷൻ, it should be movable property, it should be in the possession of some person, and it should be taken without consent, and it should be moved. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമാണ്. സോ സെക്ഷൻ 378 സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആണ്. അപ്പോൾ എനിക്ക് ചോദിക്കാൻ ഏറ്റവും താല്പര്യമുള്ള ഒരു ചോദ്യമാണ്,
തെങ്ങ് മുറിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഒരു മരം മുറിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമോ? വെദർ എ ട്രീ വിച്ച് ഇസ് റൂട്ടഡ് ഇൻ ടു ദ സോയിൽ ഇസ് സബ്ജക്ട് ടു തെഫ്റ്റ് ഓർ നോട്ട് എന്നുള്ളതാണ് ചോദ്യം. ആണോ? വെദർ എ ട്രീ വിച്ച് ഇസ് റൂട്ടഡ് ടു ദി എർത്തുമായിട്ട് റൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ട്രീ, വെദർ അതിനെ തെഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോ. പക്ഷേ എപ്പോൾ തെഫ്റ്റ് ചെയ്യാൻ പറ്റും? വെൻ ഇറ്റ് ഇസ് സെവേർഡ്. ആ ഒരു ട്രീനെ നിങ്ങൾ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ മൂവബിൾ പ്രോപ്പർട്ടി ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സബ്ജക്ട് മാറ്റർ ഓഫ് തെഫ്റ്റ് എന്ന് ഓർക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു കാര്യം കൂടി ഓർക്കണം, ഈ മരം മുറിച്ച് കഴിഞ്ഞ് മരം ജസ്റ്റ് മുറിച്ച് നിലത്ത് വീണ് കഴിഞ്ഞാൽ ആ മൊമെന്റിൽ തന്നെ ദ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് തെഫ്റ്റ്. ആ മരം അവിടുന്ന് എടുത്തു കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇല്ലസ്ട്രേഷൻ്റെ അകത്ത് പറയുന്ന ഒരു ചോദ്യമാണിത്. അതായത് ഒരു മരം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇറ്റ് ബിക്കംസ് എന്താണ്? തെഫ്റ്റ്. അവിടെ അയാൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. തെഫ്റ്റ് എന്ന് പറഞ്ഞ ഒഫൻസ് അവിടെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ആ മരം അയാൾ എടുത്തുകൊണ്ടാണ് എന്ന് ഒരു നിർബന്ധവും ഇല്ല. ബിക്കോസ് ഈ സെവറൻസ്, ദ മൂവ്മെന്റ് വിച്ച് ഹാപ്പൻസ് ഇൻ ദ സെവറൻസ് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് എ മൂവ്മെന്റ്. ആ ഒരു എസെൻഷ്യൽസിൻ്റെ അകത്തുള്ള ആ മൂവ്മെന്റ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. സോ ഇത് തെഫ്റ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഇനി പക്ഷേ രണ്ടാമത്തെ സിനാറിയോ, ആ മരം ഫുള്ളി മുറിക്കാൻ കഴിഞ്ഞില്ല, പകുതി മുറിച്ചു. അവിടെ പകുതി മുറിച്ചിട്ടേ ഉള്ളൂ, മരം ഫുള്ളി വീണിട്ടില്ല, മരം പകുതി മുറിച്ചിട്ടേ ഉള്ളൂ. അവിടെ തെഫ്റ്റ് സംഭവിച്ചിട്ടില്ല. അവിടെ എന്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ? അവിടെ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. റൈറ്റ്? സോ ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റൈറ്റ്? മൂവിങ് ഓൺ. ഇൻ ലോ എ മാൻ ഇസ് presumed to be dead if he is not heard of as alive for. ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? മരണപ്പെട്ടു എന്ന് നിയമം എപ്പോഴാണ് കൺസിഡർ ചെയ്യുക? പ്രിസ്യൂം ചെയ്യുക. എത്ര വർഷം അദ്ദേഹത്തിനെ കാണാതാവുമ്പോഴാണ് അത് പ്രിസ്യൂം ചെയ്യുക? സെക്ഷൻ 108 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അകത്താണ് ഈ ഒരു കാര്യം പറയുന്നത്. 7 വർഷം, 7 years, വെരി ഗുഡ്, 7 years ആയിട്ട് ഒരു വ്യക്തിയെ, സാധാരണയായി ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെയാണെങ്കിൽ നിയമം ആ വ്യക്തി മരണപ്പെട്ടതായിട്ട് കൺസിഡർ ചെയ്യും. സോ 7 years എന്നുള്ളതാണ് നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ട നമ്പർ എന്ന് പറയുന്നത്. യെസ്, മൂവിങ് ഓൺ. Voluntarily throwing or attempting to throw acid is an offense punishable under Indian Penal Code under which section? ശ്രദ്ധിക്കുക, ഇവിടെ voluntarily throwing or attempting എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക. 326A എന്ന് പലരും ചിലപ്പോൾ പറയാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഇസ് റോങ്. ബിക്കോസ് 326A വരണമെങ്കിൽ there should be injury. അവിടെ എന്തിരിക്കണം? അവിടെ ഗ്രീവിയസ് ഹേർട്ട് കോസ് ചെയ്യാണ് ബൈ ആസിഡ്, യൂസിങ് ആസിഡ്. ആസിഡ് യൂസ് ചെയ്തിട്ട് ഒരു ഗ്രീവിയസ് ഹേർട്ട് കോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് കോസ്റ്റ്, ഇഞ്ചുറി അവിടെ ഉണ്ടാവണം. ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ 326A വരികയുള്ളൂ. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന നിങ്ങളുടെ സ്ലൈഡിൽ കാണുന്ന ചോദ്യം എന്ന് പറയുന്നത് അവിടെ ഒരു അറ്റംപ്റ്റ് മാത്രമാണ്. ആസിഡ് ഒഴിച്ചിട്ടുണ്ടാവും, ആസിഡ് ഒഴിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടാവും, പക്ഷെ അവിടെ ഇഞ്ചുറി ഒന്നും കോസ് ആയിട്ടില്ല. സോ ഇവിടെ വരിക ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 326B ആണ് ഇവിടെ വരിക. റൈറ്റ്? മൂവിങ് ഓൺ. വാട്ട് ഇസ് സെക്ഷൻ 34 ഓഫ് IPC? സെക്ഷൻ 34 IPCയിലെ സെക്ഷൻ 34 എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വാട്ട് ഇസ് ഇറ്റ്? അതൊരു സബ്സ്റ്റാൻറ്റീവ് ഒഫൻസ് ആണോ? വെദർ ആ സെക്ഷൻ 34 തന്നെ ആളുകളെ പണിഷ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ വെദർ ഇറ്റ് ഇസ് ഓൺലി എ റൂൾ ഓഫ് എവിഡൻസ്? അത് ഇറ്റ് ഹെൽപ്സ്, ഇത് അസിസ്റ്റ് ചെയ്യുകയാണ് ബാക്കി ഒഫൻസുകൾക്ക് വേണ്ടിയിട്ട്. ഏത് ഒഫൻസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 34 യൂസ് ചെയ്യാം എന്നാണോ? ഏതാണ് സെക്ഷൻ 34ന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ സിനിമ കാണുന്ന പോലെ നോക്കിയിരിക്കരുത്. എല്ലാവരും ആക്റ്റീവായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. സെക്ഷൻ 34 ഇസ് എ റൂൾ ഓഫ് എവിഡൻസ്. സെക്ഷൻ 34 നമ്മൾ പറയുന്ന കാര്യം എന്താണ്? കോമൺ ഇന്റൻഷൻ. കുറേ പേർ, സെവറൽ പേഴ്സൺസ് ഒരു പ്രത്യേക ആക്ട് ചെയ്യുകയാണ്. സെവറൽ പേഴ്സൺസ് എന്ത് ചെയ്യാണ്? അവർക്ക് കോമൺ ഇന്റൻഷൻ ഉണ്ട്. ആൻഡ് അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആ ഒരു ആക്ട് ചെയ്യുകയാണ് ഇൻ ഫർദറൻസ് ഓഫ് ദി കോമൺ ഇന്റൻഷൻ, ദെൻ ഇവിടെ സെക്ഷൻ 34 അപ്ലൈ ആവും. ആൻഡ് സെക്ഷൻ 34 അപ്ലൈ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ജോയിന്റ് ക്രിമിനൽ ലയബിലിറ്റി അവിടെ വരും. ഒരു വ്യക്തിയുടെ ക്രിമിനൽ ആക്ടിന് ഇഫ് ദാറ്റ് ആക്ട് ഇസ് ഡൺ വിത്ത് കോമൺ ഇന്റൻഷൻ ഇൻ ഫർദറൻസ് ഓഫ് ദി കോമൺ ഇന്റൻഷൻ ഓഫ് ഓൾ അതർ പേഴ്സൺസ്, ദെൻ ആ ഒരു വ്യക്തിയുടെ ആക്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള എല്ലാവരെയും ലയബിൾ ആക്കാൻ വേണ്ടി കഴിയും. ദിസ് ഇസ് കോൾഡ് ജോയിന്റ് ക്രിമിനൽ ലയബിലിറ്റി അണ്ടർ സെക്ഷൻ 34. ഓക്കെ, റൈറ്റ്. മൂവിങ് ഓൺ. അടുത്തത്, ആൻ ആന്റിസിപ്പേറ്ററി ബെയിൽ മേ ബി ഗ്രാന്റഡ് ബൈ.
ആന്റിസിപ്പേറ്ററി ബെയിൽ ആർക്കാണ് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുക? ആർക്കാണ് ഗ്രാൻഡ് ചെയ്യാൻ കഴിയുക? ആന്റിസിപ്പേറ്ററി ബെയിൽ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു ആൻസർ മാത്രമല്ല, 2 കോടതികൾക്കാണ് ഇത് ചെയ്യാൻ വേണ്ടി കഴിയുക. ഇത് മറക്കരുത്, ഇത് പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. എല്ലാവരും പറയുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. യെസ്, അബ്സല്യൂട്ട്ലി യു ആർ റൈറ്റ്. ഇറ്റ്സ് ബോത്ത് എ ആൻഡ് ബി. സെഷൻസ് കോർട്ടിനും പറ്റും, ഹൈക്കോർട്ടിനും പറ്റും ആന്റിസിപ്പേറ്ററി ബെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 438 ആണ് ആന്റിസിപ്പേറ്ററി ബെയിലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആന്റിസിപ്പേറ്ററി ബെയിൽ എപ്പോഴാണ് എടുക്കുന്നത്? ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുന്നത് ഒരു നോൺ ബെയിലബിൾ, ഒരു കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസിൽ, ഒരു നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസിൽ ഒരു വ്യക്തിക്ക് നേരെ അറസ്റ്റ് ഉണ്ടാവും എന്നിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നേരെ ഒരു അലിഗേഷൻ ദാറ്റ് ആ വ്യക്തി ഹാസ് കമ്മിറ്റഡ് എ നോൺ ബെയിലബിൾ കോഗ്നൈസബിൾ ഒഫൻസ് എന്നുള്ള ഒരു അലിഗേഷൻ ഉണ്ടാവും എന്നുള്ളൊരു ഫിയർ ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്? ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ നീഡ് ഓർ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ആന്റിസിപ്പേറ്ററി ബെയിൽ? ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ അർത്ഥം ഒരിക്കലും അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നല്ല. അത് മനസ്സിലാക്കുക. അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയും, ഒരു കുഴപ്പമില്ല. പക്ഷേ ദ മൊമെന്റ് ദ പോലീസ് ഓഫീസർ അറസ്റ്റ് ദാറ്റ് പേഴ്സൺ, ആ വ്യക്തിനെ ബെയിലിൽ വിടണം. ബിക്കോസ് ദ കോർട്ട് ഹാസ് ഡയറക്റ്റഡ് ദ പോലീസ് ഓഫീസർ ടു ഡു സോ. ബിക്കോസ് അയാൾക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെഷൻസ് ബെയിലിനോ ഈ പറയുന്ന ഹൈക്കോർട്ടിനോ എന്ത് ചെയ്യാൻ കഴിയും? ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, both A and B. Yes, moving on. Next question. Police cannot compel the attendance of any person as a witness if he is under the age of. Under the age of. ഏതാണ്? അതായത് the police officer cannot compel a person to come to the police station as a witness. അല്ലാതെ എൻ്റെ സ്റ്റേഷനിലോട്ട് വാ എന്ന് വിളിച്ചു വരുത്താൻ കഴിയില്ല. ഇഫ് ദ ഏജ്, ഒരു ഏജ് ലിമിറ്റ് പറയുന്നു, ഒരു ഏജിന്റെ റേഞ്ച് പറയുന്നുണ്ട്. യെസ്, ഇവിടെ ചോദിച്ചിരിക്കുന്ന അണ്ടർ ദി ഏജ് ഓഫ് എന്നാണ്. അണ്ടർ ദി ഏജ് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴാണ്? 15 ഇയേഴ്സ് ആണ്. 15 വയസ്സിന് താഴെയുള്ള ഒരാളെ വിറ്റ്നസ് ആയിട്ട് കമ്പൽ ചെയ്തിട്ട് വിളിച്ചു വരുത്താൻ കഴിയില്ല. അവരുള്ള സ്ഥലത്തോട്ട് പോലീസ് ഓഫീസർ പോകണം എന്നുള്ളതാണ്. സോ ഇത് അണ്ടർ ഏജ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എബവ് ദി ഏജ് എത്രയായിരിക്കും? എബവ് ദി ഏജ് ഓർക്കുക, 65 ഇയേഴ്സ് ആണ്. 65 ഇയേഴ്സ് ആയിട്ട് ആസ് എ വിറ്റ്നസ്, പ്ലീസ് നോട്ട് ദിസ്, ആസ് എ വിറ്റ്നസ് ആയിട്ട് വിളിച്ചു വരുത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓൾറൈറ്റ്, മൂവിങ് ഓൺ. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ കംപ്ലൈന്റ് ക്യാൻ ബി വിഡ്രോൺ. A complainant can withdraw his complaint at any time until. എപ്പോഴാണ് ഒരു കംപ്ലൈന്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയുക? എപ്പോൾ വരെ, അല്ലെങ്കിൽ ഏത് നിമിഷം, ഏത് പോയിന്റ് ഓഫ് ടൈം വരെയാണ് ഒരു കംപ്ലൈന്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കംപ്ലൈന്റ് ഇസ് ആൻ അലിഗേഷൻ മെയ്ഡ് ടു എ മജിസ്ട്രേറ്റ്. ഒരു അലിഗേഷൻ എന്ത് ചെയ്യാണ്? മജിസ്ട്രേറ്റിന്റെ അടുത്ത് ധരിപ്പിക്കുകയാണ് ദാറ്റ് എ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്. ഒരു വ്യക്തി ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. ദാറ്റ് ഇസ് ടുവേർഡ്സ് എ മജിസ്ട്രേറ്റ്. അതിനാണ് കംപ്ലൈന്റ് എന്ന് പറയുന്നത്. സോ കംപ്ലൈന്റിനെ എപ്പോൾ വരെ പിൻവലിക്കാം? ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഫൈനൽ ഓർഡർ പാസ്സാക്കുന്നതിന് മുന്നേ വരെ എന്ത് ചെയ്യാൻ കഴിയും? ദ കംപ്ലൈനന്റ് ക്യാൻ വിഡ്രോ ദ കംപ്ലൈന്റ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ അബറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. അബറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്ഷൻ 107 അകത്താണ് അബറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അബറ്റ്മെന്റ് 3 രീതികളിൽ അബറ്റ്മെന്റ് ഉണ്ട്. ത്രൂ ഇൻസ്റ്റിഗേഷൻ, ത്രൂ ബൈ എൻഗേജിങ് ഇൻ കോൺസ്പിറസി ആൻഡ് ഫൈനലി ബൈ ഇന്റൻഷനലി എയ്ഡിങ്. 3 രീതികളിൽ അബറ്റ്മെന്റ് നടത്താൻ വേണ്ടി കഴിയും. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് അബറ്റ്മെന്റിന്റെ അകത്ത് വെദർ ഇറ്റ് ഇസ് നെസസറി ഓർ നോട്ട്. അതായത് ആക്ട്, അബറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന പ്രേരണ കൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്ക് സിമിലർ മൈൻഡ് സെറ്റ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വെദർ ദ പേഴ്സൺ ഷുഡ് ബി ലീഗലി കേപ്പബിൾ ടു ഡു ദ ക്രൈം. ആ ഒരു പറയുന്ന വ്യക്തി ക്രൈം ചെയ്യാനുള്ള കപ്പാസിറ്റി ആ വ്യക്തിക്ക് വേണോ വേണ്ടേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് there are certain people which are identified under the Indian Penal Code who are incapable of doing crime. For example, child under 7 years of age, or a child above 7 years of age, below 12 years of age, or an legally insane person. ഈ പറയുന്ന വ്യക്തികളെല്ലാം they are incapable of doing a crime because അവർക്ക് എന്തില്ല? there is absence of mens rea. അങ്ങനെയുള്ള ആളുകൾക്ക്
ആ ഒരു ആക്ട് ചെയ്യുമ്പോൾ വെദർ അവർക്ക് അറിയണം, അവർ ചെയ്യുന്ന ആക്ടിന്റെ നേച്ചർ അവർക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. സോ ആസ് റൈറ്റ്ലി സെഡ്, എല്ലാവരും ഓപ്ഷൻ സി എന്ന് പറയുന്നുണ്ട്. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇറ്റ് ഇസ് നോട്ട് നെസസറി. അവിടെ ഒരു ആവശ്യമില്ല. ഈവൻ ഒരു 7 വയസ്സിന്റെ താഴെയുള്ള ഒരു കുട്ടി നിങ്ങളൊരു കത്തിയെടുത്ത് കുത്താൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും യു ഹാവ് ദ റൈറ്റ് ടു യു ഹാവ് ദ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ്. അത് വേറെ കാര്യം. ബട്ട് എന്താണ്, നിങ്ങൾ ആ 7 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിലും അവരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രേരിപ്പിക്കാൻ വേണ്ടി കഴിയും. സോ ആ ഒരു വ്യക്തി, ഈ ഒരു ക്രൈം ചെയ്യുന്ന ആൾക്ക്, അബറ്റഡ് ആയി പോകുന്ന വ്യക്തിക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ആ ഒരു മൈൻഡിന്റെ ആവശ്യമില്ല, ആ ഒരു മെൻസറിയുടെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഇൻ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത്, അബറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസസ്. അബറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസസ്. അബറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസസ് എന്താണ്? ഇസ് ഇറ്റ് ഓൾവേസ് an offense? ഇസ് ഇറ്റ് നെവർ an offense? അല്ലെങ്കിൽ മേ ബി an offense, അല്ലെങ്കിൽ മേ നോട്ട് ബി an offense? അബറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുക. കുറെ പേര് ഇപ്പം ആൻസർ ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും പേരുണ്ട്, 240ഓളം പേര് നമ്മളുടെ ലൈവിലുണ്ട്. ഇത്രയും പേര് പലരും ആൻസർ ചെയ്യുന്നില്ല. എല്ലാവരും ആൻസർ ചെയ്യുക. അബറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസ് ഇസ് ഓൾവേസ് an offense. പ്ലീസ് റിമെമ്പർ ദിസ്. അബറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഒഫൻസ് ആണ്. പ്ലീസ് റിമെമ്പർ ദിസ്. അബറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഒഫൻസ് ആണ്. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ എ എന്ന് പറയുന്ന വ്യക്തി ബിനോട് പറഞ്ഞു പ്ലീസ് കിൽ സി. എ എന്ന് പറഞ്ഞ വ്യക്തി ബിനോട് പറഞ്ഞു പ്ലീസ് കിൽ സി. ബി പറഞ്ഞു എനിക്ക് സൗകര്യമില്ല. ബി റെഫ്യൂസ് ടു കിൽ. സി. സോ ദ ക്വസ്റ്റ്യൻ നൗ ഇസ് വെദർ he is liable or not. എ ലയബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ മുന്നിൽ, നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം. ബി ഹാസ് refused to kill C on the instigation of A. Now the question is whether A is liable or not as per section 108. Yes, the correct answer is yes, because ഇവിടെ നമ്മൾ പറഞ്ഞു abetment of an offense is always an offense. ഇവിടെ എ എന്ത് ഒഫൻസ് അബറ്റ് ചെയ്യാനാണ് പറഞ്ഞത്? മർഡർ എന്ന് പറഞ്ഞ ഒഫൻസ് ആണ് ഇവിടെ എ അബറ്റ് ചെയ്തത്. സോ അബറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസ് ഇസ് ഓൾവേസ് an offense irrespective of whether the offense has been committed or the effect of the offense has been ensued. സോ ആ ഒരു കാര്യം ഓർക്കുക. ഇറ്റ് ഡസന്റ് മാറ്റർ വെദർ ആ ഒഫൻസ് കമ്മിറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വൺസ് യു ഹാവ് അബറ്റഡ് an offense, ഇറ്റ് ഇസ് ഓൾവേസ് an offense. പ്ലീസ് റിമെമ്പർ ദിസ്, റൈറ്റ്? ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ കോൺസ്പിറസി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കണം. കോൺസ്പിറസിയിൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ്, ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് യു നീഡ് ഇൻ കോൺസ്പിറസി. നമുക്ക് ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് കോൺസ്പയർ ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഇസ് ഇംപോസിബിൾ. ഒരാൾക്ക് ഒറ്റയ്ക്ക് കോൺസ്പയർ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതാണ് നമ്മൾ പറയുക ഇന്റൻഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഇന്റൻഷൻ സ്റ്റേജ് ഉണ്ടാവുന്നത് നമുക്ക് സ്റ്റേജസ് ഓഫ് ക്രൈമിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്റൻഷൻ സ്റ്റേജിൻ്റെ അകത്ത് സാധാരണ രീതിയിൽ ജനറലി യു കനോട്ട് പണിഷ് എ പേഴ്സൺ. ബിക്കോസ് എന്താ, ഒരാളുടെ ഇന്റൻഷൻ എന്താണെന്ന് ഒരിക്കലും അയാൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ഇഫ് ദാറ്റ് പേഴ്സൺ ഷെയർസ് ഹിസ് ഇന്റൻഷൻ വിത്ത് അനദർ പേഴ്സൺ ആൻഡ് ദി അതർ പേഴ്സൺ ഓൾസോ കൊല്യൂഡ്സ് വിത്ത് ദിസ് പേഴ്സൺ, രണ്ടുപേരും കൂടി ഷെയർ ചെയ്യാണ്, അപ്പോഴാണ് നമ്മൾ പറയുക കോമൺ ഇന്റൻഷൻ. സോ ദാറ്റ് മീൻസ് യു നീഡ് മിനിമം ടു പീപ്പിൾ ടു എൻഗേജ് ഇൻ കോൺസ്പിറസി. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി, 2 people. 2 ആളുകൾ മിനിമം വേണം കോൺസ്പിറസിക്ക്. 2 ആളുകൾ വേണം. സോ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 120A ഈ പറയുന്ന ക്രിമിനൽ കോൺസ്പിറസിനെ കുറിച്ചിട്ട് പറയുന്നത്. ആൻഡ് എന്താണ് ചെയ്യുന്നത്? ടു ഡു എൻ ഇല്ലീഗൽ ആക്ട്. ഒരു ഇല്ലീഗൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിമിനൽ കോൺസ്പിറസി ചെയ്യുന്നു, റൈറ്റ്? യെസ്. സോ ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റൻഷൻ ഉണ്ടായാൽ തന്നെ ഇവിടെ പണിഷ് ചെയ്യാൻ വേണ്ടി കഴിയും. ക്രിമിനൽ കോൺസ്പിറസിന്റെ പ്രത്യേകത അതാണ്. ഇന്റൻഷൻ സ്റ്റേജിൽ തന്നെ ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞൊരു ഒഫൻസ് പണിഷ് ചെയ്യാൻ വേണ്ടി കഴിയും. വേറൊരു ഒഫൻസും കൂടി ഉണ്ട് ഇന്റൻഷൻ സ്റ്റേജിൽ തന്നെ പണിഷ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ദാറ്റ് ഒഫൻസ് ഇസ് കോൾഡ് ഡെക്കോയിറ്റി. സോ ഡെക്കോയിറ്റി ആൻഡ് ക്രിമിനൽ ഇന്റൻഷൻ എന്ന് പറയുന്ന 2 ഒഫൻസുകൾ മാത്രമാണ് ഇന്റൻഷണൽ സ്റ്റേജിൽ പണിഷ് ചെയ്യാൻ വേണ്ടി കഴിയുക. പ്ലീസ് റിമെമ്പർ ദിസ്. അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തെറ്റിക്കാതെ ആൻസർ ചെയ്യണം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ക്രിമിനൽ കോൺസ്പിറസി, ഇവിടെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തത് കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആൻസർ ചെയ്യാം. ക്രിമിനൽ കോൺസ്പിറസിൻ്റെ അകത്ത് മിയർ എഗ്രിമെന്റ് ഇസ് മെയ്ഡ് ആൻ ഒഫൻസ് ഈവൻ ഇഫ് നോ സ്റ്റെപ്പ് ഇസ് ടേക്കൺ ആണോ, അല്ലെങ്കിൽ മിയർ എഗ്രിമെന്റ് ഇസ് നോട്ട് മെയ്ഡ് ആൻ ഒഫൻസ് അൺലെസ് എ സ്റ്റെപ്പ് ഇസ് ടേക്കൺ ഓഫ് ആണോ? അതായത് ക്രിമിനൽ കോൺസ്പിറസിൻ്റെ അകത്ത് ഇന്റൻഷനും വേണം പ്ലസ് സ്റ്റെപ്പ്, എന്തെങ്കിലും ഒരു പോസിറ്റീവ് സ്റ്റെപ്പും വേണം എന്നുണ്ടോ, അല്ലെങ്കിൽ വെറും ഇന്റൻഷൻ മാത്രം മതിയോ എന്നുള്ളതാണ് ചോദ്യം. സോ ഇതെവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എ ആണ്. നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. പലരും ആൻസർ ചെയ്യുന്നുണ്ട്. നല്ല
നിങ്ങൾക്ക് അപ്പോൾ നല്ല ഐഡിയ ഉണ്ട് ഈ ഒരു ഏരിയനെ പറ്റിയിട്ട്. വെരി ഗുഡ്. സോ ഐ എം റിയലി ഹാപ്പി എല്ലാവർക്കും അറിയാം എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് റിയലി ഹാപ്പി. ഇതെല്ലാം നമുക്കൊരു നല്ല ഒരു റിവിഷനും കൂടിയാണ് അല്ലേ? റൈറ്റ്, ഇതൊരു നല്ലൊരു റിവിഷനും കൂടിയാണ്. സോ റിയലി നൈസ്, ഇറ്റ്സ് റിയലി എ ഗുഡ് തിങ് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നുള്ളത്. യെസ്, സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഇൻസ്റ്റിഗേഷൻ, ഐ മീൻ അബറ്റ്മെന്റ് സെക്ഷൻ 107 അകത്ത് ഒരു അബറ്റ്മെന്റ് ഉണ്ട്. ഈ അബറ്റ്മെന്റ് 3 രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 3 രീതിൻ്റെ അകത്ത് ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? എൻഗേജസ് ഇൻ കോൺസ്പിറസി ആണ്. അവിടെ ഉള്ള ഒരു കോൺസ്പിറസിയുടെ പ്രത്യേകത, അതായത് അബറ്റ്മെന്റ് കീഴിലുള്ള കോൺസ്പിറസിയുടെ പ്രത്യേകത, അവിടെ ഒരു കോൺസ്പിറസി, ഒരു ഇന്റൻഷൻ മാത്രം പോരാ, അവിടെ ഒരു പോസിറ്റീവ് ആക്ടും കൂടി വേണം. ഓക്കെ, ഒരു പോസിറ്റീവ് ആക്ടും കൂടി ഉണ്ടാവണം. അതാണ് ഈ പറയുന്ന ഇവിടുത്തെ 120A ക്രിമിനൽ കോൺസ്പിറസിയും സെക്ഷൻ 107 അകത്തുള്ള കോൺസ്പിറസിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ പ്ലീസ് റിമെമ്പർ ദിസ്. ആ ഒരു 107 അബറ്റ്മെന്റ് അകത്ത് യു നീഡ് എ പോസിറ്റീവ് സ്റ്റെപ്പ്. പക്ഷെ ഈ 120A അകത്ത് യു ഡോണ്ട് നീഡ് എ പോസിറ്റീവ് സ്റ്റെപ്പ്, യു മിയർലി നീഡ് എൻ അഗ്രിമെന്റ് ടു ഡു ആൻ ഇല്ലീഗൽ ആക്ട്. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മൂവിങ് ഓൺ, under which chapter of the Indian Penal Code provides for offenses against human body? ഹ്യൂമൻ ബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസുകൾ ഏത് ചാപ്റ്ററിലാണ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ പീനൽ കോഡിൽ എന്നുള്ളതാണ് ചോദ്യം. ദിസ് ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ആസ് ഫാർ ആസ് നമ്മളുടെ ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നതാണ് നമ്മളുടെ IPCയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. സോ ദിസ് ചാപ്റ്റർ എവിടെയാണുള്ളത്? യെസ് പ്ലീസ്, ഇവിടെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ചാപ്റ്റർ എവിടെയാണ് എന്നുള്ളതാണ്. ചാപ്റ്റർ 4 അല്ല. ചാപ്റ്റർ 4 ഏതാണ് എന്ന് നിങ്ങൾ ഒന്ന് ഓർക്കുക. ചാപ്റ്റർ 4 ഏതാണ്? ചാപ്റ്റർ 4 ജനറൽ എക്സെപ്ഷൻസ് ആണ് അല്ലേ? ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ജനറൽ എക്സെപ്ഷൻസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ചാപ്റ്റർ 16. ചാപ്റ്റർ 16 അകത്താണ് ഹ്യൂമൻ ബോഡീനെ കുറിച്ചുള്ള ഒഫൻസസ് വിവരിക്കുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം 299 ടു സെക്ഷൻ 377. 299 മുതൽ 377 വരെ എന്താണ് അതിൻ്റെ അകത്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ആൻഡ് ചാപ്റ്റർ 17 അകത്താണ് നമ്മൾ പ്രോപ്പർട്ടി എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടീനെ കുറിച്ചുള്ള ഒഫൻസസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഹോമിസൈഡ്, വളരെ എളുപ്പമുള്ള ചോദ്യം. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഹോമിസൈഡ്? കില്ലിംഗ് ഓഫ് വൺ ഹ്യൂമൻ ബീൻ ബൈ അനദർ ഹ്യൂമൻ ബീൻ ആണോ? കില്ലിംഗ് ഓഫ് വൺ ഹ്യൂമൻ ബീൻ ബൈ അനദർ ആനിമൽ ആണോ? കില്ലിംഗ് ഓഫ് ആൻ ആനിമൽ ബൈ എനി അതർ ഹ്യൂമൻ ബീൻ ആണോ? അല്ലെങ്കിൽ ഇതിലൊന്നും അല്ലേ? സോ ദ കറക്റ്റ് ആൻസർ ഇസ് കില്ലിംഗ് ഓഫ് വൺ ഹ്യൂമൻ ബീൻ ബൈ അനദർ ഹ്യൂമൻ ബീൻ ആണ് നമ്മൾ ഇവിടെ പറയുന്ന ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു ഹ്യൂമൻ ബീൻ വേറൊരു ഹ്യൂമൻ ബീനെ കൊല്ലുന്നതിനെയാണ് നമ്മൾ ഹോമിസൈഡ് എന്ന് പറയുന്നത്. ദർ ആർ ലോഫുൾ ഹോമിസൈഡ്, ദർ ആർ അൺലോഫുൾ ഹോമിസൈഡ്. ലോഫുൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ജനറൽ എക്സെപ്ഷൻസിന്റെ കീഴിൽ ഒരു മരണം സംഭവിക്കുമ്പോഴാണ് നമ്മൾ ലോഫുൾ ഹോമിസൈഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ദ ലോ ജസ്റ്റിഫൈസ് സച്ച് കൈൻഡ് ഓഫ് ഹോമിസൈഡ്. ഓൺ ദി അതർ ഹാൻഡ് ദർ ആർ അൺലോഫുൾ ഹോമിസൈഡ്സ് ആസ് വെൽ. അൺലോഫുൾ ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ യു നോ കൾപ്പബിൾ ഹോമിസൈഡ്, മർഡർ, അതേപോലെ തന്നെ ഡെത്ത് ബൈ നെഗ്ലിജൻസ്, ഡൗറി ഡെത്ത്, സൂയിസൈഡ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം അൺലോഫുൾ ഹോമിസൈഡ്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. Alright, so moving on to the next question. Which section of the Indian Penal Code provides for the definition of culpable homicide? Culpable homicideന്റെ definition കൊടുക്കുന്നത് ഏത് സെക്ഷൻ്റെ അകത്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. The correct answer is option C, section 299 അകത്താണ് കൾപ്പബിൾ ഹോമിസൈഡിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് കൾപ്പബിൾ ഹോമിസൈഡ് 3 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദർ ആർ 3 limbs കൾപ്പബിൾ ഹോമിസൈഡിന്റെ അകത്ത്. ഒന്ന് ഇന്റൻഷൻ ടു കോസ് ഡെത്ത്, റൈറ്റ്? ഇന്റൻഷൻ ടു കോസ് ഡെത്ത്, സ്ട്രേറ്റ് അവേ ഞാനൊരു തോക്ക് എടുക്കുന്നു, ഒരാളുടെ നെറ്റിയിൽ തോക്ക് വെക്കുന്നു ആൻഡ് വെടിവെക്കുന്നു. ഐ ഹാവ് ദ ഇന്റൻഷൻ ടു കോസ് ദ ഡെത്ത് ഓഫ് ദാറ്റ് പേഴ്സൺ. ക്ലിയർ ഇന്റൻഷൻ. സെക്കൻഡ് വൺ, ഐ ഡോണ്ട് ഹാവ് ദ ഇന്റൻഷൻ ടു കിൽ ദ പേഴ്സൺ ബട്ട് ഐ ഹാഡ് ദ ഇന്റൻഷൻ. ഓക്കെ, എനിക്ക് ഇന്റൻഷൻ ഉണ്ടായിരുന്നു. എന്തിനുള്ള ഇന്റൻഷൻ? ഇന്റൻഷൻ ടു കോസ് ബോഡിലി ഇഞ്ചുറി. ഓക്കെ, ബോഡിലി ഇഞ്ചുറി. എനിക്ക് ഇന്റൻഷൻ ടു കോസ് ബോഡിലി ഇഞ്ചുറി, എനിക്ക് ഒരു മുറിവേൽപ്പിക്കാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദാറ്റ് ബോഡിലി ഇഞ്ചുറി ഇസ് ലൈക്ലി ടു കോസ് ഡെത്ത്. ആ ഒരു ബോഡിലി ഇഞ്ചുറി കാരണം മരണം സംഭവിക്കുന്നു. പക്ഷെ എനിക്ക് മരണം കോസ് ചെയ്യാനുള്ള താല്പര്യമില്ലായിരുന്നു. അവിടെ ഞാനൊരു ബോഡിലി ഇഞ്ചുറി കോസ് ചെയ്തു ആൻഡ് ആ ബോഡിലി ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് അയാൾ മരണപ്പെടുന്നു. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ലിം. ആൻഡ് ദിസ് ഇസ് ദ തേർഡ് ലിം. തേർഡ് ലിം എന്ന് പറയുന്നത് എന്താണ്? നോളജ് ആണ്. നോളജ്. സോ നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കാരണം മരണം സംഭവിക്കാം എന്നുള്ള ഒരു നോളജ് എനിക്കുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് ദ തേർഡ് ലിംബ് അണ്ടർ സെക്ഷൻ 299. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഇസ് ട്രൂ? ഇതിനകത്ത് ഏതാണ് ട്രൂ ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്?
Culpa homicide is genus, murder is species, murder is genus, culpa homicide is species, culpa homicide is one of the type of murder, അല്ലെങ്കിൽ none of the above. ഇതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? വാട്ട് ഇസ് ദ കറക്റ്റ് ആൻസർ? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുക. നിങ്ങളുടെ ആൻസറിന്റെ റേറ്റ് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് പേരെ ഇപ്പൊ ആൻസർ ചെയ്യുന്നുള്ളൂ. യെസ്, സ്പീഡ് വരട്ടെ, സ്പീഡ് വരട്ടെ. യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ. യെസ്, ഓപ്ഷൻ എ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു വട്ടം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മളൊരു വട്ടം വരച്ചു. ആൻഡ് വട്ടം വരച്ചിട്ട് ആ വട്ടത്തിനെ നമ്മൾ എന്ത് ചെയ്തു? കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് എഴുതി. ഈ കൾപ്പബിൾ ഹോമിസൈഡിന്റെ ഉള്ളിൽ ഉള്ള ഒരു ചെറിയ വട്ടം, ഈ ഒരു ചെറിയ വട്ടത്തിനെ നമ്മൾ എന്ത് ചെയ്തു? മർഡർ എന്ന് വിളിച്ചു. ആൻഡ് പോരാ, ഈ മർഡറിന്റെ ഉള്ളിൽ വേറൊരു വട്ടം കൂടി വരച്ചു. ഈ ഉള്ളിലുള്ള വട്ടത്തിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? 5 എക്സെപ്ഷൻസും കൊണ്ടിട്ടു. റൈറ്റ്? സോ ദർ ആർ 5 എക്സെപ്ഷൻസ് അണ്ടർ മർഡർ. അപ്പൊ അതിന്റെ അർത്ഥം ഒരു കാര്യം ആദ്യം കൾപ്പബിൾ ഹോമിസൈഡ് ആണോ നോക്കണം. കൾപ്പബിൾ ഹോമിസൈഡിന്റെ അകത്ത് ആ 3 ലിംസിന്റെ അകത്ത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഗോ ഫോർവേഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു? മർഡർ ആണോ നോക്കണം. മർഡറിന്റെ അകത്ത് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി, ഫോർത്ത്ലി 4 എണ്ണം ഉണ്ട്. 4 എണ്ണത്തിൽ ഏതെങ്കിലും വരുമോ നോക്കണം. വന്നിട്ടുണ്ടെങ്കിൽ മർഡർ ആണെന്ന് പറയാനായിട്ടില്ല. എന്ത് ചെയ്യണം? വി നീഡ് ടു ഫർദർ ഇൻവെസ്റ്റിഗേറ്റ്. എന്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ 5 എക്സെപ്ഷൻസിൽ ഏതെങ്കിലും വരുന്നുണ്ടോ? ഈ 5 എക്സെപ്ഷൻസിൽ വരുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് മർഡർ. ഇനി 5 എക്സെപ്ഷൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് culpable homicide not amounting to murder, which is punishable under section 304. Okay, right. Now moving forward, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. What do you mean by wrongful gain? Wrongful gain എന്ന് പറയുകയാണെങ്കിൽ what is the meaning? Yes, wrongful gain ന്റെ മീനിങ് എന്താണ്? wrongful gain, wrongful gain, wrongful gain, wrongful loss എന്നുള്ള സെക്ഷൻ 23 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിന്റെ അകത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ റോങ്ഫുൾ ഗെയിൻ എന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് എ നേട്ടം, അല്ലെ? ഒരാൾക്കൊരു നേട്ടം കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ആ നേട്ടം കിട്ടിയത് എങ്ങനെയാണ്? ഒരു അൺലോഫുൾ ആയിട്ടുള്ള മീൻസിലൂടെയാണ്. ആൻഡ് ആ ഒരു കാര്യം നേടുന്ന വ്യക്തിക്ക് അത് നേടാനുള്ള യാതൊരു ലീഗലി ആയിട്ടുള്ള ഒരു അവകാശവും ഇല്ല. അതിനെയാണ് നമ്മൾ റോങ്ഫുൾ ഗെയിൻ എന്ന് പറയുന്നത്. സോ ഫ്രം ദ പെർസ്പെക്റ്റീവ്, നമ്മളൊരു തെഫ്റ്റിന്റെ പെർസ്പെക്റ്റീവ് നോക്കാം. എ എന്ന് പറയുന്ന വ്യക്തി, ബി എന്ന് പറയുന്ന വ്യക്തി, എ എന്ന് പറയുന്ന വ്യക്തിയുടെ മൊബൈൽ ഫോൺ ബി അടിച്ചു മാറ്റി. സോ ബിക്ക് ഇവിടെ ഒരു റോങ്ഫുൾ ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. ബിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ബിന് ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടം അൺലോഫുൾ ആയിട്ടുള്ള ഒരു മീൻസിലൂടെയാണ് കിട്ടിയത്. ആൻഡ് ഇത് ബിന് നേടാനുള്ള യാതൊരു ലീഗൽ ആയിട്ടുള്ള ഒരു അവകാശവും ഇല്ലായിരുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ബി, ഗെയിൻ ബൈ അൺലോഫുൾ മീൻസ് ഓഫ് പ്രോപ്പർട്ടി വിച്ച് ദ പേഴ്സൺ ഗെയിനിങ് ഇസ് നോട്ട് എൻടൈറ്റിൽഡ് എന്നാണ് കറക്റ്റ് ആയിട്ട് വരിക. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ റോങ്ഫുൾ ഗെയിൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും റോങ്ഫുൾ ലോസ് എന്താണെന്ന് ചോദിക്കണം. റോങ്ഫുൾ ലോസ് എന്താണ്? റോങ്ഫുൾ ലോസ് നേരെ തിരിച്ച് ഒരു നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ഒരു വ്യക്തിക്ക്. ആ നഷ്ടം എങ്ങനെയാണ്? ഒരു അൺലോഫുൾ രീതിയിലാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ആ നഷ്ടപ്പെടുന്ന വ്യക്തി ഇസ് ലീഗലി എൻടൈറ്റിൽഡ് ഫോർ ദാറ്റ് പ്രോപ്പർട്ടി. അതിനെയാണ് നമ്മൾ റോങ്ഫുൾ ലോസ് എന്ന് പറയുന്നത്. സ്റ്റിൽ ഇത് സെക്ഷൻ 23ന്റെ അകത്താണ് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എന്റെ അകത്താണ് ലോസ് ബൈ അൺലോഫുൾ മീൻസ് ഓഫ് പ്രോപ്പർട്ടി വിച്ച് ദ പേഴ്സൺ ലൂസിങ് ഇറ്റ് ഇസ് ലീഗലി എൻടൈറ്റിൽഡ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് സെക്ഷൻ 23 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. മൂവിങ് ഫോർവേഡ്. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ മറക്കരുത്. ഇത് ചോദിക്കാൻ കാരണം ഇത് പല തവണകളിലായിട്ട് ഈവൻ LLB, LLM, ഈവൻ മജിസ്ട്രേറ്റിന്റെ എക്സാമിന് വരെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിസ്ഓണസ്റ്റ്ലി എന്ന് പറഞ്ഞ വാക്ക് എവിടെയാണ്? അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഡിസ്ഓണസ്റ്റ്ലി അല്ലെങ്കിൽ ഫ്രോഡ്ലൻലി എവിടെയാണ് വരിക എന്നുള്ളത്. ഇത് ആൽഫബറ്റിക്കലി ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഡിസ്ഓണസ്റ്റ്ലി എന്ന് പറയുന്ന സെക്ഷൻ 24ലാണ്, ഫ്രോഡ്ലൻലി എന്ന് പറയുന്ന സെക്ഷൻ 25ലാണ്. സോ ഡിസ്ഓണസ്റ്റ്ലി ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 24 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. യെസ്, മൂവിങ് ഓൺ. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും എന്താണെന്നുള്ളത്. ഫ്രോഡ്ലൻലി എന്താണെന്നുള്ളതാണ്. ഫ്രോഡ്ലൻലി എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? സെക്ഷൻ 25ലാണ് ഫ്രോഡ്ലൻലി എവിടെയാണ് വരുന്നത് കൊടുത്തിരിക്കുന്നത്. സോ സെക്ഷൻ 25 ഡീൽസ് വിത്ത് ഫ്രോഡ്ലൻലി. ഫ്രോഡ്ലൻലി പറയുന്നതാണ് വിത്ത് ആൻ ഇന്റന്റ് ടു ഡിഫ്രോഡ് എന്നാണ് ഫ്രോഡ്ലൻലിന്റെ അർത്ഥം വരുന്നത്. റൈറ്റ്, മൂവിങ് ഓൺ. When a criminal act is done by several persons in furtherance of common intention of all. നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കോമൺ ഇന്റൻഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് യെസ്. എല്ലാവരും ആൻസർ ചെയ്യുക. നിങ്ങളെല്ലാവരും തളർന്നു പോയോ? എവിടെ ആൻസർ? എവിടെ? നിങ്ങൾ തളർന്നുണ്ടെങ്കിൽ ഞാനും തളർന്നു പോകും. യെസ്, ആൻസർ. യെസ്, ഓപ്ഷൻ
എ. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ്. ഈച്ച് ഓഫ് സച്ച് പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞു ജോയിന്റ് ക്രിമിനൽ ലയബിലിറ്റി ആണ്. ഈച്ച് ഓഫ് സച്ച് പേഴ്സൺസ് ലയബിൾ 34 പറയുന്നുണ്ട് ജോയിന്റ് ക്രിമിനൽ ലയബിലിറ്റി ആണ്. എല്ലാവരും എന്താണ്? എല്ലാവരും, അതായത് ഒരു വ്യക്തിയുടെ ക്രിമിനൽ ആക്ടിവിറ്റി കാരണം if that criminal activity is done in furtherance of all these persons, അവരെല്ലാവരും നമുക്ക് ക്രിമിനലി ലയബിൾ ആക്കാൻ വേണ്ടി പറ്റും. അതാണ് സെക്ഷൻ 34 പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ എ. മൂവിങ് ഫോർവേഡ്. യെസ്, ഓൾറെഡി ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഞാൻ നിങ്ങളോട് എല്ലാവർക്കും ഇത് ഇപ്പോൾ തറവായിട്ടുണ്ടാവും. ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. 5 ആണ് പണിഷ്മെന്റ്സ് ഉള്ളത്. പണിഷ്മെന്റ്സ് ഏതൊക്കെയാണ് 5 വരുന്നത്? ഡെത്ത് പെനാൽറ്റി വരുന്നുണ്ട്, DP ഡെത്ത് പെനാൽറ്റി. So the second one, death penalty കഴിഞ്ഞെങ്കിൽ we know life imprisonment കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we know term, അല്ലേ? imprisonment for a term, maybe 20 years, 40 years, 14 years, 102 years. ഈ അടുത്തൊക്കെ 142 years വരെ ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ഫോർ ടേം കൊടുക്കാം. ദെൻ കാരണം എന്താണ്? അയാൾ ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെ? ആ രീതിയിൽ. ദെൻ forfeiture of property. Then fifth one is finally fine ആണ് fifth one എന്ന് പറയുന്നത്. Alright, and ഈ term for a term, life imprisonment for a imprisonment for a term തന്നെ രണ്ടെണ്ണമായി ഡിവൈഡ് ചെയ്യാം. rigorous ആവാം or simple ആവാം. simple or rigorous. Alright, yes, moving forward. Under section 65 of IPC, sentence of imprisonment for non payment of fine. അപ്പോൾ ഫൈൻ വിധിച്ചു, ഇയാൾ ഫൈൻ അടച്ചില്ല. നോൺ പേയ്മെന്റ് ഓഫ് ഫൈൻ ആണെങ്കിൽ അയാൾക്ക് ഒരു ഒഫൻസ് ചെയ്തു. ആ ഒരു ഒഫൻസിന് അയാളെ ഫൈൻ വിധിച്ചു. ആൻഡ് ആ ഫൈൻ അയാൾ അടച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് എത്ര കാലം മാക്സിമം പണിഷ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ ദ കറക്റ്റ് ആൻസർ 1/4 ഓഫ് ദി മാക്സിമം ടേം ഇംപ്രിസൺമെന്റ് ഫിക്സ്ഡ് ഫോർ ദി ഒഫൻസ്. 1/4. സോ 4 വർഷം കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. അയാൾക്ക് ഫൈനും ഇട്ടു. അതായത് അയാൾക്ക് ഇപ്പോൾ ലെറ്റ്സ് 2 വർഷം എന്നുള്ള രീതിയിൽ അയാൾക്ക് ജയിലും ആൻഡ് കുറച്ച് ഫൈനും അയാൾക്ക് കൊടുത്തു. അയാൾ ആ ഫൈൻ അടച്ചിട്ടില്ല. ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ 1/4 ഓഫ് ദി ടേം, അല്ലെ? 1/4 ഓഫ് ദി ടേം ഇയാൾ എന്ത് ചെയ്യണം? ഇയാളെ ഇംപ്രിസൺമെന്റ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, മൂവിങ് ഫോർവേഡ്. അണ്ടർ സെക്ഷൻ 498A ഓഫ് IPC, ക്രൂവൽറ്റി ഇൻക്ലൂഡ്സ് എന്താണ്? ഹറാസ്മെന്റ് ഓഫ് വുമൺ ആണോ? ഫിസിക്കൽ ക്രൂവൽറ്റി മാത്രമാണോ? മെന്റൽ ക്രൂവൽറ്റി മാത്രമാണോ? ക്രൂവൽറ്റി ബൈ വൈഫ് മാത്രമാണോ? ഇതിൻ്റെ അകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഉത്തരമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. യെസ്, 498 എന്ന് പറയുന്നത് എന്താണ്? ഹറാസ്മെന്റ് ഓഫ് വുമൺ ആണ്. ഹറാസ്മെന്റ് ഓഫ് വുമൺ ഇവിടെ വരുന്നുണ്ട്. ഇത് ഹറാസ്മെന്റ് ഓഫ് വുമൺ അല്ല, ക്രൂവൽറ്റി അഗെയിൻസ്റ്റ് വുമൺ ആണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് എന്താണ് വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ഹറാസ്മെന്റ്, മെന്റൽ ഹറാസ്മെന്റ്. ഇവിടെ അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഇൻ 304B ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. 304Bയിൽ അവിടെ ഡെത്തും സംഭവിക്കണം. ആൻഡ് അവിടെ ആ ഡെത്ത് സംഭവിക്കേണ്ട എത്ര വർഷത്തിൻ്റെ ഉള്ളിലാണ്? 304Bൻ്റെ അകത്ത് പറയുന്നത് വിത്തിൻ 7 years ഓഫ് മാരേജ് ആണ് പറയുന്നത്. വിത്തിൻ 7 years ഓഫ് മാരേജ് ഡെത്ത് സംഭവിച്ചിരിക്കണം. അതൊരു അൺനാച്ചുറൽ രീതിയിലുള്ള ഡെത്ത് ആവാം, ബൈ ബേൺസ് ആവാം, ബൈ ഇഞ്ചുറി ആവാം. ഓക്കെ, ആൻഡ് അവിടെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ആൻഡും കൂടി വരുന്നുണ്ട്. ആൻഡിന്റെ അർത്ഥം അതും കൂടി ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ഈ പറയുന്ന മരണത്തിന് മുന്നേ തൊട്ട് മുന്നേ അവർ എന്ത് ചെയ്യണം? ദാറ്റ് മാരീഡ് വുമൺ ഷുഡ് ഹാവ് ബീൻ സബ്ജക്റ്റഡ് ടു ക്രൂവൽറ്റി ബൈ ആര്? ബൈ ഹസ്ബൻഡ് ഓർ ഹിസ് റിലേറ്റീവ്സ് ഇൻ ഡിമാൻഡ് ഫോർ ഡൗറി. അതിനുകൊണ്ട് നമ്മൾ ഇതിനെ 304Bനെ ഡൗറി ഡെത്ത് എന്ന് പറയുന്നത്. സോ അത് ആലോചിക്കുക. 498Aയിൽ അങ്ങനെ ടൈം പീരീഡ് ഒന്നും പറയുന്നില്ല. അവിടെ ഒരു മാരീഡ് വുമണിന് അഗെയിൻസ്റ്റ് ഹസ്ബൻഡോ റിലേറ്റീവ്സോ എന്ത് ചെയ്യുകയാണ്? ഒരു ഹറാസ് ചെയ്യുകയാണെങ്കിൽ ക്രൂവൽറ്റി എന്ന് പറയുന്ന സെക്ഷൻ വരും. ബട്ട് മോസ്റ്റ്ലി 498ൽ എന്താ പറയുക, ഈവൻ ഡൗറി കേസസും 498 വരാവുന്നതാണ്. ഓൾറൈറ്റ്, യെസ്. അടുത്തത് സെക്ഷൻ 52 പ്രൊവൈഡ്സ് ഫോർ. സെക്ഷൻ 52 ഞാൻ ഒരുപാട് തവണ, എനിക്ക് തോന്നുന്നു ഞാനൊരു 50+ തവണ ഈ ഒരു സെക്ഷനെ കുറിച്ചിട്ട് പല ഭാഗങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വർഷം. സെക്ഷൻ 52 ഡീൽസ് വിത്ത് ഗുഡ് ഫെയ്ത്ത് ആണ്. ഗുഡ് ഫെയ്ത്തിന്റെ അർത്ഥം എന്താണ് വരുന്നത്? ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷൻ. ഓക്കെ, ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷൻ ആണ് നമ്മളുടെ സെക്ഷൻ 52 പറയുന്നത്. ഈ പറയുന്ന ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു എലമെന്റ്
ഒരു സിറ്റുവേഷൻ ഒരു ഫാക്ടിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മോസ്റ്റ് പ്രോബബിളി നമുക്ക് 99% പറയാൻ പറ്റും അവിടെ ഒരു ഒഫൻസ് നടന്നിട്ടില്ല. 99, ബാക്കി 1% എക്സെപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഗുഡ് ഫെയ്ത്ത് എന്നുള്ളൊരു ടേം വരികയാണെങ്കിൽ വി നീഡ് ടു ബി റിയലി കെയർഫുൾ, ബി കോഷ്യസ്. ഓക്കെ, റൈറ്റ്. അടുത്തത് നെക്സ്റ്റ് വൺ, ജനറൽ എക്സെപ്ഷൻസ് ആർ കണ്ടെയ്ൻഡ് ഇൻ. ജനറൽ എക്സെപ്ഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ജനറൽ എക്സെപ്ഷൻസ് എവിടെയാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ജനറൽ എക്സെപ്ഷൻസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുക. എല്ലാവരും. നിങ്ങൾ തളർന്നു പോയോ? നിങ്ങൾ തളർന്നോ? ഞാൻ ഇതുവരെ തളർന്നിട്ടില്ല. നമ്മൾ സമയം ഇത്രേ ആയിട്ടുള്ളൂ. ആകെ 31 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. യെസ്, ഓപ്ഷൻ ബി. യെസ്, ചാപ്റ്റർ 4. ചാപ്റ്റർ 4ലാണ് നമ്മളുടെ ജനറൽ എക്സെപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ചാപ്റ്റർ ഇറ്റ് ബിഗിൻസ് ഫ്രം 76 ആൻഡ് ഇറ്റ് എൻഡ്സ് അറ്റ് 106. 76 മുതൽ 106 വരെയാണ് ജനറൽ എക്സെപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ജനറൽ എക്സെപ്ഷൻ്റെ അകത്ത് തന്നെയാണ് 96 to 106 അകത്ത് ഒരു കാര്യം വരുന്നത്. ഈ 96 to 106 എന്താണ്? എന്താ വരുന്നത്? യെസ്, പ്രൈവറ്റ് ഡിഫെൻസ്. ഓക്കെ, പ്രൈവറ്റ് ഡിഫെൻസ്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. അടുത്തത്, ആക്സിഡന്റ് ആസ് ആൻ എക്സെപ്ഷൻ ഹാസ് ബീൻ ഡെൽറ്റ് വിത്തിൻ. ആക്സിഡന്റ് എന്ന എക്സെപ്ഷൻ ഏതിലാണ് കൊടുത്തിരിക്കുന്നത്? പെട്ടെന്ന് പറയുക. ആക്സിഡന്റ് എന്ന എക്സെപ്ഷൻ സെക്ഷൻ 80. യെസ്, വെരി ഗുഡ്. സെക്ഷൻ 80 അതാണ്. ആക്സിഡന്റ് അകത്ത് എന്തില്ല? നോ. ഇതിൻ്റെ അകത്ത് ആക്സിഡന്റ് അകത്ത് ഈ പറയുന്ന 2 കാര്യങ്ങളില്ല. എന്താ ഇല്ലാത്തത്? ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല. ദർ ഇസ് നോ ക്രിമിനൽ ഇന്റൻഷൻ ആൻഡ് ദർ ഇസ് നോ നോളജ്. നോളജും ഇല്ല, ക്രിമിനൽ ഇന്റൻഷനും ഇല്ല. ദാറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് മെൻസ്രിയ അവിടെ ഇല്ല. ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം, സെക്ഷൻ 80 അട്രാക്റ്റഡ് ആവണമെങ്കിൽ എപ്പോഴും ഒരു ലോഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കണം ചെയ്യേണ്ടത്. എല്ലാം ലോഫുൾ ആയിട്ടുള്ള കാര്യം, ലോഫുൾ മാനർ, ലോഫുൾ മീൻസിലായിരിക്കണം ആ ഒരു കാര്യം ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മൂവിങ് ഫോർവേഡ്, ഇൻഫാൻസി ആസ് എൻ എക്സെപ്ഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് അണ്ടർ. ഇൻഫാൻസി എന്ന് പറഞ്ഞ എക്സെപ്ഷൻ ഇസ് പ്രൊവൈഡഡ് അണ്ടർ. യെസ്, എല്ലാവരും ആൻസർ ചെയ്യുക. അതാണ് ആൻസേഴ്സ് ഒക്കെ നിന്നോയോ? ഇവിടെ പോയി എല്ലാവരുടെ എനർജി വരട്ടെ, എനർജി. യെസ്, സെക്ഷൻ 82. യെസ്. നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് നമുക്കൊരു എനർജി വരാനുള്ളത്. റൈറ്റ്? യെസ്, എല്ലാവരും കമന്റ് ചെയ്യുക. യെസ്, സോ സെക്ഷൻ 82. വെരി ഗുഡ്. സെക്ഷൻ 82 ആണ്. സെക്ഷൻ 82ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വയസ്സൊന്ന് ശ്രദ്ധിക്കുക. സെക്ഷൻ 82ൻ്റെ അകത്ത് അണ്ടർ 7 years. അണ്ടർ ആണ്, അണ്ടർ 7 years. ശ്രദ്ധിക്കുക, അണ്ടർ. റൈറ്റ്? ആൻഡ് വേറൊരു ടേമും കൂടി ഉണ്ട്, ഡോളി ഇൻകാപ്പാക്സ്. Dolly incapax means incapable of doing a harm. Right? Yes. അടുത്തത്, സെക്ഷൻ 82 of IPC enunciate. സെക്ഷൻ 82 of IPC enunciate. ഇവിടെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി IPCയിൽ എന്താണ് പറയുന്നത്? വെദർ ഇറ്റ് ഇസ് എ പ്രിസംപ്ഷൻ ഓഫ് ഫാക്ട് ആണോ, അല്ലെങ്കിൽ ഒരു റിബട്ടബിൾ പ്രിസംപ്ഷൻ ആണോ? അതായത് അത് തെളിയിക്കാൻ, അതായത് അത് അങ്ങനെ എല്ലാം തെളിയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കൺക്ലൂസീവ് പ്രൂഫാണ്. അതായത് കൺക്ലൂസീവ് പ്രൂഫാണ്, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 82ൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അബ്സല്യൂട്ട് ഇമ്മ്യൂണിറ്റി. അതാണ് സി പറയുന്നത്. ഡി പറയുന്നത് ഒന്നുമല്ല എന്നാണ്, നൺ ഓഫ് ദി അബവ്. യെസ്, ശ്രദ്ധിക്കേണ്ടത് ഇത് കൺക്ലൂസീവ് പ്രൂഫാണ്. സെക്ഷൻ 82 എന്ന് പറഞ്ഞാൽ ഈവൻ ആ 7 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് കുത്തിക്കൊല്ലാനുള്ള ഇന്റൻഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് അത് തെളിയിക്കാൻ പറ്റില്ല. ബിക്കോസ് നിയമം കൊടുക്കുന്ന ഒരു ആബ്സല്യൂട്ട് ഇമ്മ്യൂണിറ്റി ആണത്. അണ്ടർ 7 years ഉള്ള ഒരു കുട്ടിക്ക് കുറ്റം ചെയ്യാൻ കഴിയില്ല. It is a conclusive and irrebuttable presumption because you cannot prove otherwise. നിങ്ങൾക്ക് ഒരിക്കലും അയാൾക്ക് ആ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു പ്രൂവ് ചെയ്യാൻ കഴിയില്ല അണ്ടർ 7 years ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ കൺക്ലൂസീവ് പ്രൂഫാണ്. അടുത്തത്, ആൻ എഗ്രിമെന്റ് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ. അപ്പോൾ നമ്മൾ IPCന്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം നമ്മൾ അവിടെ കഴിഞ്ഞു. ഇനി വി ആർ കമ്മിങ് ടു കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ എത്തിയിരിക്കുകയാണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് 35 questions കഴിഞ്ഞു. എല്ലാവരും ഓക്കെ ആണല്ലോ? ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? എല്ലാവരും റെഡി തന്നെയാണല്ലോ? നമുക്ക് മുന്നോട്ട് പോകാലോ? കണ്ടിന്യൂ ചെയ്യാലോ? നമ്മൾ ഓൾറെഡി എല്ലാവരും റെഡിയായി നിൽക്കുക. വെള്ളം കുടിക്കേണ്ടവർക്കൊക്കെ വെള്ളം കുടിക്കാം. യെസ്, 30 വി ആർ മൂവിങ് ഫോർവേഡ്. കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കോൺട്രാക്റ്റിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. റൈറ്റ്? ആൻ എഗ്രിമെന്റ് കൺസിസ്റ്റ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് എത്ര പേര് വേണം? മിനിമം എത്ര പേര് മിനിമം വേണം? സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് 2 parties. 2 പേരെങ്കിലും മിനിമം ഒരു എഗ്രിമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. റൈറ്റ്? മൂവിങ് ഫോർവേഡ്, എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഇസ് നോൺ ആസ്. എവറി പ്രോമിസ് ആൻഡ് എവറി കൺസിഡറേഷൻ, അല്ലേ? എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസ് എന്താണ് വരിക? എഗ്രിമെന്റ്. ഇറ്റ് ഇസ് കോൾഡ് എഗ്രിമെന്റ്.
യെസ്, മൂവിങ് ഫോർവേഡ്. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന്. വാലിഡ് കോൺട്രാക്ട്സ് ഇതിൻ്റെ അകത്ത് എന്താണ്? പ്രീ കൺസെന്റോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാവും. ആൻഡ് ദേ ആർ മെയ്ഡ് ബൈ കോമ്പിറ്റന്റ് പാർട്ടീസ്. ഇതെല്ലാം ശരിയാണോ? എല്ലാം ശരിയാണെങ്കിൽ ഓൾ ദി അബവ് എന്ന് പറയാ. ഡി, ഓപ്ഷൻ ഡി. യെസ്, ഓപ്ഷൻ ഡി. എല്ലാവരും ഫിക്സ് ചെയ്തു. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ഡി, വാലിഡ് കോൺട്രാക്ട് അതാണ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാളെ കൊല്ലാൻ വേണ്ടിയുള്ള ഞാൻ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി. വെദർ ആ അഗ്രിമെന്റിന് വാലിഡിറ്റി ഉണ്ടോ? വെദർ ദിസ് അഗ്രിമെന്റ് ക്യാൻ ബി എൻഫോഴ്സിബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. So the correct answer is option yes. എല്ലാവരും പറയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻസ് യെസ്. ഓപ്ഷൻ എ cannot be enforceable by law എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. മൂവിങ് ഫോർവേഡ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഒരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ബീനെ എന്ത് ചെയ്തു? ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. ബി ആക്സെപ്റ്റ് ചെയ്തു ഇൻവിറ്റേഷൻ. പക്ഷേ അപ്പോയിന്റ് ചെയ്ത ദിവസം എന്ത് ചെയ്തില്ല? എ വന്നിട്ടില്ല. എ പറ്റിച്ചു. എ എന്ത് ചെയ്തു? പറ്റിച്ചു. കോഫി കുടിക്കാൻ വിളിച്ചു, എ പറ്റിച്ചു. എനെതിരെ ബിക്ക് സ്യൂ ചെയ്യാൻ കഴിയുമോ? എനെതിരെ ബിക്ക് ലീഗൽ റെമഡി ഉണ്ടോ? ദർ ഇസ് നോ ലീഗൽ റെമഡി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബിക്കോസ് അവിടെ എന്താണ്? ദാറ്റ് ഇസ് എന്തുകൊണ്ടാണ് അവിടെ ലീഗൽ റെമഡി ഇല്ലാത്തത്? ബിക്കോസ് ഇനീഷ്യലി അവിടെ ആ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തത്, ദ കോൺട്രാക്ട് ഹാഡ് നോ ലീഗൽ ഇന്റൻഷൻ ടു ഫോം ദ കോൺട്രാക്ട്. ഒരു ലീഗൽ ഇന്റൻഷൻ ഇല്ലാതെയാണ് എന്താണ് ഒരു ഈ ഒരു പറയുന്ന എഗ്രിമെന്റ് ഫോം ചെയ്തിരിക്കുന്നത്. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ലീഗൽ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇവിടെ സോഷ്യൽ കോൺട്രാക്ട് മാത്രമാണ്, ഒരു സോഷ്യൽ എഗ്രിമെന്റ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. യെസ്, മൂവിങ് ഫോർവേഡ്. എ ആൻഡ് ബി എൻറ്റർ ഇൻടു എ കോൺട്രാക്ട് ടു മാരി ഈച്ച് അതർ. രണ്ടുപേരും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നു. പക്ഷേ കല്യാണത്തിന്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേലും എ ഗോസ് മാഡ്. എ എന്തായി? എന് ഭ്രാന്തായി. ദ കോൺട്രാക്ട് ബിക്കംസ്. കോൺട്രാക്ടിന് എന്ത് സംഭവിക്കും? വാട്ട് will happen to contract? കോൺട്രാക്ടിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത്. ഓപ്ഷൻ എ വോയിഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വോയിഡ് കോൺട്രാക്ട് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് മെയ്ഡ് ബൈ വേർഡ്സ് സ്പോക്കൺ വേർഡ്സോട് കൂടി ചെയ്യുന്ന ഒരു കോൺട്രാക്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്പോക്കൺ കോൺട്രാക്ട്. വേർഡ് സ്പോക്കൺ, വേർബലി അത് നമ്മൾ എന്താ പറയാ? എക്സ്പ്രസ് കോൺട്രാക്ട്. ടാസിറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ബൈ ബിഹേവിയർ, ബൈ ഇംപ്ലൈഡ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്നുള്ള തന്നെയാണ് ടാസിറ്റ് കോൺട്രാക്ടിന് അർത്ഥം. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊപ്പോസൽ ഇസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ് ഓഫ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊപ്പോസൽ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ കോൺട്രാക്ട്. ഒരു പ്രൊപ്പോസൽ എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്? നമ്മൾ എപ്പോഴാണ് ഒരു പ്രൊപ്പോസലിനെ കമ്മ്യൂണിക്കേറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത്? യെസ്, സോ ഇറ്റ് ഇസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ് ഓഫ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഇസ് മെയ്ഡ്. ആരുടെ അടുത്താണോ ആ ഒരു കാര്യം പ്രൊപ്പോസൽ കൊടുത്തത്, ആ ഒരു പ്രൊപ്പോസൽ പറഞ്ഞത്, അത് അയാളുടെ നോളജിൽ എത്തുമ്പോൾ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊപ്പോസൽ ഇസ് കംപ്ലീറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഇസ് മെയ്ഡ്. യെസ്, മൂവിങ് ഫോർവേഡ്. ടേം ഓഫ് ദി ഓഫർ മസ്റ്റ് ബി. ടേംസ് ഓഫ് ദി ഓഫർ. ഓഫറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ടേംസ് എങ്ങനെയായിരിക്കണം? ആംബിഗ്വസ്, അൺക്ലിയർ ആയിരിക്കണോ? അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിരിക്കണോ? അൺസർട്ടൺ ആയിരിക്കണോ? അല്ലെങ്കിൽ വേഗ് ആയിരിക്കണമോ? എങ്ങനെയായിരിക്കണം ഒരു കോൺട്രാക്റ്റിൻ്റെ അകത്തുള്ള ഓഫർ എന്ന് പറയുന്നത്? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക. യെസ്, കറക്റ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി, ഡെഫിനിറ്റ് ആയിരിക്കണം. ടേംസ് ഓഫ് ദി കോൺട്രാക്ട് മസ്റ്റ് ബി ഡെഫിനിറ്റ്. യെസ്, റൈറ്റ്. അടുത്തത്. Now we are going to deal with counter offer. There is a counter offer when. എപ്പോഴാണ് കൗണ്ടർ ഓഫർ സംഭവിക്കുന്നത്? വെൻ ഓഫറി ഒരു കണ്ടീഷണൽ ആക്സെപ്റ്റ് നടക്കുമ്പോഴാണോ? അല്ലെങ്കിൽ ഓഫറി എന്തെങ്കിലും ഒരു ക്വയറി നടത്തുമ്പോഴാണോ? ഓഫറർ ഒരു പുതിയ ഓഫർ നടത്തുമ്പോഴാണോ? അല്ലെങ്കിൽ ഓഫറി ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണോ? യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, റൈറ്റ്ലി സെഡ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, റിയലി പ്രൗഡ് ഓഫ് യു ഓൾ. കാരണം നിങ്ങൾ കൃത്യമായിട്ട് ഇതുവരെയുള്ള എല്ലാം മിക്കതും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാവുന്നതാണ്. ആൻസർ ചെയ്യാത്തവർക്ക് ഒരു കുഴപ്പമില്ല. നമ്മളിവിടെ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതൊരു കറക്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ മിസ്റ്റേക്സിലൂടെ പഠിക്കുക. നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ അത് എഴുതി വെക്കുക. ദയവ് ചെയ്തിട്ട് ഇപ്പം തന്നെ അത് ചെയ്യുക. പിന്നീട് ഞാൻ ഒന്നും കൂടി കണ്ടിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വെക്കരുത്. അത് നിങ്ങൾക്ക് പിന്നീട് കുറേ ടൈം വെറുതെ പോയി പോകും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഓഫർ ഗിവ്സ് കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. ഓക്കെ, ഓഫർ ഗിവ്സ് കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ,
ഒരു എ എന്ന് പറയുന്ന വ്യക്തി 900 റുപ്പീസിന് ബിന് ഒരു 9000 റുപ്പീസിന് ബിന് ഒരു മൊബൈൽ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞു. ഓഫർ 9000. ദിസ് ഇസ് ഓഫർ, റൈറ്റ്? അപ്പൊ ബി പറഞ്ഞു നോ, 9000 കുറച്ച് അധികമാണ്. ഐ വിൽ ആക്സെപ്റ്റ് ഇഫ് ഇറ്റ് ഇസ് ഫോർ 8000 റുപ്പീസ്. 8000 റുപ്പീസിന് ഐ ആം ഗോയിങ് ടു ആക്സെപ്റ്റ്. സോ ദിസ് ഇസ് എ കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്, അതായത് 8000 ആണെങ്കിൽ ഐ ആം റെഡി ടു ആക്സെപ്റ്റ്. അപ്പോൾ ദിസ് ഇസ് കോൾഡ് കൗണ്ടർ ഓഫർ. ഓക്കെ, ഇനി 8000 എന്ന് പറഞ്ഞപ്പോൾ എ പറഞ്ഞ് നടക്കൂല എന്ന് പറഞ്ഞു. എ പറഞ്ഞ് 8000 നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ബി പറഞ്ഞു എന്നാ കുഴപ്പമില്ല, ഞാൻ 9000 തന്നെ റെഡിയാണ് എന്ന് പറഞ്ഞു. ഐ എം റെഡി ടു പേ ഗിവ് 9000. ഇവിടെ എ 9000 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 9000 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എ ഇനീഷ്യലി ഒരു ഓഫർ നടത്തി 9000, ബി ഒരു കൗണ്ടർ ഓഫർ നടത്തി 8000. ദ മൊമെന്റ് ബി ഒരു കൗണ്ടർ ഓഫർ നടത്തുന്നു, ദ ഒറിജിനൽ ഓഫർ എന്താവും? ക്യാൻസൽ ആവും. അവിടെ ഒറിജിനൽ ഓഫർ എന്താവും? എൻഡ് ആവും. അവിടെ പിന്നീട് ബിന് പറയാൻ പറ്റില്ല എന്നാ കുഴപ്പമില്ല, ഞാൻ 9000 തന്നെ വാങ്ങുന്നു, ഐ ആക്സെപ്റ്റ് ഫോർ 9000 എന്ന് ബിന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. കാരണം ബി ദ മൊമെന്റ് ബി കൗണ്ടർ ഓഫർ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഓഫർ എന്താവും? എക്സ്പയർ ആവും. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദാറ്റ്. നൗ ഗോയിങ് ഫോർവേഡ്, when the offers made by two persons to each other containing similar terms of bargain cross each other in post, they are known as. രണ്ട് സെയിം ടേംസ്, സിമിലർ ടേംസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നോളജ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അതിനെന്താ പറയുക? ദാറ്റ് ഇസ് നോട്ട് കൗണ്ടർ ഓഫർ. ശ്രദ്ധിക്കുക, ദാറ്റ് ഇസ് നോട്ട് കൗണ്ടർ ഓഫർ. അതെന്താണ്? ദാറ്റ് ഇസ് വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ദാറ്റ് ഇസ് ഓപ്ഷൻ എ, ക്രോസ് ഓഫർ. വെരി ഗുഡ്. ഓപ്ഷൻ എ ക്രോസ് ഓഫർ ആണ് അത് വരിക. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോസ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രണ്ടുപേരും നോളജ് ഇല്ലാതെ എന്ത് ചെയ്യുന്നു? രണ്ടുപേരും സെയിം ആയിട്ടുള്ള ഓഫർ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു. സെയിം ഓഫർ, സെയിം ടേംസ് ഓഫ് ദി ഓഫർ. അതിനാണ് നമ്മൾ ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. പ്ലീസ് റിമെമ്പർ ദിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ഫോർ റുപ്പീസ് 50,000. 50,000 രൂപയ്ക്ക് എ എന്ത് ചെയ്യുന്നു? ഓഫർ ചെയ്യുന്നു. ബി സേസ് ഹി വുഡ് ബൈ ഇറ്റ് ഫോർ 40,000. ഇതെന്താണ്? വെദർ ഇറ്റ് ഇസ് എ ക്രോസ് ഓഫർ, വെദർ ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ഓഫർ, വെദർ ഇറ്റ് ഇസ് എൻ എക്സ്പ്രസ് ഓഫർ, വെദർ ഇറ്റ് ഇസ് എൻ ഇംപ്ലൈഡ് ഓഫർ, ഓർ വെദർ ഇറ്റ് ഇസ് എ കൗണ്ടർ ഓഫർ. എന്താണ്? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, കൗണ്ടർ ഓഫർ ആണ്. കൗണ്ടർ ഓഫർ. യെസ്, മൂവിങ് ഫോർവേഡ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് ദ ഓഫർ കംസ് ടു ആൻ എൻഡ്? എപ്പോഴാണ് ഓഫർ എൻഡ് ആവുന്നത്? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ എപ്പോഴാണ് ഒരു ഓഫർ എൻഡ് ആവുന്നത്? ലാപ്സ് ഓഫ് ടൈമിൽ ഓഫർ ഉണ്ടാവുമോ? കൗണ്ടർ ഓഫറിൽ ഉണ്ടാവുമോ? ഡെത്ത് ഓഫ് ദി ഓഫറിൽ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഇതെല്ലാത്തിലും എൻഡ് ആവാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ, എല്ലാവരും ആൻസർ ചെയ്യുക. ദർ ആർ സോ മെനി പീപ്പിൾ ഹിയർ. നിങ്ങൾ വെറുതെ കാഴ്ചക്കാരായിട്ട് ഇരിക്കരുത്. പ്ലീസ് ആക്റ്റീവ്ലി പങ്കെടുക്കുക. ദാറ്റ് ഇസ് മൈ റിക്വസ്റ്റ്. യെസ്, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ലാപ്സ് ഓഫ് ടൈമിൽ വരാം, കൗണ്ടർ ഓഫറിൽ വരാം, ഡെത്ത് ഓഫറിൽ വരാം, ഓഫർ ആക്സെപ്റ്റൻസിൽ വരാം. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും ഇത് വരാവുന്നതാണ്. നെക്സ്റ്റ്, ദ സ്പെസിഫിക് ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ബൈ. ഒരു സ്പെസിഫിക് ഓഫർ ആർക്കാണ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുക? ഇനി ആർക്ക് വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരുടെ അടുത്താണോ ഈ ഓഫർ കൊടുത്തിരിക്കുന്നത് അയാൾക്ക് മാത്രമാണോ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക? അല്ലെങ്കിൽ ഓഫറിന്റെ ഏതെങ്കിലും ഫ്രണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഓഫറിയുടെ ഏതെങ്കിലും ഫ്രണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. യെസ്, ശ്രദ്ധിക്കുക, ദ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ചാടിക്കയറി ആൻസർ ചെയ്യാണ്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇസ് കറക്റ്റ്. യെസ്, സോ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആളോട് മാത്രം നടത്തുന്നതാണ്. സോ ദാറ്റ് ഇസ് ഓൺലി ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഇസ് മെയ്ഡ്. അവർക്ക് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, മൂവിങ് ഫോർവേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറൽ ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ബൈ. ജനറൽ ഓഫർ ആർക്കാണ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുക? ജനറൽ ഓഫർ ആർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും? യെസ്, ജനറൽ ഓഫർ ആർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? യെസ്, എല്ലാവരും പറഞ്ഞേ. സെൻഡിങ് എ കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് ആണോ? അല്ലെങ്കിൽ അത് കംപ്ലൈ ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ മെന്റൽ ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ മതിയോ? അല്ലെങ്കിൽ കൗണ്ടർ ഓഫർ ചെയ്താൽ മതിയോ? ശ്രദ്ധിക്കുക, ഇതിവിടെ ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളപ്പോൾ കാർലൈൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോളിന്റെ കേസ് ഓർക്കുക. അതായത് ഒരു പേപ്പർ ന്യൂസ് അഡ്വർടൈസ്മെന്റ് കൊടുത്തു, ഞങ്ങളുടെ ഈ ഒരു മരുന്ന് ഉപയോഗിച്ചാൽ, ഞങ്ങളുടെ ഈ ഒരു സ്മോക്ക് ബോൾസ്, ഞങ്ങളുടെ ഈ പറയുന്ന മരുന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ വരില്ല എന്ന് അഡ്വർടൈസ്മെന്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അഥവാ ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ വരികയാണെങ്കിൽ അത് ഞങ്ങൾ അവർക്ക് 100 പൗണ്ട് കൊടുക്കും എന്ന് പറഞ്ഞു. മിസ്സസ് കാർലൈൽ അത് വിശ്വസിച്ചും കൊണ്ട് എന്ത് ചെയ്തു? ഷീ കംപ്ലൈഡ് വിത്ത് ദ കണ്ടീഷൻസ് ആസ് മെൻഷൻഡ് ഇൻ ദ അഡ്വർടൈസ്മെന്റ്. ഷീ കംപ്ലൈഡ് വിത്ത് ദ കണ്ടീഷൻസ് ആസ് മെൻഷൻഡ് ഇൻ ദി ഓഫർ.
വിച്ച് ഇസ് ദി അഡ്വർടൈസ്മെന്റ്. അവർക്ക് എന്ത് പറ്റി? രോഗം പിടിപെട്ടു. ഇവരെന്ത് ചെയ്തു? സ്യൂ ചെയ്തു കമ്പനിക്കെതിരെ. കമ്പനി പറഞ്ഞു സോറി, അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഇവിടെ ഒരു ആക്സെപ്റ്റൻസ് ഇല്ല. പക്ഷേ കോടതി പറഞ്ഞു എന്ത്? ഇവിടെ ഒരു ജനറൽ ഓഫർ ആണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. സോ ജനറൽ ഓഫറിന് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ കംപ്ലയൻസ് മതി. നിങ്ങൾ ഓഫറിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒരു വ്യക്തി കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദെൻ അത് ഒരു ജനറൽ ഓഫറിനുള്ള ഒരു ആക്സെപ്റ്റൻസ് ആയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ കോടതി പറഞ്ഞത്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് complying with the conditions of offer. Yes, very good. Moving forward, the person making the offer is known as offerer or the promiser, and to whom it is made is known as. ആരുടെ അടുത്താണ് ഈ ഓഫർ നടത്തുന്നത്? ആരുടെ അടുത്താണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത്? ആ വ്യക്തിനെ പറയുന്ന പേരെന്താണ്? യെസ്, ആരുടെ അടുത്താണ് ഓഫർ മുന്നോട്ട് വെക്കുന്നത്? അയാളെ പറയുന്ന പേരെന്താണ്? യെസ്, ഓപ്ഷൻ ബി ആണ്, ഓഫറി ഓർ പ്രോമിസി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സോ ഫാർ നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്ത് കഴിഞ്ഞു. 50 ക്വസ്റ്റ്യൻസ് എല്ലാവരും ഓക്കെ ആണല്ലോ? എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ആർക്കും വെള്ളം കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വെള്ളം കുടിച്ച് വരിക. നമ്മൾ ഇനി മുന്നോട്ട് കണ്ടിന്യൂ ആയാലോ അല്ലേ? എല്ലാവരും റെഡി ആണല്ലോ? ഒരു ഇഷ്യൂ ഇല്ലല്ലോ ആർക്കും? നോ ഇഷ്യൂസ്. ക്യാൻ വി കണ്ടിന്യൂ? ബിക്കോസ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്കറിയാം വലിയൊരു ഏരിയ ആണ്. വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ. വി ആർ ഗോയിങ് ടു കവർ ഓൾ ദീസ് ഏരിയാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയകളും കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ആ ഒരു എനർജി കൃത്യമായിട്ട് ഉണ്ടാവണം. സ്ക്രീൻ ക്ലിയർ അല്ല എന്ന് ഇപ്പോഴും ഞാനിവിടെ കമൻറ്റിൽ കാണുന്നുണ്ട്. ആർക്കെങ്കിലും സ്ക്രീൻ ക്ലിയർ ആവാത്ത ഇഷ്യൂസ് ഉണ്ടോ? എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് പറയുക. എന്തെങ്കിലും ഉണ്ടോ പ്രശ്നം? ഇല്ല, നോ, പ്ലീസ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്ക്രീൻ ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് നെറ്റ്വർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്ന് നെറ്റ്വർക്ക് ശ്രദ്ധിക്കുക. ഒന്ന് പരസ്പരം നിങ്ങൾ ചാറ്റിൽ പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സഹായിക്കുക. റൈറ്റ്. സോ ക്യാൻ വി കണ്ടിന്യൂ? യെസ്, എല്ലാവർക്കും റെഡിയാണ്. വി ക്യാൻ കണ്ടിന്യൂ. എ കൺസിഡറേഷൻ മീൻസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലാറ്റിൻ ടേം ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലാറ്റിൻ ടേം എന്ന് പറയുന്നതാണ് ക്വിഡ് പ്രോ ക്വോ. സംതിങ് ഇൻ റിട്ടേൺ. സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, എ ബിനോട് പറയുന്നു ഐ ആം ഗോയിങ് ടു ഗിവ് യു എ ലാപ്ടോപ്പ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലാപ്ടോപ്പ് വിൽക്കാൻ വേണ്ടി റെഡിയാണ്. ഐ എം ഗോയിങ് ടു ഗിവ് യു എ ലാപ്ടോപ്പ്. അതിന് പകരം യു നീഡ് ടു ഗിവ് മീ 50,000 rupees. ഓക്കെ, 50,000 rupees. അപ്പോൾ എ എന്ത് ചെയ്യുന്നു? ലാപ്ടോപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായി സംതിങ് ഇൻ റിട്ടേൺ ഏന് എന്താണ് കിട്ടുന്നത്? എൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏന് കിട്ടുന്നത് 50,000 rupees ആണ്. ബീന് അവിടെ എന്താ കിട്ടുന്നത്? ബി 50,000 കൊടുക്കുമ്പോൾ സംതിങ് ഇൻ റിട്ടേൺ ബീന് കിട്ടുന്നത് ലാപ്ടോപ്പ് ആണ്. റൈറ്റ്. സോ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ക്വിഡ് പ്രോ ക്വോ. സോറി, ഓപ്ഷൻ സി ആണ്. ഞാൻ ഓപ്ഷൻ ബി എന്നാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ക്വിഡ് പ്രോ ക്വോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, സംതിങ് ഇൻ റിട്ടേൺ. ശ്രദ്ധിക്കുക, ഓപ്ഷൻ സി. താങ്ക് യു. എല്ലാവരും അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ എൻ്റെ ഫോക്കസ് ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. സംതിങ് ഇൻ റിട്ടേൺ. യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തത് സംതിങ് ഇൻ റിട്ടേൺ. മുന്നോട്ട് പോവുകയാണ്. അടുത്തത് യെസ്, ഇവിടെ ഹോമോസേപ്പിയൻ കറക്റ്റായിട്ട് അവിടെ എല്ലാവർക്കും ഇത് തരുന്നുണ്ട് അല്ലേ? ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നെല്ലാം കൃത്യമായിട്ട് ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ക്ലാരിറ്റി ഇല്ലാത്തവർ ആ ഒരു കമൻറ്റ് ശ്രദ്ധിക്കുക. യെസ്, മുന്നോട്ട്. അടുത്തത് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഇസ് കോൾഡ്. An agreement plus enforceability is called what? Agreement and enforceability എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എഗ്രിമെന്റ് when it is enforceable it becomes a contract. ഓപ്ഷൻ ഡി ആണ്. എഗ്രിമെന്റ് when enforceable becomes a contract. വെരി ഗുഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതിന്റെ എല്ലാം സ്റ്റെപ്പുകൾ പഠിക്കാൻ പോവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ, ഈ ഒരു ഒറ്റ സ്ലൈഡിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഫ്രം ദ പ്രപ്പോസൽ സ്റ്റേജ്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, what is the first stage? What is the initial stage in a contract എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയേണ്ട ഉത്തരം പ്രൊപ്പോസൽ ഓർ ഓഫർ ആണ്. ഓഫർ ഇസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ്. ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ഇസ് ഈക്വൽ ടു പ്രോമിസ്. പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ ഇസ് ഈക്വൽ ടു ആൻ എഗ്രിമെന്റ്. എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഇസ് ഈക്വൽ ടു എ കോൺട്രാക്ട്. അപ്പം ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇതാരും തെറ്റിക്കരുത്. ഇത് വളരെ ക്രൂഷ്യലാണ്. എല്ലാവരും ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് ശ്രദ്ധിക്കുക. യെസ്, മുന്നോട്ട് പോകുന്നു. ഗുഡ്സ് ഡിസ്പ്ലേഡ് ഇൻ എ ഷോപ്പ് വിത്ത് എ പ്രൈസ് ടാഗ് ഇസ് ആൻ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നു. സാധനം വാങ്ങുമ്പം
അവിടെ ഒരു പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? വെദർ ഇറ്റ് ഇസ് an offer or whether it is an invitation to offer or it is a counter offer or none of the above. So the correct answer ഇവിടെ പറയുന്നത് എന്താണ്? ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. നിങ്ങളാണ് അവിടെ ഓഫർ കൊടുക്കുന്നത്, റൈറ്റ്? അവിടെ എന്ത് ചെയ്യാണ്? they are only inviting you to make an offer. they can refuse to sell you that thing. അവർക്ക് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. ആ സാധനം എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമേ ഉള്ളൂ. യു ആർ മേക്കിംഗ് ദി ഓഫർ. നിങ്ങൾ പറയാണ് ഐ ആം റെഡി ടു പേ ദിസ് മച്ച് എമൗണ്ട്, വാട്ട് എവർ എമൗണ്ട് ഇസ് റിട്ടേൺ ഓൺ ദി ടാഗ്, ഐ ആം റെഡി ടു പേ, പ്ലീസ് ഗീവ് മീ ദിസ് തിങ്. ഇനി അവരാണ്, സൂപ്പർ മാർക്കറ്റിലെ ഓണറാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു അവിടെയുള്ള ആളാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് വെദർ ഇത് കൊടുക്കണോ കൊടുക്കേണ്ടതെന്നുള്ളത്, റൈറ്റ്? സോ ശ്രദ്ധിക്കുക. സോ ദിസ് ഇസ് ഇൻവിറ്റേഷൻ ടു ഓഫർ, ഓപ്ഷൻ ബി, റൈറ്റ്? മുന്നോട്ട് പോകുന്നു. കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊപ്പോസൽ ഇസ് കംപ്ലീറ്റ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊപ്പോസൽ ഇസ് കംപ്ലീറ്റ്. എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? when it is put in, comes to the knowledge of the person to whom it is made. Okay, right? when it comes to the knowledge, നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. മുന്നോട്ട് പോകാം. ഇനി അടുത്തത്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി പ്രൊപ്പോസർ. ഇത് ശ്രദ്ധിക്കണം. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി പ്രൊപ്പോസർ. പ്രൊപ്പോസറിന് അഗെയിൻസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ദ മൊമെന്റ് ഈ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ലെറ്റർ ബോക്സിൽ പോയിട്ട് ലെറ്റർ ഇടുന്ന മൊമെന്റിൽ തന്നെ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി പ്രൊപ്പോസർ. കാരണം ഇനി എന്താണ്? ഈ ആക്സെപ്റ്ററിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ പ്രൊപ്പോസറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എവിടെ കംപ്ലീറ്റ് ആയി? വെൻ ഇറ്റ് ഇസ് പുട്ട് ഇൻ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ സോ ആസ് ടു ബി ഔട്ട് ഓഫ് ദി പവർ ഓഫ് ദി ആക്സെപ്റ്റർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിക്കുക. ആസ് അഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആസ് അഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? ഇവിടെ ശ്രദ്ധിക്കണം. ദ കറക്റ്റ് ആൻസർ എപ്പോഴാണ്? ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ, യെസ്, എവിടെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. യെസ്, ആൻസർ ഓപ്ഷൻ എ. വെരി ഗുഡ്, ഓപ്ഷൻ എ. when it comes to the knowledge of the proposer. okay, പ്രൊപ്പോസറിന്റെ നോളജിൽ എത്തുമ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആസ് അഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ കംപ്ലീറ്റ് ആവുക. പ്ലീസ് റിമെമ്പർ ദാറ്റ്. അപ്പം പ്രൊപ്പോസറിന്റെ നോളജിലോട്ട് ആ ആക്സെപ്റ്റൻസ് എത്തുന്നതിന് മുന്നേ വരെ ആർക്ക് ടൈം ഉണ്ട്? ആക്സെപ്റ്ററിന് ആ ഒരു ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ട്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. ആക്സെപ്റ്റൻസ് ടു ബി എ വാലിഡ്, ആക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? അത് ആബ്സല്യൂട്ട് ആവണോ? അത് അൺക്വാളിഫൈഡ് ആവണോ? അല്ലെങ്കിൽ അത് ആബ്സല്യൂട്ടും അൺക്വാളിഫൈഡും ആവണോ? അല്ലെങ്കിൽ അത് കണ്ടീഷണൽ ആവണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ആക്സെപ്റ്റൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷണൽ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞെങ്കിൽ അത് കൗണ്ടർ ഓഫർ ആയി പോകും, അല്ലേ? അത് കൗണ്ടർ ഓഫർ ആവും. സോ അതാവാൻ പാടില്ല. ആൻഡ് അതെന്തായിരിക്കും? അത് എങ്ങനെയായിരിക്കണം? ആബ്സല്യൂട്ട് ആയിരിക്കണം. അത് റൈറ്റ്, ആബ്സല്യൂട്ടും ആയിരിക്കണം. So the correct answer here is option C, both absolute and unqualified. Unqualifiedum absoluteum ആയിരിക്കണം. both be absolute and unqualified. unqualified അർത്ഥം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? കണ്ടീഷൻസ് ഒന്നും വെക്കാൻ പാടില്ല. കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആയിരിക്കണം ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ്, റൈറ്റ്? യെസ്, പ്ലീസ് റിപ്പീറ്റ്. യെസ്, ആക്സെപ്റ്റൻസ് ടു ബി വാലിഡ് മസ്റ്റ് ബി. ആക്സെപ്റ്റൻസ് അത് വാലിഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ആക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആബ്സല്യൂട്ട് ആയിരിക്കണം. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ കണ്ടീഷൻ ഒന്നും വെക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ 9,000 rupees മൊബൈൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഓഫർ നടത്തി 9,000 rupees മൊബൈൽ തരാം. ബി എന്ത് ചെയ്യണം? ബി ഷുഡ് ആക്സെപ്റ്റ് ഇറ്റ്. ബീന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബി എന്ത് ചെയ്യണം? ഓക്കെ, 9,000 ഫൈൻ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ ബി ഇപ്പൊ പറയാണ് 9,000 പറ്റില്ല, 8,500 പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഇസ് എ കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. കണ്ടീഷണൽ ആക്സെപ്റ്റൻസ് എന്താണ്? ഒരിക്കലും ഇറ്റ് ഇസ് നോട്ട് ആൻ ആക്സെപ്റ്റൻസ്. കണ്ടീഷണൽ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ കൗണ്ടർ ഓഫർ. ഓക്കെ, സോ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ബിക്കംസ് എ കൗണ്ടർ, റൈറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ. എ കോൺട്രാക്ട് വിത്ത് ഓർ ബൈ എ മൈനർ ഇസ് കോൾഡ്. എ കോൺട്രാക്ട് വിത്ത് ഓർ ബൈ എ മൈനർ ഇസ് കോൾഡ്. എ കോൺട്രാക്ട് വിത്ത് ഓർ ബൈ എ മൈനർ ഇസ് കോൾഡ്. മൈനറുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ അതും വിത്ത് എ മൈനർ ഓർ ബൈ എ മൈനർ എന്താണ്? കറക്റ്റ് ആൻസേഴ്സ് വോയിഡ് ആണ്. വോയിഡ് കോൺട്രാക്ട് ആണ്. നമ്മൾ വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയും. മൈനറുമായിട്ടുള്ള ഒരു കോൺട്രാക്ടിന് എന്താ പറയുക? വോയിഡ് അബ് ഇനീഷ്യോ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അത് ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ്സെൽഫ് ദാറ്റ് കോൺട്രാക്ട് ഈസ്
void എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ റൈറ്റ്. മൂവിങ് ഫോർവേഡ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where both the parties are under a mistake as to the matter of fact. രണ്ട് പാർട്ടീസും മാറ്റർ ഓഫ് ഫാക്ട്, ആ ഒരു മാറ്റർ ഓഫ് ഫാക്ട്, ഒരു കാര്യത്തിന് മുകളിൽ രണ്ടു പേർക്കും തെറ്റുപറ്റി. അപ്പം സെക്ഷൻ 20 പ്രകാരം വോയിഡ് ആണോ, വാലിഡ് ആണോ, വോയിഡബിൾ ആണോ, ഇല്ലീഗൽ ആണോ, എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശ്രദ്ധിക്കുക, എ ആൻഡ് ബി. എ പറയുന്നു ഞാൻ എൻ്റെ കുതിരേനെ തരാൻ വേണ്ടിയിട്ട് ഐ ആം റെഡി. ഓക്കെ. ബി പറഞ്ഞു ഓക്കെ താങ്ക് യു, എനിക്ക് കുതിരേനെ വാങ്ങാൻ താല്പര്യമുണ്ട്, ഓക്കെ റെഡി ഫൈൻ. പക്ഷേ എയും ബിയും ഈ പറയുന്ന കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് ദ ഹോഴ്സ് വാസ് ഓൾറെഡി ഡെഡ്. ദ ഹോഴ്സ് വാസ് ഓൾറെഡി ഡെഡ്. കുതിര മരിച്ചു പോയിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ടായിരുന്നു. എയും ബിക്കും അറിയില്ലായിരുന്നു ഈ കാര്യം. സോ ബോത്ത് വെർ അണ്ടർ എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. അല്ലെ, എന്താണ് ഇവിടെ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്? കുതിര ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്, ഒരു മിസ്റ്റേക്കിന്റെ പുറത്താണ് ഈ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തിരിക്കുന്നത്. സോ രണ്ട് ഭാഗത്തും തെറ്റുണ്ട്, രണ്ട് ഭാഗത്താർക്കും മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ബി ആണ്, വോയിഡ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, മൂവിങ് ഫോർവേഡ്. വേർ വൺ ഓഫ് ദി പാർട്ടീസ് ഇസ് അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു ദ മാറ്റർ ഓഫ് ഫാക്ട് ഓഫ് ദി കോൺട്രാക്ട്. ഇതിനകത്ത് ഒരു പാർട്ടി മാത്രമാണ് അണ്ടർ എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, മറ്റേ പാർട്ടിക്ക് കൃത്യമാണ്, മറ്റേ പാർട്ടിക്ക് കൃത്യമാണ്. ഓക്കെ, യെസ് യെസ്. ഒരു കുറച്ച് ആൾക്കാർ, ഞാൻ ഈ ഒരു ആൻസറും കൂടി പറഞ്ഞിട്ട് പറയാം. വൺ ഓഫ് ദി പാർട്ടി ഇസ് അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു ദ മാറ്റർ ഓഫ് ഫാക്ട് ഇസ് എ കോൺട്രാക്ട്. ഒരു പാർട്ടിക്ക് മാത്രം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? വോയിഡബിൾ അല്ല. പ്ലീസ് തെറ്റിക്കരുത്, വോയിഡബിൾ അല്ല. ഒരു പാർട്ടിക്ക് മാത്രമേ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളൂ, മറ്റേ പാർട്ടിക്ക് അത് കറക്റ്റാണ്. അത് മറ്റേ പാർട്ടിയുടെ തെറ്റൊന്നുമില്ല, മറ്റേ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല, മറ്റേ ഫാക്ട് ഇസ് ട്രൂ. പക്ഷെ ഒരു പാർട്ടി തെറ്റിദ്ധരിച്ചു, വാലിഡ് ആണ്. ഓക്കെ, വാലിഡ് ആണ് വരുന്നത്. 22-ലാണ് വരിക, 22-ലാണ് വരിക, വാലിഡ് ആണ്. ഒരു പാർട്ടിക്ക് തെറ്റുപറ്റുകയാണെങ്കിൽ വാലിഡ് ആണ്, രണ്ട് പാർട്ടിക്കും തെറ്റുപറ്റുകയാണെങ്കിൽ ഇറ്റ് ഇസ് വോയിഡ്. ഓക്കെ, അത് ഓർക്കുക, അത് തെറ്റിക്കരുത്. ഇനി ചിലവർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വോയിഡും വോയിഡബിളും തമ്മിലുള്ള വ്യത്യാസം. വോയിഡും വോയിഡബിളും തമ്മിലുള്ള വ്യത്യാസം. വോയിഡ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ കോൺട്രാക്ട് ഇല്ല, അവിടെ കോൺട്രാക്ട് ഇല്ല. ആ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം അവിടെ ഇല്ല. ദർ ഇസ് നോ വാല്യൂ ഓർ ദർ ഇസ് നോ കോൺട്രാക്ട്. അതാണ് വോയിഡിന്റെ അർത്ഥം, ദർ ഇസ് നോ കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്ക് വഴി ആണ് കൺസെന്റ് എങ്കിൽ, ഒരു ഫ്രീ കൺസെന്റ് മിസ്റ്റേക്ക് വഴിയാണ് ലഭിച്ചിരിക്കുന്നെങ്കിൽ വോയിഡ് ആണ് വരിക. മിസ്റ്റേക്ക് വഴിയാണ് ലഭിച്ചിരിക്കുന്നെങ്കിൽ അത് വോയിഡ് ആണ് വരിക. ഇനി ഫ്രീ കൺസെന്റ് ഇവിടെ പറയുന്ന കോഷൻ, അതേപോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, കോഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെന്റേഷൻ. ഓക്കെ, മിസ്റെപ്രസെന്റേഷൻ, കോഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെന്റേഷൻ. ഈ പറയുന്ന കാര്യങ്ങൾ ആണെങ്കിൽ അത് വോയിഡബിൾ ആണ്, മറ്റേത് വോയിഡ് ആണ്. ഓക്കെ, വോയിഡ്. ക്ലിയർ? യെസ്, ഇത് ക്ലിയർ ആണല്ലോ. ഇവിടെ ഞാൻ സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ ആർക്കെങ്കിലും? എല്ലാവരും സ്ക്രീൻ ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? യെസ്, സ്ക്രീൻ ക്ലിയർ ആണ്. ഓക്കെ, സ്ക്രീൻ ക്ലിയർ ആണ്. ഓക്കെ, ഇല്ലീഗൽ എന്ന് പറയുന്നതിൽ വേറൊരു പ്രശ്നമില്ല. ഇല്ലീഗൽ നിങ്ങൾ എന്താണ്, ഇപ്പോൾ ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ മർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അഗ്രിമെന്റ് ഫോം ചെയ്തു. മർഡർ ചെയ്യാൻ, അതെന്താണ്? ഇല്ലീഗലാണ് അല്ലേ? ഇല്ലീഗൽ മർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അഗ്രിമെന്റ് ഫോം ചെയ്തു. സോ അതെന്താണ്? ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിനെ ഒരു ഇല്ലീഗൽ അഗ്രിമെന്റ് പറയും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. യെസ്. വോയിഡബിൾ. ഇനി ലെറ്റ്സ് സേ വാട്ട് ഇസ് വോയിഡബിൾ. ഡിഫറൻസ് എന്താണെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, വോയിഡ് എവിടെയാണ് വരിക, വോയിഡബിൾ എവിടെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. വോയിഡബിൾ എവിടെയാണ് വരിക? വോയിഡബിൾ എന്ന് പറയുന്നത് ഫ്രീ കൺസെന്റ്, കോയഷൻ, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് കൺസെന്റ് നേടിയെങ്കിൽ ദാറ്റ് ഇസ് വോയിഡബിൾ. വോയിഡബിളിന്റെ അർത്ഥം എന്ന് പറഞ്ഞെങ്കിൽ ആരുടെ കൺസെന്റ് ആണോ ആ പറഞ്ഞ രീതിയിൽ നേടിയത്, ആ വ്യക്തിക്ക് തീരുമാനിക്കാം കോൺട്രാക്ട് ആയിട്ട് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ആക്കണോ. അപ്പൊ അവിടെ അയാളുടെ കയ്യിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, കോൺട്രാക്ട് വോയിഡ് ആക്കാൻ. വേണമെങ്കിൽ അയാൾക്ക് കോൺട്രാക്ട് വോയിഡ് ആക്കാം, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. യെസ്, വെരി ഗുഡ്. അറ്റ് ദ ഓപ്ഷൻ, ഹസ്ന സുൽഫിക്കർ പറയുന്നുണ്ട്, അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓഫ് ദി പാർട്ടി എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺട്രാക്ടിന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വോയിഡ് ആക്കാൻ അല്ലെങ്കിൽ വോയിഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് വോയിഡ് ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത്, കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട്സ് ആർ അൺലോഫുൾ വേർ ഇറ്റ് ഇസ്. കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട് എപ്പോഴാണ് ആർ അൺലോഫുൾ, എപ്പോഴാണ്, ഏത് സ്ഥിതിയിലാണ്? ഫോർബിഡൻ ബൈ ലോ ആണോ, അല്ലെങ്കിൽ എനി ലോ വിച്ച് ഇസ് ഫ്രോഡുലന്റ് ആണോ, ഇമ്മോറൽ, അഗേൻസ്റ്റ് പബ്ലിക് പോളിസി ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? എല്ലാവരും ആൻസർ ചെയ്യട്ടെ. നിങ്ങൾ എല്ലാവരും തളർന്നു പോയോ? എനർജി എവിടെ? എനർജി തളർന്നു പോയോ എല്ലാവരും? യെസ്, യെസ്, റൈറ്റ്, വെരി ഗുഡ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ് ആണ്. ഓൾ ഓഫ് ദി അബവ്, ഓൾ ഓഫ് ദി അബവ്. യെസ്,
ഓക്കെ, അടുത്തത് ഇഫ് ഓൺലി എ പാർട്ട് ഓഫ് ദി കൺസിഡറേഷൻ ഓർ ഒബ്ജക്ട് ഇസ് അൺലോഫുൾ ദ കോൺട്രാക്ട് അണ്ടർ സെക്ഷൻ 24 ഷാൽ ബി. ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ദി കോൺട്രാക്ട് ആണ് അൺലോഫുൾ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് എന്താണ് സംഭവിക്കുക? വാലിഡ് ആണോ, വോയിഡബിൾ ആണോ, വോയിഡ് ആണോ, ഇല്ലീഗൽ ആണോ? ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം ഒരു അൺലോഫുൾ ആണ്. അൺലോഫുൾ വോയിഡ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. കൺസിഡറേഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്യോർലി ലോഫുൾ ആയിരിക്കണം. അല്ലാണ്ട് പാർട്ട്ലി എന്നൊന്നും അങ്ങനത്തെ ഒരു കാര്യമില്ല. പാർട്ട്ലി നല്ല കാര്യം, പാർട്ട്ലി ചീത്ത കാര്യം എന്നുള്ള പരിപാടി ഒന്നുമില്ല. വോയിഡ് ആണ്. ഓക്കെ, സെക്ഷൻ 24. യെസ്, അടുത്തത് കൺസെന്റ് അണ്ടർ സെക്ഷൻ 13 മീൻസ്. കൺസെന്റ് അണ്ടർ സെക്ഷൻ 13 മീൻസ് അഗ്രീയിങ് ഓൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് ആണോ? അഗ്രീയിങ് ഓൺ ദ സെയിം തിങ് അറ്റ് ദ സെയിം ടൈം ആണോ? അഗ്രീയിങ് ഓൺ ദ സെയിം അറ്റ് ഡിഫറെന്റ് ടൈം ആണോ? അഗ്രീയിങ് ഓൺ ദ ഡിഫറെന്റ് തിങ്സ് അറ്റ് ഡിഫറെന്റ് ടൈംസ് ആണോ? കൺസെന്റ് എന്ന് പറയുന്ന സെക്ഷൻ 13 പ്രകാരം പറയുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ആണ്, അഗ്രീയിങ് ഓൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് ആണ്. ഓക്കെ, റൈറ്റ്. യെസ്, മുന്നോട്ട് പോകുന്നു. എല്ലാവരും ആൻസർ ചെയ്തു. ഓപ്ഷൻ എ മുന്നോട്ട് പോകുന്നു. അടുത്തത് അഗ്രിമെന്റ്സ് ദ മീനിങ് ഓഫ് വിച്ച് ഇസ് നോട്ട് സർട്ടൻ ഓർ കേപ്പബിൾ ഓഫ് ബീങ് മെയ്ഡ് സർട്ടൻ. സർട്ടൻ അല്ലാത്ത അഗ്രിമെന്റ്സിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. വോയിഡബിൾ ആവുമോ, ഇല്ലീഗൽ ആവുമോ, വാലിഡ് ആവുമോ, അല്ലെങ്കിൽ വോയിഡ് ആണോ? എന്താണ്? യെസ്, വോയിഡ്, വോയിഡബിൾ, ഇല്ലീഗൽ, വാലിഡ്. So the correct answer is void. Option 29 പ്രകാരം it is void. Okay, void. Yes, മുന്നോട്ട് പോകുന്നു. An agreement by way of wager under section 30. Wagering agreements എന്താണ്? void ആണോ, valid ആണോ, voidable ആണോ, unenforceable ആണോ? The correct answer is void. ഒരു സംശയം വേണ്ട, wager എന്ന് പറഞ്ഞാൽ void തന്നെയാണ്. അടുത്തത് പക്ഷേ വേജറിന്റെ അകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഹോഴ്സ് റേസിംഗ് ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അതിനെന്ത് സംഭവിക്കും? വെദർ ഇറ്റ് ഇസ് വോയിഡ്, അൺലോഫുൾ, വോയിഡബിൾ, വാലിഡ്. പ്രൈസസ് ഫോർ ഹോഴ്സ് റേസിംഗ് സെക്ഷൻ 30 നമ്മൾ പറഞ്ഞത് പ്യോർ ജനറലി വോയിഡ് ആണ്. പക്ഷേ പ്രൈസസ് ഫോർ ഹോഴ്സ് റേസിംഗ് എന്നുള്ള ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. അത് എന്താണ്? ദാറ്റ് ഇസ് വാലിഡ്. ഓക്കെ, ഓപ്ഷൻ ഡി വാലിഡ് ആണ് അത് വരിക. ഓപ്ഷൻ ഡി സെക്ഷൻ 13 അകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു എക്സെപ്ഷൻ ആണ് ഹോഴ്സ് റേസിംഗ് എന്ന് പറയുന്നത്, പ്രൈസസ് ഫോർ ഹോഴ്സ് റേസിംഗ്. ഓക്കെ, അടുത്തത് an agreement to do an impossible task in itself is under section 56. എന്താണ്? ഒരു ഇമ്പോസിബിൾ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എ ബീൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ പറക്കാം, ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്വയം ഒന്നും ഉപയോഗിക്കാതെ ഞാൻ സ്വയം പറക്കാൻ വേണ്ടി പോവും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50,000 rupees തരണം. എന്താണ്? ദിസ് ഇസ് വോയിഡ്. സെക്ഷൻ 56 അകത്താണ് ഇമ്പോസിബിൾ കോൺട്രാക്ട്സിനെ കുറിച്ച് പറയുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, മുന്നോട്ട് പോകുന്നു. അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇവിടെ എന്താണ്? എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് ക്യാൻ സ്യൂ, എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് കനോട്ട് സ്യൂ, എ സ്ട്രേഞ്ചർ ബട്ട് എ ബെനിഫിഷ്യറി അണ്ടർ ദ കോൺട്രാക്ട് കനോട്ട് സ്യൂ, കോൺട്രാക്ട് ക്യാൻ സ്യൂ, നൺ ഓഫ് ദി അബവ്. യെസ്, എന്താ പറ്റുക? സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് സ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ചോദ്യം. അത്രേ ഉള്ളൂ. സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ടിന് സ്യൂ ചെയ്യാൻ കഴിയുമോ? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൺസിഡറേഷൻ ക്യാൻ ബി മൂവ്ഡ് അറ്റ് ദി ഇൻസ്റ്റൻസ് ഓഫ് എനി അതർ പാർട്ടി. പുറത്തുള്ള സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ഓക്കെയാണ്, പക്ഷേ സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്ട് ഒരിക്കലും സംഭവിക്കില്ല. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. യെസ്, വെരി ഗുഡ്. യെസ്, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക. എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് കൻ നോട്ട് സ്യൂ എന്നുള്ളതാണ് ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. പ്ലീസ് റിമെമ്പർ ദാറ്റ്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. യെസ്, അടുത്തത് നോവേഷൻ ഓഫ് എ കോൺട്രാക്ട് മീൻസ്. നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോവേഷൻ ഓഫ് എ കോൺട്രാക്ട് മീൻസ് റിന്യൂവൽ ഓഫ് ദി ഒറിജിനൽ കോൺട്രാക്ട് ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ഇൻ പ്ലേസ് ഓഫ് ഒറിജിനൽ കോൺട്രാക്ട് ആണോ, ക്യാൻസലേഷൻ ഓഫ് എ കോൺട്രാക്ട് ആണോ, ഓൾട്രേഷൻ ഓഫ് എ കോൺട്രാക്ട് ആണോ? നോവേഷൻ ഓഫ് എ കോൺട്രാക്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോവേഷൻ, ന്യൂ എന്നാണ് അർത്ഥം വരുന്നത്. ന്യൂ കോൺട്രാക്ട് അല്ലെ, പുതിയ കോൺട്രാക്ട്, പഴയതിന് പകരം പുതിയ ഒരു കോൺട്രാക്ട് വരികയാണ് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ഇൻ പ്ലേസ് ഓഫ് ഒറിജിനൽ കോൺട്രാക്ട്. നോവേഷൻ ഓഫ് എ കോൺട്രാക്ട്. റെസിഷൻ ഓഫ് എ കോൺട്രാക്ട്. എന്താണ് റെസെൻഡിങ് എ കോൺട്രാക്ടിന്റെ അർത്ഥം? ഒരു കോൺട്രാക്ട് റെസെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരിക? ടു റെസെൻഡ് എ കോൺട്രാക്ട് മീൻസ് വാട്ട്? റെസിഷൻ. റിന്യൂവൽ ആണോ, ക്യാൻസലേഷൻ ആണോ, ഓൾട്രേഷൻ ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് ക്യാൻസലേഷൻ ഓഫ് എ കോൺട്രാക്ട്. ഓപ്ഷൻ ബി, ക്യാൻസലേഷൻ ഓഫ് എ കോൺട്രാക്ട് ആണ് വരുന്നത്. മൂവിംഗ് ഫോർവേഡ്, ക്ലെയിം ഫോർ നെസസിറ്റീസ് ഓഫ് ലൈഫ് സപ്ലൈ ടു എ മൈനർ അണ്ടർ സെക്ഷൻ 68. എന്താണ്? ആ ഒരു ക്ലെയിംസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഒരു മൈനറിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, പക്ഷേ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആ മൈനറിന്റെ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ, ആ മൈനറിന് വേണ്ടിയിട്ടുള്ള നെസസറി കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു കോൺട്രാക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാൻ ഇറ്റ് ബി എൻഫോഴ്സ്ഡ്? എൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം എൻഫോഴ്സ് ചെയ്യാൻ കഴിയുക? എല്ലാവരും ആൻസർ ചെയ്യുക. യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. ക്യാൻ ബി എൻഫോഴ്സ്ഡ് അഗെയിൻസ്റ്റ് ദ മൈനേഴ്സ് പ്രോപ്പർട്ടി ഓർ എസ്റ്റേറ്റ്. ഓക്കെ, അടുത്തത് മൈനേഴ്സ് എഗ്രിമെന്റ്. മൈനേഴ്സ് എഗ്രിമെന്റ് എന്താണ്? വെദർ ഇറ്റ് ഇസ് വോയിഡ് അബ് ഇനിഷ്യോ ആൻഡ് cannot be ratified ആണോ, ക്യാൻ ബി റാറ്റിഫൈഡ് ബൈ ദ മൈനർ ഡ്യൂറിങ് മൈനോറിറ്റി ആണോ, അല്ലെങ്കിൽ മെജോറിറ്റി എത്തുമ്പോൾ റാറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് സി ആണോ? എല്ലാവർക്കും അറിയാം ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതാണ് മൈനേഴ്സിന്റെ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഉണ്ടാക്കിയ കോൺട്രാക്ട് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് അതില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മേജർ ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റൈറ്റ്. അടുത്തത് ദ ഡാമേജസ് അണ്ടർ സെക്ഷൻ 73 പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഡാമേജസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. ലിക്വിഡേറ്റഡ് ആണോ, കോമ്പൻസേറ്ററി ആണോ, പീനൽ ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഡാമേജസ് അണ്ടർ സെക്ഷൻ 73 എല്ലാവരും ചിലപ്പോൾ ലിക്വിഡേറ്റഡ് എന്ന് പറയുമായിരിക്കും, പക്ഷെ ലിക്വിഡേറ്റഡ് അല്ല. ലിക്വിഡേറ്റഡ് എന്ന് പറയുന്നതാണ് വെൻ ദ പാർട്ടീസ് ദംസെൽഫ് ഫിക്സ് ദ എമൗണ്ട്, അത് ലിക്വിഡേറ്റഡ് ആണ്. അപ്പൊ പിന്നെ കോൺട്രാക്ട് ആക്ടിൽ പറയേണ്ട കാര്യമില്ല എത്ര പൈസ കൊടുക്കണം എന്നുള്ളത്, അല്ലേ? അപ്പൊ സെക്ഷൻ 73ന്റെ അകത്ത് പറയുന്നത് കോമ്പൻസേറ്ററി നേച്ചറിലുള്ളതാണ്. കാരണം എന്താണ്, അവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് സംഭവിച്ചുകൊണ്ട് ആ പാർട്ടിക്ക് കൊടുക്കേണ്ട ഡാമേജസ് തന്നെയാണ് കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അതാണ് 73. അല്ലാതെ കോൺട്രാക്ടിനകത്ത് ഓൾറെഡി ലിക്വിഡേറ്റഡ് ആണ്, ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും, ഇന്ന ബ്രീച്ചിന് എങ്ങനെയാന്നുള്ളത്. പക്ഷെ അങ്ങനെ ടേംസും കണ്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങൾ വിചാരിക്കൂ. അങ്ങനെയാണ് ആവുമ്പോഴാണ് 73 എനാക്ട് ആവുക, 73 വരിക. 73 എന്താ പറയുന്നത്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വരികയാണെങ്കിൽ അവിടെ ഒരു കോമ്പൻസേറ്ററി എന്നുള്ള രീതിയിൽ സെക്ഷൻ 73 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 73 ഓപ്ഷൻ ബി. അടുത്തത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഹാസ് ബീൻ ഡിഫൈൻഡ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 126. വെരി ഗുഡ്. സെക്ഷൻ 126ലാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ കോൺട്രാക്ട് ആക്ടിനകത്തുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നൗ വി ആർ ഗോയിങ് ഫോർവേഡ് ടു ടോർട്ട്. എല്ലാവരും ഓക്കെ ആണോ? വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം എല്ലാവരും കുടിച്ചോളൂ, കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ഫുൾ എനർജിയോട് കൂടി തന്നെ ഉണ്ടാവണം. ഇനീഷ്യൽ ഉണ്ടായ അതേ എനർജി തന്നെ ഉണ്ടാവണം. ക്യാൻ വി മൂവ് ഫോർവേഡ്? നിങ്ങൾ ആൻസർ ചെയ്തതിന് മുന്നേ എൻ്റെ ചോദ്യത്തിന് ആൻസർ ചെയ്യുക. എല്ലാവരും പെർഫെക്റ്റ് ആണോ? ക്യാൻ വി മൂവ് ഫോർവേഡ്? എല്ലാവർക്കും ഓക്കെ ആണോ? നോ പ്രോബ്ലം ഇതുവരെ? റൈറ്റ്, യെസ്, വി ക്യാൻ മൂവ് ഫോർവേഡ്, വി ക്യാൻ കണ്ടിന്യൂ. റൈറ്റ്, എല്ലാവരും യെസ്, മുന്നോട്ട് പോവാം. യെസ്, ഓക്കെ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the word tort has been derived from Latin word. ഏത് ലാറ്റിൻ വേർഡിലാണ് ഈ പറയുന്ന ടേം വരുന്നത്? ടോർട്ടം എന്നുള്ളതാണ്. ടോർട്ടം, റൈറ്റ്, ടോർട്ടം എന്നുള്ളതാണ് വരുന്നത്. ഓപ്ഷൻ ബി, ടോർട്ടം. ഓക്കെ, ടോർട്ടം ആണ്. ടോർട്ടം നിങ്ങൾക്ക് അറിയാം ട്വിസ്റ്റഡ് എന്നുള്ളതാണ് വരുന്നത്. ട്വിസ്റ്റഡ് എന്നുള്ള ഒരു അർത്ഥമാണ് ടോർട്ടം എന്ന് വരുന്നത്. റൈറ്റ്, യെസ്, മുന്നോട്ട് പോവാം. അടുത്തത് ക്രുക്ഡ്, ട്വിസ്റ്റഡ്, യെസ്, എല്ലാം കറക്റ്റ്. ഫോളോയിങ് ആർ ദി ഗുഡ് ഡിഫൻസസ് ടു ആൻ ആക്ഷൻ ഇൻ ടോട്ട്സ്. ടോട്ട്സിൻ്റെ അകത്ത് ഈ പറയുന്നതെല്ലാം ഇറ്റ് ഇസ് എ ഗുഡ് ഡിഫൻസ്. ഏതാണ്? വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി ആണോ, സെൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറി ആണോ, വിസ് മേജർ ആണോ? ഇതിൻ്റെ അകത്ത് ടോട്ടിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് ഏതാണ്? അപ്പോൾ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി നിങ്ങൾക്ക് അറിയാം എന്താണ്, ടു ദ കൺസെൻറ്റിംഗ് ദർ ഇസ് നോ ഇഞ്ചുറി. സെൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചുറി എന്ന് പറഞ്ഞെങ്കിൽ ഓൾറെഡി നിങ്ങൾ നോളജോട് കൂടി ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് സെൻറ്റി. ഓക്കെ, വോളണ്ടറി എന്ന് പറഞ്ഞെങ്കിൽ യു ആർ വോളണ്ടറിലി എഗ്രീയിങ് ആൻഡ് യു നോ ഇറ്റ്. നിങ്ങൾക്ക് അറിയാം, നോളജ് അറിയാം. പക്ഷെ സെൻറ്റീൻ്റെ അകത്ത് യു ഡോണ്ട് ഹാവ് ദാറ്റ് നോളജ്. നിങ്ങൾക്ക് നോളജ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. റൈറ്റ്. വിസ് മേജറിൻ്റെ അകത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് ദ ആക്ട് ഓഫ് ഗോഡ്, വിസ് മേജർ. ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് എന്താണ്? വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയും വിസ് മേജറും ആണ് പ്രോപ്പർ ഡിഫൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എൻ ആക്ഷൻ ഇൻ ടോട്ട്സ്. ദെൻ മൂവിങ് ഫോർവേഡ്, യുബിജസ് ഇബി റെമഡിയം. യുബിജസ് ഇബി റെമഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? Ibijas ibi remedium. Option A. Yes, very good. Option A. Where there is a right, there is a remedy എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. Where there is a right, there is a remedy. അടുത്തത് ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ. വളരെ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ അനുശ്രീ മാം പഠിപ്പിച്ച കേസാണത്. ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ എക്സ്പ്ലെയിൻസ്. ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ എക്സ്പ്ലെയിൻസ്. ഇഞ്ചുറിയ സിനെ ഡാംനം ആണോ, ഡാംനം സിനെ ഇഞ്ചുറി ആണോ? എല്ലാവരും തെറ്റിക്കരുത്, ഇത് ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്. യെസ്,
ഡാംനം സിനെ ഇഞ്ചുറി ആണ്. ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. ഡാമേജ് വിത്തൗട്ട് എൻ ഇഞ്ചുറി ടു എ ലീഗൽ റൈറ്റ് ആണ്. റൈറ്റ് അല്ലേ? കാരണം എന്താണ്, ഒരു സ്കൂള് വേറെ സ്കൂൾ തൊട്ടടുത്ത സ്കൂളിൻ്റെ അടുത്ത് തന്നെ തുടർന്നു. ഈ പഴയ സ്കൂളിന് നഷ്ടം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവിടെ ലീഗൽ റൈറ്റ് ഒന്നും അവിടെ വയലേറ്റ് ആയിപ്പെട്ടിട്ടില്ല. അതിനാണ് ഗ്ലോസ്റ്റർ ഗ്രാമർ സ്കൂളിനുള്ള കേസ് പറയുന്നത്. റൈറ്റ്, മുന്നോട്ട് പോകുന്നു. നെസസിറ്റി ഈസ് അവൈലബിൾ ആസ് എ ഡിഫൻസ്. നെസസിറ്റി ഈസ് അവൈലബിൾ ആസ് എ ഡിഫൻസ്. നെസസിറ്റി ഇതിൻ്റെ അകത്ത് ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആൻസർ? വെൻ ഹാം ഇസ് കോസ്ഡ് ഇന്റൻഷ്യലി ടു പ്രിവെന്റ് എ സ്മോളർ ഈവൽ, വെൻ ഹാം ഇസ് കോസ്ഡ് ഇന്റൻഷ്യലി ടു പ്രിവെന്റ് എ ഗ്രേറ്റർ ഈവൽ, വെൻ ഈവൽ ഇസ് കോസ്ഡ് ഇന്റൻഷ്യലി ഓർ ടു പ്രിവെന്റ് നോ ഈവൽ, അല്ലെങ്കിൽ ഏതർ എ ഓർ ബി. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഒരു ഗ്രേറ്റർ ഈവൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹാം കോസ് ചെയ്യുന്നു ടോട്ടിൻ്റെ അകത്ത്. അതാണ് നെസസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. Which one of the following is not a libel? Please note, not. ഇതിൽ ഏതാണ് ലിബൽ അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ലിബൽ അല്ലാത്തത്. അപ്പോൾ ലിബൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ലിബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് വിച്ച് ഇസ് ഇൻ പെർമനന്റ് നേച്ചറിലുള്ളതാണ് ലിബൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മറ്റേതോ സ്ലാൻഡർ എന്ന് പറയുന്നത് എന്താണ്? സ്ലാൻഡറിന്റെ അകത്തുള്ള ഫസ്റ്റ് ലെറ്റർ എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്പോക്കൺ എന്നുള്ള അർത്ഥത്തിലാണ് സ്ലാൻഡർ വരുന്നത്, സ്പോക്കൺ ആയിട്ടുള്ള, അതായത് പെർമനന്റ് ഫോമിലല്ല. റൈറ്റ്. അപ്പോൾ ലിബൽ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു പെർമനന്റ് നേച്ചറിലാണ് സംതിങ് വിച്ച് ഇസ് നമുക്ക് എന്താ പറ്റും, കാണാൻ വേണ്ടി പറ്റുന്ന, വിഷ്വലി കാണാൻ പറ്റുന്നതിനാണ് ഒരു ലിബൽ എന്ന് പറയുന്നത്. സ്ലാൻഡർ എന്ന് പറയുന്നത് സ്പോക്കൺ ആയിട്ടുള്ള വേർഡ്സ് ആണ്. സോ ഇവിടെ ലിബൽ ഏതാണ് അല്ലാത്തത്? സൗണ്ടും ജെസ്റ്റേഴ്സും ആണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ജനറൽ റെമഡി ഇൻ ടോട്ട്സ്. ജനറൽ റെമഡി ഇൻ ടോട്ട് എന്താണ്? ജനറലി നമുക്ക് ടോട്ടിൻ്റെ അകത്ത്, നിങ്ങൾ എല്ലാവരും ക്ഷീണിച്ചു പോയോ? ഞാൻ ക്ഷീണിച്ചിട്ടില്ല. ഐ ആം കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങളുടെ ആൻസർ ഒന്നും വരുന്നില്ല. നിങ്ങളെല്ലാവരും ആൻസർ ചെയ്യുക. ദയവ് ചെയ്തിട്ട് ഇത് സിനിമയല്ല. നിങ്ങളെല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. യെസ്, ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓപ്ഷൻ സി, ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. ഓപ്ഷൻ സി ആണ് ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതല്ല. ഓക്കെ, മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതല്ല. അടുത്തത്, ലയബിലിറ്റി ഓഫ് ജോയിന്റ് ടോട്ട് ഫീസേഴ്സ്. ജോയിന്റ് ടോട്ട് ഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കുറേ നമ്മുടെ കോമൺ ഇന്റൻഷൻ പോലെ, ക്രൈമിൻ്റെ അകത്ത് നമ്മൾ കോമൺ ഇന്റൻഷൻ എന്ന് പറയും. പക്ഷേ ടോട്ടിൻ്റെ അകത്ത് നമ്മൾ ജോയിന്റ് ടോട്ട് ഫീസേഴ്സിനെ നമ്മൾ പറയുക കോമൺ ഡിസൈൻ എന്നാണ്. കോമൺ ഡിസൈൻ, ജോയിന്റ് ടോട്ട് ഫീസേഴ്സ് എന്താണ്? യെസ്, ദേ ആർ ജോയിന്റ് ആൻഡ് സെവറൽ. അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ജോയിന്റ് ആൻഡ് സെവറൽ ആണ്. ഓക്കെ, അടുത്തത്, ദ ടേം നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് മീൻസ്. നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്തിനെ ആണ് ഡിനോട്ട് ചെയ്യുന്നത്? റിമോട്ട്നെസ് ഓഫ് ഡാമേജ് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ? ഡയറക്റ്റ് ആൻഡ് റിമോട്ട് ആണോ? ഫോഴ്സിബിൾ ആണോ? ഡയറക്ട്നെസ് ഓഫ് ഡാമേജ് ആണോ? എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അറിയാം. പലരും മിക്സ്ഡ് റെസ്പോൺസ് ആണ്. ശ്രദ്ധിക്കുക, നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് എന്തുമായിട്ടാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി ഇവിടെ കറക്റ്റ് ആവുക? യെസ്, ഓപ്ഷൻ ബി. റിമോട്ട്നെസ് ഓഫ് ഡാമേജിനെ കുറിച്ചിട്ടാണ് നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചേരുക. ഓക്കെ, റിമോട്ട്നെസ് ഓഫ് ഡാമേജസ്. അടുത്തത്, റെസ്പോണ്ടിയറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റെസ്പോണ്ടിയറ്റ് സുപ്പീരിയർ, ഇവിടെ ഏതാണ് റെസ്പോണ്ടിയറ്റ് സുപ്പീരിയറിന് വരിക? മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി റെസ്പോണ്ടിയറ്റ് സുപ്പീരിയർ ഏതാണ് വരിക? എല്ലാവരും ആൻസർ ചെയ്യുക. എല്ലാവരും. 215 പേർ ഇപ്പോൾ ഉണ്ട്. കുറേ പേർ പോയി എന്ന് തോന്നുന്നു. കുറച്ച് ഇപ്പോഴും 215 പേർ ഇപ്പോഴും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് എല്ലാവരും ആൻസർ ചെയ്യുക. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഹി ഹു ഡസ് ആൻ ആക്ട് ത്രൂ ഇസ് നോട്ട് ഡീംഡ് ലോ നോട്ട് ടു ഡു ഇറ്റ് ഹിംസെൽഫ് ആണോ? അല്ലെങ്കിൽ ദ പ്രിൻസിപ്പൽ ഇസ് ലയബിൾ ഫോർ ഏജൻസ് ആക്ട് ആണോ? അല്ലെങ്കിൽ ദ ഏജന്റ് ഇസ് ലയബിൾ ഫോർ ദ പ്രിൻസിപ്പൽസ് ആക്ട് ആണോ? ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ദ പ്രിൻസിപ്പൽ ഇസ് ലയബിൾ ഫോർ ഏജൻസ് ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിം ക്യൂ ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സേ. ക്യൂ ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെ വരും? എ മാത്രമാണോ, ബി മാത്രമാണോ, സി മാത്രമാണോ, അല്ലെങ്കിൽ എയും സിയും വരുമോ എന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ എന്താണ്? He who does an act through another is deemed in law to do himself. അടുത്ത, vicarious liability. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ശ്രദ്ധിക്കുക, എല്ലാ ഓപ്ഷൻസും വായിച്ചിട്ട് ആൻസർ ചെയ്യുക. യെസ്, ആബ്സല്യൂട്ട്ലി. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. രണ്ടും വരുന്നുണ്ട്. എ അതായത് സിന്റെ എക്സ്പ്ലനേഷൻ ആണ് എ അല്ലേ? എയും സിയും വരുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി. നൗ മൂവിങ് ഫോർവേഡ്, ഒരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇതൊരു കേസും കൂടിയാണ്. എ റെയിൽവേ കമ്പനി വാസ് ഓത്തറൈസ്ഡ് ബൈ ലോ ടു റൺ റെയിൽവേ ട്രെയിൻസ് ഓൺ എ ട്രാക്കിലൂടെ ട്രെയിൻ ഓടിക്കുകയാണ്.
അപ്പോൾ ആ ട്രെയിൻ ആ ട്രാക്കിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്പാർക്ക്, എഞ്ചിനിൽ നിന്ന് സ്പാർക്ക് വന്നിട്ട് തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടി കത്തി നശിക്കുന്നു. ഇതിനകത്ത് ഈ പറയുന്ന ട്രെയിനിന് എടുക്കാൻ പറ്റുന്ന, ഈ പറയുന്ന അതോറിറ്റിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ഏതാണെന്നാണ് ചോദ്യം. ബെസ്റ്റ് ഡിഫൻസ് ഏതാണ്? ഇതിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ഏതാണ്? യെസ്, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആണ്. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. എ മാസ്റ്റർ ഇസ് ലയബിൾ ഫോർ ടോർട്ട് കമ്മിറ്റഡ് ബൈ എ സെർവന്റ് വെൻ ദ സെർവന്റ് ആക്ട്സ്. എപ്പോഴാണ് സെർവന്റിന്റെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആക്ടുകൾക്കാണ് മാസ്റ്റർ ലയബിൾ ആവുക എന്നുള്ളതാണ് ചോദ്യം. ഒരു സെർവന്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ആക്ടുകളിലാണ് ഒരു മാസ്റ്റർ ലയബിൾ ആവുക? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുക. ദ കറക്റ്റ് ആൻസർ ഇസ് ഇൻ ഡ്യൂ കോഴ്സ്, ഇൻ കോഴ്സ് ഓഫ് ഹിസ് എംപ്ലോയ്മെന്റ്. ആ വ്യക്തിയുടെ ഒരു എംപ്ലോയ്മെന്റ് ഇടയിലാണ് അവർക്ക് എന്ത് ചെയ്യുക, അത് ലയബിൾ ആവുക. യെസ്, മുന്നോട്ട് പോകുന്നു. ഇനി ഒരു മാച്ച് ദ ഫോളോയിങ്, ഒരു യുണീക്ക് ടൈപ്പ് സാധനമാണ്. നമ്മൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേസുകളാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക എന്ന് നിങ്ങൾ എല്ലാവരും പറയണം. യെസ്, ഡാംനെ സിനെ ഇഞ്ചൂറിയ നമ്മൾ എന്തായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഡാംനെ സിനെ ഇഞ്ചൂറിയ നമുക്ക് എന്തായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡാംനെ സിനെ ഇഞ്ചൂറിയ ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ. ആബ്സല്യൂട്ട് ലയബിലിറ്റി റയലൻസ്, ആബ്സല്യൂട്ട് ലയബിലിറ്റി ഏതാണ് വരിക? ആബ്സല്യൂട്ട് ലയബിലിറ്റിന്റെ എന്താണ് വരുന്നത്? റയലൻ വേഴ്സസ് ഫ്ലെച്ചറിന്റെ അതിലോട്ട് കൊണ്ടുവരാം. അടുത്തത് ഇഞ്ചൂറിയ സിനെ ഡാമനം, ആഷ്ബി വേഴ്സസ് വൈറ്റ്. Inevitable accident, Stanley versus Powell. So the correct answer is option C, A2, B4, C1 and D3. അടുത്തത്, 2 or more persons can be made joint tortfeasor if they have. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണിത്. ടോർട്ടിൻ്റെ അകത്ത് ജോയിന്റ് ടോർട്ട്ഫീസേഴ്സിന് കോമൺ ആയിട്ട് വരുന്ന കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോമൺ ഇന്റൻഷൻ എന്നാണ് പറയുക. സോറി, ഇറ്റ് ഇസ് കോമൺ ഇന്റൻഷൻ. ക്രൈമിൻ്റെ അകത്ത് പറയും, ടോർട്ടിൻ്റെ അകത്ത് കോമൺ ഡിസൈൻ എന്നാണ് നമ്മൾ പറയുക. കോമൺ ഡിസൈൻ. ഓക്കെ, റൈറ്റ്. മൂവിങ് ഫോർവേഡ്. അടുത്തത്, ദ റൂൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി. റൂൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്താണ് ഇതിനകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വരിക? ഇസ് വിത്തൗട്ട് എനി ലയബിലിറ്റി, ഹാസ് കോൺട്രിബ്യൂട്ടഡ് നെഗ്ലിജൻസ് ആസ് ഡിഫൻസ്, ഹാസ് ആക്ട് ഓഫ് ഗോഡ് ഓർ വിസ് മേജർ ആസ് എ ഡിഫൻസ്, അല്ലെങ്കിൽ ബോത്ത് ബി ആൻഡ് സി ആണ് വരിക. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? സ്ട്രിക്റ്റ് ലയബിലിറ്റിൻ്റെ അകത്ത് ഏതാ വരുന്നത്? യെസ്, ഓപ്ഷൻ ഏതാണ്? റൂൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റിന്റെ എക്സെപ്ഷൻ ഏതാണ് വരുന്നത്? കോൺട്രിബ്യൂട്ടഡ് നെഗ്ലിജൻസ് മാത്രമാണോ വരുന്നത്? വിസ് മേജർ ഇല്ലേ? ആക്ട് ഓഫ് ഗോഡ് ഇല്ലേ? ബി ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. രണ്ടും വരുന്നുണ്ട്. ബോത്ത് ബി ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നൗ ഇവിടെ ഇതിൻ്റെ അകത്ത് ഡെഫമേഷന് വേണ്ടി വരുന്ന പബ്ലിക്കേഷൻ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ഡെഫമേഷന് വരുന്ന പബ്ലിക്കേഷൻ ഇതിനകത്ത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക? എ ഡെഫമേറ്ററി ലെറ്റർ സെൻഡ് ടു ദ പ്ലെയിൻറ്റിഫ്, അതായത് ആരെ പറ്റിയിട്ടാണോ കുറ്റം പറയുന്നത് അയാൾ തന്നെ ആ കത്ത് വായിച്ചു നോക്കുകയാണ്. രണ്ടാമത്തത്, ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, വെറുതെ ഒരു കത്ത് എഴുതുകയാണ്, അത് എംപ്ലോയർ വെറുതെ വായിച്ചു നോക്കുകയാണ്, അതിൻ്റെ അകത്തൊന്നും എഴുതിയിട്ടില്ല. മൂന്നാമത്തത്, ഒരു ഡെഫമേറ്ററി മാറ്റർ ഒരു ഓപ്പൺ പോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ ടെലിഗ്രാമിൽ അയക്കുകയാണ്, അത് സി. ആൻഡ് ഓപ്ഷൻ ഡി പറഞ്ഞാൽ ഇതല്ല. ഇതിനകത്ത് ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി ഒരു ഡെഫമേറ്ററിന്റെ പബ്ലിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? ഓൾ ഓഫ് ദി എബവ് ഒരിക്കലും വരില്ല ഇവിടെ. ഒരിക്കലും ഓൾ ഓഫ് ദി എബവ് വരില്ല. ഇവിടെ എങ്ങനെ ഓൾ ഓഫ് ദി എബവ് വരിക? ഓൾ ഓഫ് ദി എബവ് ഇല്ല. കാരണം എന്താണ്? ഡെഫമേറ്ററി ലെറ്റർ സെൻഡ് ടു ദ പ്ലെയിൻറ്റിഫ് എന്താ? പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടിയാണ് അറിയേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ സി ആണ്. ഒരു ഡെഫമേറ്ററി മാറ്റർ എന്ത് ചെയ്യുന്നു? ഒരു ഓപ്പൺ പോസ്റ്റ് കാർഡിൻ്റെ അകത്ത് അയക്കുന്നു. സോ ദാറ്റ് ഇസ് സി, ഡെഫമേഷൻ അല്ലെ, സി പബ്ലിക്കേഷൻ. അടുത്തത്, നെഗ്ലിജൻസ് ഇസ് ഫെയിലിയർ ഇൻ ഡ്യൂട്ടി ടു ടേക്ക് കെയർ. ഇവിടെ ഡ്യൂട്ടി മീൻസ് എന്ത് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ആണ്? ഏതെങ്കിലും ഒരു ലീഗൽ ഡ്യൂട്ടി ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലീഗൽ ഡ്യൂട്ടി ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോറൽ ഡ്യൂട്ടി ആണോ, സോഷ്യൽ ഡ്യൂട്ടി ആണോ? എന്താണ് വരുന്നത്? നെഗ്ലിജൻസ് ഇസ് എ ഫെയിലിയർ ടു ടേക്ക് ഡ്യൂട്ടി ഓഫ് കെയർ. എന്താണ്? ലീഗൽ ഡ്യൂട്ടി ആണോ, അല്ലെങ്കിൽ സ്പെസിഫിക് ലീഗൽ ഡ്യൂട്ടി ആണോ, അല്ലെങ്കിൽ ലീഗൽ ഡ്യൂട്ടി മോറൽ ഡ്യൂട്ടിയും വരുമോ, അല്ലെങ്കിൽ ലീഗൽ ഡ്യൂട്ടി മാത്രം, അല്ലെങ്കിൽ സോഷ്യൽ ഡ്യൂട്ടി വരുമോ? എന്താണ്? മോറൽ ഡ്യൂട്ടി ഏത് സമയത്താണ് മോറൽ ഡ്യൂട്ടി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയത് ലോയില്? മോറൽ ഡ്യൂട്ടി ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. മോറൽ ഡ്യൂട്ടി, സോഷ്യൽ ഡ്യൂട്ടി ഒന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. പ്ലീസ് റിമെമ്പർ, ലോൻ്റെ അകത്ത് നമ്മൾ ലീഗൽ ഡ്യൂട്ടിനെ പറ്റി മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദ കറക്റ്റ് ആൻസർ ഇസ് എ സ്പെസിഫിക് ലീഗൽ ഡ്യൂട്ടി. വെറുതെ ഒരു ലീഗൽ ഡ്യൂട്ടി അല്ല, എ സ്പെസിഫിക്. ഈ പറയുന്ന വ്യക്തി ഈ രീതിയിൽ ഈ കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, അയാൾ പക്ഷെ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല, റൈറ്റ്? സോ അതിനെയാണ് നമ്മൾ നെഗ്ലിജൻസിൻ്റെ അകത്തുള്ള ഒരു ലീഗൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നൗ ഫോൾസ് ഇംപ്രിസൺമെന്റിന് എന്താണ് വേണ്ടത്? ടോട്ടൽ റെസ്ട്രെയിൻ ഓഫ് ദി ലിബർട്ടി ഓഫ് പേഴ്സൺ ആണോ, പാർഷ്യൽ റെസ്ട്രെയിൻ ആണോ, മീൻസ് ഓഫ് എസ്കേപ്പ് ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? ഫോൾസ് ഇംപ്രിസൺമെന്റിന് എന്താണ് വേണ്ടത് ഇവിടെ? എ ടോട്ടൽ റെസ്ട്രെയിൻ, കംപ്ലീറ്റ്ലി അയാൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിലായിരിക്കണം. അതിനെയാണ് നമ്മൾ ഫോൾസ് ഇംപ്രിസൺമെന്റ് ടോർട്ടിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ,
when the negligence of two or more persons result in the same damage. When negligence of two or more persons result in the same damage. ശ്രദ്ധിക്കുക, സെയിം ഡാമേജ് സംഭവിക്കുകയാണ്. ആൻഡ് ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണ്? രണ്ടോ രണ്ടിൽ കൂടുതൽ ആളുകൾക്കോ തമ്മിലുള്ള അവർ എന്ത് ചെയ്യുന്നതാണ്? When negligence of two or more persons result in the same damage, it is called. സെയിം ഡാമേജ് സംഭവിക്കുകയാണ്. പ്ലെയിൻറ്റിഫിനും ഡാമേജ് സംഭവിച്ചു, അതേപോലെ തന്നെ ഡിഫൻഡന്റിനും ഡാമേജ് സംഭവിച്ചു. ഇത് എന്ത് കൈൻഡ് ഓഫ് നെഗ്ലിജൻസ് ആണ് വരിക? ഡിഫൻഡന്റ്. അപ്പൊ അതായത് പ്ലെയിൻറ്റിഫ് കേസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? പ്ലെയിൻറ്റിഫിനും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൈൻഡ് ഓഫ് നെഗ്ലിജൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നെഗ്ലിജൻസ് രണ്ടുപേരുടെ അടുത്തുണ്ട്. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്നാണ് നമ്മൾ എന്ത് പറയുക? രണ്ടുപേരുടെ അടുത്തും ഉള്ള നെഗ്ലിജൻസിനെ നമ്മൾ പറയുക. ഓക്കെ, രണ്ടുപേരും നെഗ്ലിജന്റ് ആയിട്ട് ഒരു ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ രണ്ടുപേരുടെയും നെഗ്ലിജൻസ് കാരണമാണ് ഒരു സെയിം ഡാമേജ് കോസ് ചെയ്തതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. അടുത്തത്, വൺ ഓഫ് ദ റെമഡീസ് ഓഫ് ഫാൾസ് ഇംപ്രിസൺമെന്റ്. ഫാൾസ് ഇംപ്രിസൺമെന്റ് റെമഡി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഫാൾസ് ഇംപ്രിസൺമെന്റ് റെമഡി? എല്ലാവർക്കും അറിയാം. വെരി ഗുഡ്. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ഹേബിയസ് കോർപ്പസ് അർത്ഥം പ്രൊഡ്യൂസ് ദ ബോഡി, ബ്രിങ് ദ ബോഡി, പ്രൊഡ്യൂസ് ദ ബോഡി, യു ഹാവ് ദ ബോഡി, അല്ലേ? യെസ്. അടുത്തത് പ്രൊപ്പൗണ്ടർ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊപ്പൗണ്ടർ ഓഫ് പിജിയൻ ഹോൾ തിയറി ഏതാണ്? പ്രൊപ്പൗണ്ടർ ഓഫ് പിജിയൻ ഹോൾ തിയറി. പ്രൊപ്പൗണ്ടർ ഓഫ് പിജിയൻ ഹോൾ തിയറി. പിജിയൻ ഹോൾ തിയറി ആരാ പറഞ്ഞത്? യെസ്, ലോ ഓഫ് ടോർച്ച്. സാൽമണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. സാൽമണ്ടിന് ഓപ്പോസിറ്റിംഗ് വ്യൂ കൊടുത്തത് ആരാണ്? വിൻഫീൽഡ് ആണ്. സാൽമണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂ പറഞ്ഞത് വിൻഫീൽഡ് ആണ്. കുറച്ചും കൂടി ബ്രോഡർ ആയിട്ട് ടോട്ടിനെ കാണണം എന്ന് വിൻഫീൽഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിജിയൻ ഹോൾ തിയറി ബൈ സാൽമണ്ട് ആണ്. സാൽമണ്ട്. ഓക്കെ, അടുത്തത്, ദ പ്രിൻസിപ്പിൾ ഫാക്ട്സ് സ്പീക്ക് ഫോർ ദംസെൽഫ് ഇസ് എക്സ്പ്രസ്ഡ് ബൈ ദ മാക്സിം. ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എവിടെയാണ്? യെസ്, റെസ് ഇപ്സ ലോക്യൂട്ടർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. റെസ് ഇപ്സ ലോക്യൂട്ടർ മീൻസ് ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. ഇനി ഡെഫമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫെയർ കമന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡെഫമേഷൻ്റെ അകത്ത് നമുക്കറിയാം ഫെയർ കമന്റ് ഒരു എന്താണ്? ഒരു ഡിഫൻസ് ആണ്. ഫെയർ കമന്റ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഫെയർ കമന്റ്. യെസ്, പെട്ടെന്ന് എല്ലാവരും ആൻസർ ചെയ്യാം. ഫെയർ കമന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വിത്തൗട്ട് മാലിസ്. ഇറ്റ് മസ്റ്റ് ബി എ കമന്റ് ഇൻ ഗുഡ് സെൻസ്. വിത്തൗട്ട് മാലിസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോ ഓഫ് ടോട്ട്സ് ഹാസ് ഡെവലപ്ഡ് മെയിൻലി ത്രൂ. ലോ ഓഫ് ടോട്ട്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ഏത് രീതിയിലൂടെയാണ് ഡെവലപ്പ് ആയത്? കസ്റ്റംസ് ആൻഡ് പ്രീസിഡൻസ് ആണോ? ജുഡീഷ്യൽ ഡിസിഷൻസിലൂടെയാണോ? എനാക്ട്മെന്റ് ആണോ? ഓൾ ഓഫ് ദി അബവ് ആണോ? എല്ലാവരും ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ടോട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ജുഡീഷ്യൽ, മേജർലി ജുഡീഷ്യൽ ഡിസിഷൻസിലൂടെയാണ് ടോട്ട്സ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, റൈറ്റ്. യെസ്, അപ്പം നമ്മൾ 100 ചോദ്യങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ 100 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് തന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും റെഡിയാണ്? ഓക്കെ ആണല്ലോ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? നമുക്കിനി ഓൾമോസ്റ്റ് ഒരു 50 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്തും കൂടിയേ ഉള്ളൂ. നമ്മൾ ഉടനെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കുറേ കാര്യങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കോംപ്രിഹെൻസീവ്ലി നമ്മൾ പല ഭാഗങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് ബി വിത്ത് മീ. എല്ലാവരും കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും കൂടെ തന്നെ ഉണ്ടോ? ഡിസ്ട്രാക്റ്റഡ് ആണോ എല്ലാവരും? നിർത്തണോ? നമ്മൾ നിർത്തണോ? നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നിർത്തും, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ക്യാൻ ഐ കണ്ടിന്യൂ? കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ കുറേ സമയം നമ്മൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും റെഡി ആണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ. നിങ്ങളെല്ലാവരും ഓക്കെ ആണല്ലോ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? നമ്മളിപ്പോൾ 11:30 മുതൽ കണ്ടിന്യൂസ്ലി ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഓക്കെ, പെർഫെക്റ്റ്. വെള്ളം കുടിക്കുക, എല്ലാവരും ഒന്ന് റെഡി ആവുക. ഓക്കെ, റൈറ്റ്. സോ വി ക്യാൻ കണ്ടിന്യൂ. മൂവിങ് ഫോർവേഡ്. ടോട്ട് ഇസ് എ വയലേഷൻ ഓഫ് എന്താണ്? ടോട്ട് എന്ന് പറയുന്നത് എന്തിന്റെ വയലേഷൻ ആണ്? ഒരു റൈറ്റ് ഇൻ റെം ആണ്. എഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ് ആണ്. റൈറ്റ് ഇൻ റെം എഗെയിൻസ്റ്റ് ദി ഹോൾ വേൾഡ്. റൈറ്റ് ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റ് മാത്രമാണ് റൈറ്റ് ഇൻ പേഴ്സണും. കോൺട്രാക്ട് എന്ന് പറയുന്നത് റൈറ്റ് ഇൻ പേഴ്സണുമാണ്. ബട്ട് ടോട്ട് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ഇൻ റെം ആണ്. റൈറ്റ് ഇൻ റെം. ഓക്കെ, നെക്സ്റ്റ് വൺ. മാക്സിം സാലസ് പോപ്പുലേ സുപ്രീമ ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാലസ് പോപ്പുലേ സുപ്രീമ ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലീഗൽ മാക്സിംസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു നിങ്ങളോട് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. വെൽഫെയർ ഓഫ് ദി പീപ്പിൾ സുപ്രീം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. വെൽഫെയർ ഓഫ് ദി പീപ്പിൾ സുപ്രീം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. യെസ്, മുന്നോട്ട്.
Principle of absolute liability as the basis of liability in the case of hazardous and inherently dangerous industries was propounded by. ഇത് ഏത് ജസ്റ്റിസ് ആണ് ഈ പറയുന്ന അബ്സല്യൂട്ട് ലയബിലിറ്റി കൊണ്ടുവന്നത്? ഏത് ജസ്റ്റിസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിക്കുക, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ചീഫ് ജസ്റ്റിസ് ആണ്, കൃഷ്ണ അയ്യർ അല്ല. ശ്രദ്ധിക്കുക, അബ്സല്യൂട്ട് ലയബിലിറ്റി കൊണ്ടുവന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഇസ് PN ഭഗവതിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി, PN ഭഗവതിയാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് കൊണ്ടുവന്ന കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് കൊണ്ടുവന്ന കേസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിലാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി, അബ്സല്യൂട്ട് ലയബിലിറ്റി ലാൻഡ്മാർക്ക് റൂളിംഗ് ഓഫ് MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? അബ്സല്യൂട്ട് ലയബിലിറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. അബ്സല്യൂട്ട് ലയബിലിറ്റിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരു സ്ട്രിക്ട് ലയബിലിറ്റിക്കുള്ള ഒരു ഡിഫൻസും അബ്സല്യൂട്ട് ലയബിലിറ്റിൻ്റെ അകത്ത് വരികയില്ല എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. മൂവിങ് ഫോർവേഡ്, ഇൻ കേസ് where the two persons are negligent and one of them had the last or later opportunity to avoid the accident by taking ordinary care, should be liable for the loss. This rule is named. അതായത് ഈ രണ്ട് പേരിൽ ഒരു വ്യക്തിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എന്ത്? ഈ പറയുന്ന ഹാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രിവെന്റ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അയാളെ ലയബിൾ ആക്കണം എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. ആ റൂളിനെ പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് യെസ്. എല്ലാവരും റൈറ്റ്ലി പറയുന്നുണ്ട്. ദ കറക്റ്റ് ആൻസർ ഇസ് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി റൂൾ ആണ്. ഓപ്ഷൻ ബി, ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി റൂൾ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നൗ മൂവിങ് ഫോർവേഡ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് correctly identifies the specific defenses available in action for defamation. Defamation ഉള്ള ടോട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡിഫൻസസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ്? പ്രിവിലേജ്, മിസ്റ്റേക്ക്, ഫെയർ കമന്റ്, പ്രിവിലേജ്, ട്രൂത്ത്, ഫെയർ കമന്റ്, ട്രൂത്ത്, മിസ്റ്റേക്ക്, ഫെയർ കമന്റ്, ട്രൂത്ത്, പ്രിവിലേജ്, മിസ്റ്റേക്ക് ഏതാണ്? യെസ്, എല്ലാവർക്കും അറിയാം ഇത്. എല്ലാവരും ആൻസർ ചെയ്യുക. നിങ്ങൾ തളർന്നു പോയോ? നിങ്ങളുടെ കമന്റ് കാണുന്നില്ല. എല്ലാവരും കമന്റ് ചെയ്യുക, എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും തളർന്നൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? യെസ്, എനർജി പ്ലീസ്, ആ ഒരു എനർജി വരട്ടെ. ഓപ്ഷൻ ബി, യെസ്, വെരി ഗുഡ്. സോ ദ കറക്റ്റ് ആൻസർ പ്രിവിലേജ്, ട്രൂത്ത്, ഫെയർ കമന്റ് ആണ് എല്ലാവർക്കും ഡെഫമേഷൻ്റെ അകത്തുള്ള ഡിഫൻസസ് എന്ന് പറയുന്നത്. മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നെയ്ബർഹുഡ് പ്രിൻസിപ്പൾ, നെയ്ബർ പ്രിൻസിപ്പൾ, ഡോക്ട്രിൻ ഓഫ് നെയ്ബർഹുഡ്, നെയ്ബർ പ്രിൻസിപ്പൾ ഏത് ലാൻഡ്മാർക്ക് കേസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളെ ഇത് അനുശ്രീ മാം പഠിപ്പിച്ച വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കേസാണ് ഇത്. ജിഞ്ചർ ബിയർ കേസ് എന്നാണ് ഇതിന്റെ പേര്. സ്നെയിലിന്റെ കോമ്പോസിറ്റ്, സ്നെയിലിന്റെ ഡെഡ് ബോഡി എന്ത് ചെയ്തു? ആ ഒരു ബോട്ടിലിനകത്ത് കണ്ടുകിട്ടി അല്ലേ? അതിന്റെ കേസിന്റെ പേരാണ് ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ. എന്ത് ചെയ്തു? മാനുഫാക്ചർ ലയബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ? നെയ്ബർഹുഡ് പ്രിൻസിപ്പൾ, നെയ്ബേഴ്സ് പ്രിൻസിപ്പൾ. അപ്പൊ മാനുഫാക്ചർ പറഞ്ഞു ഞങ്ങളും ഈ കസ്റ്റമറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഈ ഷോപ്പുകാർക്ക് കൊടുക്കുന്നു, ഷോപ്പുകാരാണ് ഈ പറയുന്ന കസ്റ്റമറിന് കൊടുക്കുന്നത്. പക്ഷെ കോടതി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, യു ആർ ദി നിയറസ്റ്റ് നെയ്ബർ, നിങ്ങൾ എന്താണ്, നിങ്ങൾ ലയബിൾ ആണ്, മാനുഫാക്ചർ തന്നെയാണ് ലയബിൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നൗ നെക്സ്റ്റ് വൺ, dash are words which appear innocent but contain a latent meaning which is defamatory. latent meaning ഉണ്ടാവും. അതായത് നോർമലി പ്രീമാ ഫേസി അത് കാണുമ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല വാക്ക്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ഇന്നർ ഡബിൾ മീനിങ് ഉണ്ട്. അതിനെ പറയുന്ന പേര് എന്താണ്? അതിന്റെ പേരാണ് ഇൻവെൻഡോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഇൻവെൻഡോ, അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. യെസ്, ഇൻവെൻഡോ, അടിപൊളി. നെക്സ്റ്റ്, ഡെഫമേഷൻ ബൈ സ്പോക്കൺ വേർഡ്സ് ഓർ ജെസ്റ്റേഴ്സ് നോൺ ആസ് ജെസ്റ്റേഴ്സ്. നമ്മൾ സ്പോക്കൺ വേർഡ് ഓർ ജെസ്റ്റർ വെച്ച് ഡെഫമേഷൻ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുക? ഇസ് ഇറ്റ് ലിബൽ, ഇസ് ഇറ്റ് സ്ലാൻഡർ, ഇസ് ഇറ്റ് ഇൻവെൻഡോ, അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ്? ദ കറക്റ്റ് ആൻസർ സ്ലാൻഡർ. സ്ലാൻഡർ. നിങ്ങൾ നാളെ തകർക്കാൻ പോവുകയാണ് എക്സാം. കാരണം കുറേ ആൾക്കാർക്ക് കുറേ ആൻസേഴ്സ് അറിയാം. ഇനി ആൻസേഴ്സ് അറിയാത്ത ആളുകൾക്ക് ഇത് എന്ത് ചെയ്യാൻ പോവാ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ആൻസർ എന്നുള്ളത്. അബ്സല്യൂട്ട്ലി അടിപൊളി, റൈറ്റ്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നൗ നെക്സ്റ്റ് വൺ, കാരണം എല്ലാവരും കമൻറ്റ് ചെയ്യുമ്പം കുറേ പേർക്ക് ഇതിന് ആൻസർ അറിയാമെന്നുള്ളത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. യെസ്, റൈറ്റ്. അടുത്തത്, ഇതൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലോ അത് വേറെ കാര്യം. ഓക്കെ, അത് വേറെ കാര്യം. ഇനി ചോദിച്ചാലോ, വാട്ട് ഇഫ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല, റൈറ്റ്? നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ദാറ്റ് ഈസ് ദി ഓൺലി തിങ് മാറ്റേഴ്സ്. ബാക്കിയുള്ളതൊന്നും നമ്മളുടെ കയ്യിലല്ല, റൈറ്റ്?
ബി പോസിറ്റീവ്. അതന്നെ സജ്ന, വെരി ഗുഡ്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഒന്നും നമ്മളുടെ കയ്യിലുള്ളതല്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, റൈറ്റ്. മുന്നോട്ട് പോവുക. ടെൻഷൻ ഒന്നും വേണ്ട. ശരിയാണ്, ടെൻഷനാണ്. അജുവിന് ടെൻഷൻ ഉണ്ട്. അജു, ടെൻഷനൊന്നും വേണ്ട, ഒരു പ്രശ്നം വേണ്ട. നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അത്രയേ ഉള്ളൂ. കാരണം എന്താണ്, നിങ്ങൾ ഓൾറെഡി ഇത്രയും സമയം വരെ നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അബ്സല്യൂട്ട്ലി. 3 ഇയറുകാർക്കൊന്നും ഇനി ടെൻഷൻ എന്നുള്ള വാക്ക് പറയരുത്. കാരണം ഇനിയും കുറേ സമയമുണ്ട്. ഇവിടെ 5 ഇയറുകാർക്കാണ് പ്രശ്നം. 5 ഇയറുകാർ നാളെ എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. പ്രശ്നമൊന്നുമില്ല. 5 ഇയറുകാർക്ക് ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം. ബട്ട് 3 ഇയറുകാർക്ക് 13th എക്സാം. പ്ലെന്റി ഓഫ് ടൈം. റൈറ്റ്, യെസ്. മുന്നോട്ട് പോകുന്നു. അടുത്ത മുന്നോട്ട്. Which thought covers any intentional harm caused to the body? Yes, please come back. എല്ലാവരും please come back. നമ്മൾ കഴിഞ്ഞിട്ടില്ല. കുറച്ചും കൂടി ഉണ്ട്. Intentional harm to the body. എന്താണ് intentional harm to the body? Battery. Yes, very good. Option C, battery ആണ്. Battery. Yes. അടുത്തത് മുന്നോട്ട്. International law. Yes, അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ലോയിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ലോ ഓഫ് തോട്ട്സ് അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്റർനാഷണൽ ലോ എത്തിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ലോ സാധാരണ രീതിയിൽ ആരുടെ റിലേഷൻസ് ആണ് ഗവേൺ ചെയ്യുക? സാധാരണ ജനറലി ആരുടെയാണ്? ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആണ്. ഇപ്പൊ പിന്നെ ഇൻഡിവിജ്വൽസ് വരുന്നുണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എല്ലാം വരുന്നുണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് ഇറ്റ് ഗവേൺസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. അടുത്തത്, ടേം ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് കോയിൻ ചെയ്തത് ആരാണ്? ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് കോയിൻ ചെയ്തത് ആരാണ്? ഇന്റർനാഷണൽ ലോ, യെസ്, കോയിൻ ചെയ്തത് ജെർമി ബെന്താം. യെസ്, ഓപ്ഷൻ സി, ജെർമി ബെന്താം. അടുത്തത്, നെക്സ്റ്റ്. പാക്ട സുൻ സെർവാൻഡ എന്ന് മീൻ ചെയ്യുന്നതിന്റെ അർത്ഥം, പാക്ട സുൻ സെർവാൻഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഓണർ ദ ട്രീറ്റി, നോട്ട് ടു ഓണർ ദ ട്രീറ്റി, അല്ലെ പാസ് ദ ഒബ്ലിഗേഷൻ സം ഓഫ് ദ കൺട്രി, ബോത്ത് എ ആൻഡ് ബി. എല്ലാവരും ആൻസർ ചെയ്യുക. എല്ലാവരും ആൻസർ ചെയ്യുക. നിങ്ങളെ എനർജി വിട്ടുപോകരുത്. കൺസിസ്റ്റന്റ് കൊണ്ടുവരിക. ടു ഓണർ ദ ട്രീറ്റി. ഓക്കെ, പാസ് ദി ഒബ്ലിഗേഷൻ ടു അനദർ കൺട്രി അല്ല. പ്ലീസ് ശ്രദ്ധിക്കുക. പാക്ട സുൻ സെർവാൻഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഓണർ ദ ട്രീറ്റി ആണ്. അതായത് എന്ത് ചെയ്യാണ്? ദ എഗ്രിമെന്റ്സ് മസ്റ്റ് ബി കെപ്റ്റ് എന്നാണ് വരുന്നത്. എഗ്രിമെന്റ്സ് മസ്റ്റ് ബി കെപ്റ്റ്. ഗുഡ് ഫെയ്ത്തിൽ എഗ്രിമെന്റ്സ് മസ്റ്റ് ബി കെപ്റ്റ്. ദാറ്റ് ഇസ് പാക്ട സുൻ സെർവാൻഡ. അടുത്തത്, മെയിൻ സോഴ്സ് ഓഫ് ഇന്റർനാഷണൽ ലോ. ഇന്റർനാഷണൽ ലോന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? മെയിൻ സോഴ്സസ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ ട്രീറ്റീസ് വരാം. ട്രീറ്റീസ്, കസ്റ്റംസ് അല്ലെ? കസ്റ്റംസ് ഉണ്ട്, ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്, ട്രീറ്റീസ് ഉണ്ട് അല്ലെ? സോ എവറിത്തിങ്, ഓൾ ഓഫ് ദി അബവ് ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, UDHR 1948 വാസ് അഡോപ്റ്റഡ് ബൈ. UDHR 1948 അഡോപ്റ്റ് ചെയ്തത് എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്തത്? എല്ലാവരും ആൻസർ ചെയ്യുക. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 വാസ് അഡോപ്റ്റഡ് ബൈ. യെസ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. ദ ജനറൽ അസംബ്ലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ. ജനറൽ അസംബ്ലി ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് സെക്യൂരിറ്റി കൗൺസിലാണ് UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, മുന്നോട്ട് പോകുന്നു. The Universal Declaration of Human Rights was adopted by the United Nations General Assembly on date എന്നാണ്. ആകെ ഒരു ഡേറ്റ് എവിടെ ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. യെസ്, 10th December 1948 നിങ്ങൾക്ക് അറിയാം ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നതാണ് 10th December 1948. ഓക്കെ, മുന്നോട്ട്. Who is said to be the father of modern international law? മോഡേൺ ഇന്റർനാഷണൽ ലോയുടെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മോഡേൺ ഇന്റർനാഷണൽ ലോയുടെ ഫാദർ ഓഫ് മോഡേൺ ഇന്റർനാഷണൽ ലോ. യെസ്, ഹ്യൂഗോ ഗ്രോഷ്യസ് ആണ് അല്ലെ? ഗ്രോഷ്യസ്, ഓപ്ഷൻ ബി, ഹ്യൂഗോ ഗ്രോഷ്യസ് ആണ്. ഹ്യൂഗോ ഗ്രോഷ്യസ് എന്ന് പറഞ്ഞ ഒരു ഡച്ചുകാരനാണ്, ഡച്ച് ഫിലോസഫർ ആണ് ഈ പറയുന്ന ഫാദർ ഓഫ് മോഡേൺ ഇന്റർനാഷണൽ ലോ. അടുത്ത ക്വസ്റ്റ്യൻ, who among the following is called international law as a vanishing point of jurisprudence? ഇന്റർനാഷണൽ ലോ ആണ് വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രൂഡൻസ് എന്ന്. അതായത് ജൂറിസ്പ്രൂഡൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്റ്റഡി ഓഫ് ലോ, ഒരു നോളജ് ഓഫ് ലോ ആണ് ജൂറിസ്പ്രൂഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജൂറിസ്പ്രൂഡൻസ് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഇന്റർനാഷണൽ ലോ തുടങ്ങുക. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോ ഇസ് ദ വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രൂഡൻസ് എന്ന് പറഞ്ഞ ആരാണ്? ഹോളണ്ട് ആണ്. ഓപ്ഷൻ ഡി, ഹോളണ്ട്. യെസ്, വെരി ഗുഡ്. അടുത്തത്, ഹൗ മെനി സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ലോ ഹാവ് ബീൻ ലിസ്റ്റഡ് ഇൻ ദ ആർട്ടിക്കിൾ 38? ആർട്ടിക്കിൾ 38 ഓഫ് വൺ ഓഫ് ദി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ അകത്താണ്, സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ അകത്താണ് സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എത്ര സോഴ്സസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്ര സോഴ്സ് ഉണ്ട് ഇന്റർനാഷണൽ ലോയിൽ കൊടുത്തിരിക്കുന്നതിന് പ്രകാരം? എത്ര? 38(1) അത് എത്ര സോഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്? ദ കറക്റ്റ് ആൻസർ ഇസ് 4 സോഴ്സസ് അല്ലെ? ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്, ഇന്റർനാഷണൽ കസ്റ്റംസ് ഉണ്ട്, ജനറൽ പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ലോ ഉണ്ട്, ആൻഡ് ജൂറിസ്റ്റുകളുടെ ടെക്സ്റ്റ്, ജുഡീഷ്യൽ ഡിസിഷൻ ജൂറിസ്റ്റുകളെല്ലാം. ഓക്കെ, റൈറ്റ്, 3 എണ്ണം. അടുത്തത്, വെരി ഗുഡ്. പാക്ട സുൻ സെർവാൻഡ എന്ന് പറയുന്നത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്?
പാക്ട സുൻ സെർവാൻഡ എന്ന് പറയുന്ന ആ ഒരു നമ്മളുടെ മാക്സിം ഏത് ഇൻസ്ട്രുമെന്റിന്റെ അകത്താണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് വിയന്ന കൺവെൻഷൻ ഓൺ ലോ ഓഫ് ട്രീറ്റീസ് ആണ്. യെസ്, അബ്സല്യൂട്ട്ലി. ഫസ്ലുൽ ഫരീസ, വെരി ഗുഡ്. യെസ്, കുറെ പേര് എഴുതുന്നുണ്ട്. ഓഷ്യൻ ബ്ലൂ എഴുതിയിട്ടുണ്ട്, കുറെ പേര് എഴുതിയിട്ടുണ്ട്. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, വിയന്ന കൺവെൻഷൻ ഓൺ ലോ ഓഫ് ട്രീറ്റീസ്. ആർട്ടിക്കിൾ 26 ഓഫ് വിയന്ന കൺവെൻഷൻ ഓൺ ലോ ഓഫ് ട്രീറ്റീസിന്റെ അകത്താണ് പാക്ട സുൻ സെർവാൻഡ പറയുന്നത്. പാക്ട സുൻ സെർവാൻഡ പറയുന്നതാണ് ദ എഗ്രിമെന്റ്സ് മസ്റ്റ് ബി കെപ്റ്റ്, it must be observed, it must be honored, it must be done in good faith. Okay, മറക്കരുത്, ഇത് ഓർത്ത് വെക്കുക. പാക്ട സുൻ സെർവാൻഡ. ദെൻ ഡി ജൂറെ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡി ജൂറെ എന്ന് പറഞ്ഞാൽ ബൈ ലോഫുൾ ആയിട്ടുള്ള റെക്കഗ്നിഷൻ ആണ് എന്ത് ഡി ജൂറെ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡി ജൂറെ റെക്കഗ്നിഷൻ എന്ന് പറയുകയാണെങ്കിൽ റെക്കഗ്നിഷൻ ഇൻ ലോ എന്നാണ് അർത്ഥം വരിക. ഓപ്ഷൻ എ ആണ് റെക്കഗ്നിഷൻ ഇൻ ലോ. ഒരു ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്ഹുഡ് ആ ഒരു കൺട്രിക്ക് കൊടുക്കുകയാണ്. റൈറ്റ്. അടുത്തത് ഡി ഫാക്ടോ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഫാക്ടോ എന്നുള്ള ടേം തന്നെ നിങ്ങൾക്ക് അറിയാം. ഡി ഫാക്ടോ എന്താണ്? ബൈ ഫാക്ട് ആണ്. ബൈ ഫാക്ട്. അപ്പോൾ ഒരു ഫാക്ച്വൽ റെക്കഗ്നിഷൻ ആണ്. ഓപ്ഷൻ എ ആണ് റെക്കഗ്നിഷൻ ഓഫ് എ ഫാക്ച്വൽ സിറ്റുവേഷൻ വിത്തൗട്ട് കവറിംഗ് എനി ലീഗാലിറ്റി ഓൺ ദി ന്യൂ സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ്. അതാണ് ഡി ഫാക്ടോ റെക്കഗ്നിഷനെ കുറിച്ചിട്ട് പറയുന്നത്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. UN ചാർട്ടർ ബിഗിൻസ് ബൈ പ്രൊക്ലെയിമിംഗ്. UN ചാർട്ടർ എങ്ങനെയാണ് തുടങ്ങുന്നത്? UN ചാർട്ടറിന്റെ പ്രിയാമ്പിൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. വി ദ പീപ്പിൾ ഓഫ് UN ആണോ, വി ദ സ്റ്റേറ്റ്സ് ഓഫ് UN ആണോ, വി സോവറിൻ സ്റ്റേറ്റ്സ് ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ് ആണോ? എന്താണ് വരുന്നത്? യെസ്, ഓപ്ഷൻ എ ആണ് വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ബിക്കോസ് നമ്മൾ വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ല, നേഷൻസ്. യുണൈറ്റഡ് നേഷൻസ് എ ആണ് കേട്ടോ. എ. യെസ്. അടുത്തത് ദ ഡോക്ട്രിൻ ഓഫ് ഇന്റർവെൻഷൻ, നോൺ ഇന്റർവെൻഷൻ അണ്ടർ ആർട്ടിക്കിൾ 2(4) പ്രൊഹിബിറ്റ്സ്. ആർട്ടിക്കിൾ 2(4) എന്താണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? ഡോക്ട്രിൻ ഓഫ് നോൺ ഇന്റർവെൻഷൻ. ത്രെറ്റ് ഓഫ് ഫോഴ്സ് ആണോ, യൂസ് ഓഫ് ഫോഴ്സ് ആണോ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയാണോ? ത്രെറ്റ് ഓഫ് ഫോഴ്സ് ഓർ യൂസ് ഓഫ് ഫോഴ്സ് ആണോ? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുക. എന്താണ് ചെയ്യരുത് എന്ന് പറയുന്നത്? രാജ്യങ്ങളോട് എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്? യെസ്, അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഓപ്ഷൻ സി, ത്രെറ്റ് ഓഫ് ഫോഴ്സ് ഓർ യൂസ് ഓഫ് ഫോഴ്സ് ആണ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. മൂവിങ് ഫോർവേഡ്. സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ് അപ്പോയിന്റഡ് ബൈ. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറലിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണത്. യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് ജനറൽ അസംബ്ലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ. ആൻഡ് ഒരു കാര്യം കൂടി ഓർക്കണം, ഓൺ ദി കൺകറിംഗ് വോട്ട്സ് ഓഫ് 5 പെർമനന്റ് മെമ്പേഴ്സ്. 5 പെർമനന്റ് മെമ്പേഴ്സിന്റെ കൺകറിംഗ് പോസിറ്റീവ് വോട്ട്സും കൂടി വേണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ ഒരു സെക്രട്ടറി ജനറലിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാ? ആന്റോണിയോ ഗുട്ടറസ് ആണ് അല്ലെ? ആന്റോണിയോ ഗുട്ടറസ് ആണ്. ആൻഡ് ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ആരാ? ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ട്രിഗ് വീലൈ ആണ് ഫസ്റ്റ് സെക്രട്ടറി ജനറൽ പറയുന്നത്. ഓക്കെ, റൈറ്റ്. മുന്നോട്ട് പോകുന്നു. UN ചാർട്ടർ വാസ് സൈൻഡ് ഓൺ 26 ജൂൺ 1945, ബട്ട് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഏത് ദിവസത്തിലാണ് ഇത് വന്നത്? UN ഡേ ആയിട്ട് ആചരിക്കുന്ന ഡേ ആണിത്. ഏതാണ് ഡേ? യെസ്, അബ്സല്യൂട്ട്ലി ഒക്ടോബർ 24, 1945 UN ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സീറ്റ് ഓഫ് ICJ is permanently situated at. ICJയുടെ സീറ്റ് എവിടെയാണ്? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുക. ICJ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അബ്സല്യൂട്ട്ലി ഓപ്ഷൻ ഡി. ശ്രദ്ധിക്കുക, 5 പ്രിൻസിപ്പൽ ഓർഗൻസിന്റെ അകത്ത് ഒരേ ഒരു പ്രിൻസിപ്പൽ ഓർഗൻ വിച്ച് ഇസ് ഔട്ട്സൈഡ് ന്യൂയോർക്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ICJ ആണ്. ഓക്കെ, ICJ ആണ്. ഔട്ട്സൈഡ് ന്യൂയോർക്ക് സിറ്റി ICJ ആണ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. എല്ലാവർക്കും എത്ര ജഡ്ജസ് ഉണ്ട്? 15 ജഡ്ജസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. And it is the only principal organ which is outside UN. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹേഗിലാണ്. ഹേഗ് ദ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആൻഡ് ഇത് ഈ പറയുന്ന ജഡ്ജസ് ഫോർ 9 years ആണ്. 9 yearsലോട്ടാണ് അവരുടെ ടേം എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്തത്, വാട്ട് ഇസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് നോൺ ഫോർ ഇന്റർനാഷണൽ ലോ? ഇന്റർനാഷണൽ ലോന്റെ ഏറ്റവും ബെസ്റ്റ് വേറൊരു പേരെന്താണ്? ഇന്റർനാഷണൽ ലോ ജസ്റ്റ് ഡിഫാക്ടോ, ലോ ഓഫ് നേഷൻ, ലോ അമംഗ് നേഷൻ, നൺ ഓഫ് ദി അബവ്. ലോ ഓഫ് നേഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള പേര് വരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ 126 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി വെറും 25 ചോദ്യം കൂടി ഉള്ളൂ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഓക്കെ ആണല്ലോ? റെഡി? നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഓക്കെ ആണോ? യെസ്, നോ ഇഷ്യൂസ്. എല്ലാവർക്കും ഇതുവരെ ക്ലിയർ ആണല്ലോ?
ഒരു യാതൊരു സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. എല്ലാവരും റെഡിയാണ്, എല്ലാവരും എനർജറ്റിക് ആയിട്ട് തന്നെ ഉണ്ട്. മൂവിങ് ഫോർവേഡ്, അടുത്ത ക്വസ്റ്റ്യൻ. വേർ ഇസ് ദ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ഓഫ് സാർക്ക്? സാർക്കിന്റെ പെർമനന്റ് സെക്രട്ടേറിയറ്റ് എവിടെ? പെർമനന്റ് സെക്രട്ടേറിയറ്റ് സാർക്ക്. യെസ്, കാത്മണ്ഡു, നേപ്പാൾ. യെസ്, കാത്മണ്ഡു നേപ്പാളിലാണ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന 1985 എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ ഒരു ബോഡിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. 8 സൗത്ത് ഏഷ്യൻ മെമ്പേഴ്സ് ഉള്ള ബോഡിയാണ് ഇത്. 8 ആൾക്കാരുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, പിന്നെ ശ്രീലങ്ക. ഓക്കെ, റൈറ്റ്. അടുത്തത്, വേർ വാസ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ലൊക്കേറ്റഡ്? യൂറോപ്യൻ യൂണിയൻ ലൊക്കേറ്റ് ചെയ്തത് എവിടെയാണ്? യൂറോപ്യൻ യൂണിയൻ ഏത് ഹെഡ് ക്വാർട്ടേഴ്സ്? ബ്രസൽസ്. യെസ്, ബ്രസൽസിലാണ് യൂറോപ്യൻ യൂണിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് എത്ര ആൾക്കാരാണുള്ളത്? യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് കുറേ കൺട്രീസ് ഉണ്ട്. 27 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട് ദാറ്റ് ആർ പ്രൈമർലി ലൊക്കേറ്റഡ് ഇൻ യൂറോപ്പ്. ഓക്കെ, റൈറ്റ്. അടുത്തത്, നേറ്റോ. യു നോ നേറ്റോ. നേറ്റോ നിങ്ങളുടെ മുന്നത്തെ സെഷനിൽ നമ്മളെ മഷൂദ് സാർ ക്ലാസ് എടുത്തിരുന്നു. നേറ്റോന്റെ കാര്യം പറഞ്ഞിരുന്നു. എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. നേറ്റോ ഏത് വർഷമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് നേറ്റോ ഒരുപാട് തവണകളിലായിട്ട് ഇപ്പം ന്യൂസിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നേറ്റോനെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1949 നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നേറ്റോ. ഇപ്പം ആസ് ഓഫ് നൗ ദർ ആർ 31 കൺട്രീസ്. ലാസ്റ്റ്ലി എൻറോൾ ചെയ്ത കൺട്രി ഏതാണ്? ലാസ്റ്റായിട്ട് കയറിയ കൺട്രി ഈസ് ഫിൻലാൻഡ്. ആൻഡ് ഈ നേറ്റോയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ആരാണ്? സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന വ്യക്തി ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദാറ്റ്. റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? യെസ്, എല്ലാവർക്കും അറിയാം. വിപ്പോ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, വൈപ്പോ, ജനീവ, സ്വിറ്റ്സർലാൻഡ് ജനീവയിലാണ് ഇതുള്ളത്. ഓക്കെ, അടുത്തത്, ദ വേർഡ് ജൂറിസ്പ്രൂഡൻസ് എന്ന് പറയുന്നത്, ജൂറിസ്പ്രൂഡൻസിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. വേർഡ് ജൂറിസ്പ്രൂഡൻസ് എവിടെയാണ്? ഏതാണ്? റോമൻ ആണോ, ലാറ്റിൻ ആണോ, ഇംഗ്ലീഷ് ആണോ, ഗ്രീക്ക് ആണോ? ഇറ്റ് ഈസ് ലാറ്റിൻ ടേം ആണ് ജൂറിസ്പ്രൂഡൻസ്. അടുത്തത്, ലോ ഓഫ് കമാൻഡ് ഓഫ് ദി സോവറിൻ. ലോ ഇസ് ദി കമാൻഡ് ഓഫ് ദി സോവറിൻ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ജൂറിസ്പ്രൂഡൻസിന്റെ അകത്ത് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ കമാൻഡ് ഓഫ് ദി സോവറിൻ എന്ന് പറഞ്ഞത് എന്താണ്? ആൻഡ് അതിന്റെ കൂടെ ഒരു സാങ്ഷനും കൂടി വേണം എന്ന് പറയുന്നത് ഓസ്റ്റിൻ ആണ്. ഓക്കെ, അടുത്തത്, ജൂറിസ്പ്രൂഡൻസിന്റെ അർത്ഥം എന്താണ്? ജൂറിസ്പ്രൂഡൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? റീസൺ ഓഫ് ലോ, നോളജ് ഓഫ് ലോ, ഇമ്പോർട്ടൻസ് ഓഫ് ലോ, സോഴ്സ് ഓഫ് ലോ. ദ കറക്റ്റ് ആൻസർ ഇസ് നോളജ് ഓഫ് ലോ, ഓപ്ഷൻ ബി, നോളജ് ഓഫ് ലോ. ബെസ്റ്റ് സോഴ്സ് ഓഫ് ലോ ഇൻ എ മോഡേൺ സ്റ്റേറ്റസ്. ഒരു ഇപ്പോഴത്തെ പുതിയ കാലത്ത് ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലെജിസ്ലേഷൻ ആണോ, കസ്റ്റം ആണോ, പ്രസിഡന്റ് ആണോ, അല്ലെങ്കിൽ ഇതെല്ലാം ആണോ? ഏറ്റവും ബെസ്റ്റ് ക്ലിയർ കട്ട് നമുക്കതിനെ കൃത്യമായിട്ട് ഇതൊരു പക്കാ നിയമം എന്നുള്ള രീതി പറയാൻ കഴിയുന്നത് മോഡേൺ സ്റ്റേറ്റിൽ ഏതാണ്? എ ആണ്, ലെജിസ്ലേഷൻ ആണ്, അല്ലേ? ലെജിസ്ലേഷൻ ആണ്. യെസ്. അടുത്തത്, യൂട്ടിലിറ്റി തിയറി ആരാണ് കൊണ്ടുവന്നത്? യൂട്ടിലിറ്റി തിയറി, ദ തിയറി ഓഫ് യൂട്ടിലിറ്റി ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ജെർമി ബെന്തം ആണോ, ഹെൻറി മെയിൻ ആണോ, റോൾസ് ആണോ, റോസ്കോ പൗണ്ട് ആണോ? ഗ്രേറ്റസ്റ്റ് ആളുകൾക്ക് ഗ്രേറ്റസ്റ്റ് പ്ലഷർ കിട്ടുന്നത് അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. കുറേ ആളുകൾക്ക്, ന്യൂമറസ് ആളുകൾക്ക് ന്യൂമറസ് പ്ലഷർ കിട്ടണം, പെയിൻ കുറയണം, അല്ലേ? അത് ജെർമി ബെന്താം ആണ്, ഓപ്ഷൻ ബി, ജെർമി ബെന്താം. ഓണർഷിപ്പ് ഇസ് ദ ഡാഷ് റെക്കഗ്നിഷൻ ഓഫ് ക്ലെയിം. ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് വാട്ട് കൈൻഡ് ഓഫ് റെക്കഗ്നിഷൻ? ഇറ്റ് ഇസ് എ ഡി ഫാക്ടോ, അല്ലെങ്കിൽ ഇപ്സോ ഫാക്ടോ, ഡി ജൂറെ, പെർസെ? എന്താണ്? ഡി ജൂറെ. യെസ്, വെരി ഗുഡ്. ഡി ജൂറെ, ബൈ ലോ റെക്കഗ്നിഷൻ ആണ്. ബൈ ലോ എന്നുള്ള റെക്കഗ്നിഷൻ ആണ് ഓണർഷിപ്പ് വരുന്നത്. ഓക്കെ, ഹു സെഡ് മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ? മാനിനെ ഒരു സോഷ്യൽ ആനിമൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, റൊസോ, സോക്രേറ്റ്സ്? ആരാണ്? അരിസ്റ്റോട്ടിൽ, നോ ഡൗട്ട്, ഓപ്ഷൻ ബി. അടുത്തത്, ജൂറിസ്പ്രൂഡൻസ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് ജൂറിസ്പ്രൂഡൻസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സാൽമൺ, ഓസ്റ്റിൻ, സ്റ്റോൺ, ഹോളണ്ട്? ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഹോളണ്ട് ആണ്. ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് പറഞ്ഞത് ഹോളണ്ട് ആണ്. ഓക്കെ, ഹോളണ്ട്. അടുത്തത്, ഡാഷ് ഇസ് ദ നേച്ചർ ഓഫ് എനി പെർട്ടിക്കുലർ സിസ്റ്റം ഓഫ് ലോ റിഫ്ലക്ടിങ് ദ സ്പിരിറ്റ് ഓഫ് ദി പീപ്പിൾ. സ്പിരിറ്റ് ഓഫ് ദി പീപ്പിൾ എന്ന് കേട്ട ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആരെ ആലോചിക്കണം? നിങ്ങൾ ആരെ ആലോചിക്കേണ്ടത്? സാവിന്നി, അല്ലെ? സാവിന്നിനെ ആലോചിക്കണം. ഫോക്സ് ജെയ്സ്റ്റ്,
എന്നല്ലേ, ഫോക്സ് വാഗൻ എന്നുള്ള കാറൊക്കെ കേട്ടില്ലേ, ഫോക്സ് വാഗൻ അല്ലേ, സ്പിരിറ്റ് ഓഫ് ദി പീപ്പിൾ എന്നാണ് ഫോക്സിന്റെ അർത്ഥം. ഓക്കെ, അപ്പം സാവ്നി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ സ്പിരിറ്റ് ഓഫ് ദി പീപ്പിൾ എന്നുള്ള കാര്യം കൊണ്ടുവന്നത്. ഓക്കെ, അടുത്തത് ഒരു ഡയലോഗാണ്. ഇത് ആരാ പറഞ്ഞതെന്നുള്ളതാണ്. ഇത് ദ ലൈഫ് ഓഫ് ദി ലോ ഹാസ് നോട്ട് ബീൻ ലോജിക്, പക്ഷേ ഇറ്റ് ഹാസ് ബീൻ എക്സ്പീരിയൻസ്. Law embodies the story of a nation's development through many centuries, and it cannot be dealt with as if it is contained only in the axioms and corollaries of a book of mathematics. എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് US ഒരു ജസ്റ്റിസ് ആണ് പറഞ്ഞത്. ഒലിവർ വെൻഡൽ ഹോംസ് എന്ന് പറഞ്ഞൊരു ജസ്റ്റിസ് ആണ് പറഞ്ഞത്. അതായത് ലോ എന്ന് പറഞ്ഞത് എന്താണ്, ലോജിക്ക് മാത്രമല്ല, അതൊരു എക്സ്പീരിയൻസും കൂടിയാണ് എന്നുള്ളതാണ്. അത് ഒരിക്കലും എന്ത് ചെയ്യാനില്ല, കുറച്ച് പുസ്തകത്തിന്റെ ഉള്ളിലുള്ള ഒരു ആക്സിംസിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത്. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is correct regarding directive principles? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുള്ള കുറച്ച് ഭാഗങ്ങളിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. Which of the following is correct regarding directive principles? Directive principles ഇതിന്റെ അകത്ത് ഏതാണ് കറക്റ്റ്? അത് പോസിറ്റീവ് ഇൻജങ്ഷൻ ആണ്, നെഗറ്റീവ് ഇൻജങ്ഷൻ ആണ്, ജസ്റ്റിഫയബിൾ ആണ്, നൺ ഓഫ് ദി അബവ് ആണ്. യെസ്, ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഡയറക്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, അടുത്തത്, ഹു among the following president of India is the first chief minister of modern state India? ഇതിനകത്ത് ഏത് പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആയത്? അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, പക്ഷേ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആയി. യെസ്, അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ആയത്. ആന്ധ്രാപ്രദേശ്. ദ കറക്റ്റ് ആൻസർ ഇസ് നീലം സഞ്ജീവ് റെഡ്ഡി. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശിന്റെ 1956 ആന്ധ്രാപ്രദേശ് എന്നുള്ള സ്റ്റേറ്റ് ആദ്യത്തെ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ. ഫോം ചെയ്തപ്പോൾ എന്തായി, നീലം സഞ്ജീവ് റെഡ്ഡി ചീഫ് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ പോയത്. റൈറ്റ്, അടുത്തത്, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് 2 ഹൗസസ് ഉണ്ടാവും, അതാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഇതിന്റെ ഇസ് എൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ്? ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ് ഒരു ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്? പാർലമെന്ററി എന്ന് എല്ലാവരും ചാടിക്കറി ആൻസർ ചെയ്യരുത്, ശ്രദ്ധിക്കുക. ബൈ ക്യാമറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഹൗസസ് വേണം, 2 ഡ്യുവൽ സിസ്റ്റംസ് ഉണ്ടാവണം അവിടെ അല്ലെ. സി ആണ്, ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു കാര്യമാണ് അവിടെ കാണിക്കുന്നത്. ഫെഡറൽ സിസ്റ്റം. ഓക്കെ, ഫെഡറൽ സിസ്റ്റം, 2 ഹൗസസ് ഉണ്ടാവണം. അപ്പൊ അത് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഫെഡറലിസം ആണ്. ഒരു എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഫെഡറലിസം. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ അൾട്ടിമേറ്റ് ഡിഫൻഡർ ഓർ ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്? ഇതിനകത്ത് ആരാണ് അൾട്ടിമേറ്റ് ഡിഫൻഡർ ഓർ ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? സുപ്രീം കോർട്ട്, പാർലമെന്റ്, പീപ്പിൾ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിക്കിൾ 32 പ്രകാരം ആരാണ്? നമ്മളുടെ സുപ്രീം കോർട്ട് ആണ് അൾട്ടിമേറ്റ് ഡിഫൻഡർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അടുത്തത്, ഇതിനകത്ത് പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? പ്രസിഡന്റ്സ് പാർഡനിങ് പവർ. ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 72 പ്രസിഡന്റ്സ് പാർഡനിങ് പവർ പറയുന്നത്. വെരി ഗുഡ്. അടുത്തത്, ആർട്ടിക്കിൾ 32 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ജുറിസ്ഡിക്ഷൻ ആണ്? ആർട്ടിക്കിൾ 32 എല്ലാവർക്കും അറിയാം, റിറ്റ്സ് ആണ്. റിറ്റ്സ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പറ്റും, മാൻഡമസ്, കോവറാൻഡോ, പ്രൊഹിബിഷോ, അതേപോലെ സെർഷ്യോറി എന്നുള്ള എല്ലാം പറയാൻ പറ്റും. ഇത് സുപ്രീം കോടതിയുടെ എന്ത് ടൈപ്പ് ഓഫ് ജുറിസ്ഡിക്ഷൻ ആണ്? യെസ്, അബ്സല്യൂട്ട്ലി റൈറ്റ്, ബ്രില്യൻറ്റ്. ഓപ്ഷൻ എ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ആണ്. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ആണ് അല്ലെ. നേരിട്ട് നമുക്ക് സുപ്രീം കോടതിയിലോട്ട് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. യെസ്, വെരി ഗുഡ്. അടുത്തത്, ഹു വാസ് എലക്ടഡ് ആസ് ദി പെർമനന്റ് ചെയർപേഴ്സൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പെർമനന്റ് ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തി ആരാണ്? പെർമനന്റ്, ഫസ്റ്റ് അല്ല, പെർമനന്റ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫസ്റ്റ് ടെമ്പററിലി ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പക്ഷേ പിന്നീട് രാജേന്ദ്ര പ്രസാദിന്റെ പേര് JB കൃപലാനി എന്ത് ചെയ്തു? പ്രപ്പോസ് ചെയ്തു. അങ്ങനെ 11th December 1946 പെർമനന്റ് ചെയർപേഴ്സൺ ആയിട്ട് നമ്മൾ രാജേന്ദ്ര പ്രസാദ് കയറി. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ഗോവ കൺഫേർഡ് സ്റ്റേറ്റ്ഹുഡ്? ഗോവയ്ക്ക് സ്റ്റേറ്റ്ഹുഡ് കിട്ടിയ വർഷം ഏതാണ്? 19 ഗോവ സ്റ്റേറ്റ്ഹുഡ് 12th കോൺസ്റ്റിറ്റ്യൂവന്റ് അമെൻമെന്റ് പ്രകാരമാണ് ഗോവയെ നമ്മൾ എന്ത് ചെയ്തത്? നമ്മളുടെ യൂണിയൻ ടെറിട്ടറി ആക്കിയത്. ഓക്കെ, 12th കോൺസ്റ്റിറ്റ്യൂവന്റ് അമെൻമെന്റ് പ്രകാരമാണ് നമ്മൾ ഗോവയെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആക്കിയത്. പക്ഷേ യൂണിയൻ ടെറിട്ടറി 1962 ആക്കിയത്. പക്ഷേ ഫുൾ സ്റ്റേറ്റ്ഹുഡ് കൊടുത്ത വർഷം എന്ന് പറയുന്നത് 1987 സ്റ്റേറ്റ്ഹുഡ്. ഗോവ ഇസ് ദ 25th സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. 25ാമത്തെ സ്റ്റേറ്റ് ആണ് ഇന്ത്യയുടെ. ആൻഡ് ഒരു കാര്യം കൂടി ഗോവയിലെ പ്രത്യേകത ഉണ്ട്, UCC
യൂണിഫോം സിവിൽ കോഡ് ഉള്ള ഏക സംസ്ഥാനം ഗോവ ആണ്. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദാറ്റ്, റൈറ്റ്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ട് ഏതാണ് 44 ആണ് പറയുന്നത്. 44 ആർട്ടിക്കിൾ 44 ആണ് പറയുന്നത്. യെസ്, മുന്നോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ പ്രൊഹിബിറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് ഹസാർഡസ് ഇൻഡസ്ട്രീസ്? ചിൽഡ്രനെ ഫാക്ടറിയിൽ പ്രൊഹിബിഷൻ ഓഫ് ചിൽഡ്രൻ അണ്ടർ ഫാക്ടറി ഏതാണ് പറയുന്നത്? യെസ്, ആർട്ടിക്കിൾ 24 ആണ്. വയസ്സ് എത്രയാണ്? 14 ഇയേഴ്സ്. ബിലോ ദി ഏജ് ഓഫ് 14 ഇയേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? ആർ പ്രൊഹിബിറ്റഡ് ഫ്രം വർക്കിംഗ് ഇൻ ഫാക്ടറീസ് ആൻഡ് ഹസാർഡസ് ഇൻഡസ്ട്രീസ്. ഓർത്ത് വെക്കുക, പ്ലീസ് റിമെമ്പർ, ബിലോ ദി ഏജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് എൻ MP ക്യാൻ ബി ആബ്സെന്റ് ഇൻ ദ ഹൗസ് ഓഫ് പീപ്പിൾ? ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എത്ര സമയം വരെ ആബ്സെന്റ് ആവാൻ വേണ്ടി പറ്റും? ആബ്സെന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ സീറ്റ് എന്ത് ചെയ്യും? വേക്കന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അബ്സല്യൂട്ട്ലി 2 months. ഓക്കെ, 60 days അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആബ്സെന്റ് ആവാൻ പറ്റും. പക്ഷേ 60 daysന് ശേഷം എന്ത് ചെയ്യും? അവിടെ അയാളുടെ സീറ്റ് എന്ത് ചെയ്യും? വേക്കന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത്. വാട്ട് ഇസ് ദ ടെന്യൂർ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ? മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയുടെ ടെന്യൂർ എത്രയാണെന്നാണ് ചോദ്യം. രാജ്യസഭയുടെ ടെന്യൂർ അല്ല ചോദിക്കുന്നത്, രാജ്യസഭയിലെ മെമ്പേഴ്സിന്റെ ടെന്യൂർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ് രാജ്യസഭയുടെ മെമ്പേഴ്സിന്റെ ടെന്യൂർ? എല്ലാവരും ആൻസർ ചെയ്യുക. ഓപ്ഷൻ ഡി ആണ്, 6 years ആണ് രാജ്യസഭയുടെ മെമ്പേഴ്സിന്റെ ടെന്യൂർ എന്ന് പറയുന്നത്. ആൻഡ് 1/3 എന്ത് ചെയ്യും? എപ്പോഴും എന്ത് ചെയ്യും? എവറി സെക്കൻഡ് ഇയർ റിട്ടയർ ചെയ്യും. ഓക്കെ, 1/3 എവറി സെക്കൻഡ് ഇയറിൽ റിട്ടയർ ചെയ്യും. രാജ്യസഭയെ ഒരിക്കലും ഡിസോൾവ് ചെയ്യാൻ കഴിയില്ല. രാജ്യസഭ പെർമനന്റ് ഹൗസ് ആണ്. ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് abolished the existing classification of states into 4 categories? ഇതിനകത്ത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ പറയുന്ന ABC കാറ്റഗറികളെല്ലാം എന്ത് ചെയ്തത്? അബോളിഷ് ചെയ്ത് കഴിഞ്ഞത്. സ്റ്റേറ്റ് എ, സ്റ്റേറ്റ് ബി, സ്റ്റേറ്റ് സി എന്നുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അബോളിഷ് ചെയ്തത് ഏത് അമെൻമെന്റ് പ്രകാരം ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ സി, 7th അമെൻമെന്റ് ആക്ട് 1956 ഈ പറയുന്ന പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നുള്ള കാര്യം അബോളിഷ് ചെയ്യുന്നത്. ആൻഡ് ദേ വർ ഓർഗനൈസ്ഡ് ഇൻ ടു 14 states and 6 union territories after this particular amendment. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യം. ഹു അപ്പോയിന്റ്സ് ദി അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആൻഡ് അറ്റോർണി ജനറലിനെ ആർട്ടിക്കിൾ 76 പ്രകാരമാണ് പറയുന്നത്. 76 അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ. ഇപ്പോഴത്തെ പ്രസന്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? വെങ്കട്ടരമണി. ഓക്കെ, വെങ്കട്ടരമണി ആണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആണ്. GC മുർമു ഞാൻ ഒരു പേര് കണ്ടു, പ്ലീസ്. ഗിരീഷ് ചന്ദ്ര മുർമു ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. നമ്മളുടെ ചോദ്യം, അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ, ദ ഹൈയസ്റ്റ് law officer of the land is വെങ്കട്ടരമണി, ദി അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ. അപ്പം ഇത്രയുമാണ് നമ്മൾ we have discussed 11:30 മുതൽ ഇപ്പൊ എത്ര സമയം? 1:30 വരെ, 1:35 വരെയായി. we have discussed around 155 questions നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇത്രയും പേര് വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു ലൈവ് എല്ലാവർക്കും ഇഷ്ടം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഈ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഈ വീഡിയോ കുറേ ആളുകളിലോട്ടും കൂടി എത്തും. ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങൾ നാളെ തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് 5 year എഴുതാൻ പോകുന്നവർ നല്ല വൃത്തിയിൽ തന്നെ ഇത് എഴുതുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് ഇതിൽ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൻ്റെതായുള്ള ഒരു ഗുണം എന്തായാലും ഉണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന് എന്തായാലും ഉണ്ടാവും. ഇനി കഴിഞ്ഞിട്ടില്ല, റിറ്റ്സിന്റെ ലൈവ് ഇവിടെ തീരുന്നില്ല. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലൈവ് 2 o'clock സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ലൈവ് തീരുന്നില്ല. 2 മണിക്ക് മഷൂദ് സാറിന്റെ ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള വലിയൊരു ലൈവ് സെഷൻ വരുന്നതാണ്. ദയവ് ചെയ്തിട്ട് എല്ലാവരും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ ചെറിയൊരു ബ്രേക്കാണ്. എല്ലാവരും ആ ഒരു ലൈവ് സെഷനും കൂടി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പണികളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി റിറ്റ്സ് ഈ പറയുന്ന ഒരു ദിവസം ഫുള്ളി എന്ത് ചെയ്യുന്നു,
സമർപ്പിക്കുകയാണ്. സോ പ്ലീസ് ബി ലൈവ്, ആക്റ്റീവ്ലി എന്ത് ചെയ്യുക, ലൈവിൽ ഉണ്ടാവുക, ആക്റ്റീവ്ലി കമൻറ്റ് ചെയ്യുക, ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈവും എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. താങ്ക് യു സോ മച്ച്. 2-2.25 മണിക്കൂർ ഇത്രയും നിന്നതിന്. നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.